വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് റെഡി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? നാളത്തെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായി? അപ്പൊ ഇന്ന് നമ്മൾ യൂട്യൂബ് ലൈവോടെ പോകുന്നുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തു അല്ലെ, മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്, നാലാമത്തെ ചാപ്റ്റർ ഉണ്ട്, ആൻഡ് അഞ്ചാമത്തെ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക് എനർജി ആൻഡ് പവർ കൂടെ ഇന്ന് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒന്നും പഠിച്ചില്ലേ? ഇത് എപ്പോഴാ പഠിക്കുക? പിന്നെ നിന്റെ ഫാത്തിമ കുട്ടി എപ്പോഴാ പഠിക്കാൻ വെച്ചേക്കുന്ന? ഇന്ന് രാത്രി പഠിക്കുവോ? ഹേയ്, സെറ്റായി നമല പറയുന്നുണ്ട്. നമല പിന്നെ സെറ്റാണല്ലേ. പഠിക്കണം കേട്ടോ. പഠിക്കാത്തവരൊക്കെ പഠിക്കുക, പഠിച്ചവർ വീണ്ടും റിവൈസ് ചെയ്യുക. വേറെ വഴിയൊന്നുമില്ല. നാളെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫിസിക്സ് ബുക്കിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞൂടെ? ഇന്ന് ഒന്ന് നന്നായിട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങിക്കൂടെ? ഇല്ലേ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ്. സോ നമുക്ക് ഒരൊറ്റ മുദ്രാവാക്യം വേണ്ടി മാരത്തോണിൽ ത്രൂ ഔട്ട് നമുക്ക് ഒന്നേ ഉള്ളൂ, ഈസ്റ്റ് ഓർ വെസ്റ്റ് എ പ്ലസ് ഈസ് സെറ്റ്. അല്ലെ, നമ്മുടെ കയ്യിൽ ഭദ്രമാക്കി നമ്മുടെ എ പ്ലസ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് മടക്കി കാണിച്ചേ, നിവർത്തി പിടിച്ച് എ പ്ലസ് കൈ വെച്ച് മടക്കി കാണിച്ചേടാ എന്റെ മുന്നിലേക്ക്. യെസ്, പിടിച്ചെടുത്തേ. ഇനി ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇത് ഉറപ്പ്, ഇത് സത്യം ആണല്ലോ. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ് മക്കളെ? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്, വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിൽ ഒരുപാട് സിമിലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമിലർ ക്വസ്റ്റ്യൻസ് മിസ് ഓടിച്ച് കാണിക്കാം. ഓക്കെ, ആദിത്യൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആദിത്യൻ രാജീവ്. ഓക്കെ, അപ്പൊ ഇന്ന് യൂട്യൂബ് ലൈവ് പോകുന്നുണ്ട്. എല്ലാവരും എന്റെ മക്കൾ പോയിട്ട് ലൈവിലൊക്കെ ഒന്ന് കമന്റ് കൂടി ഇടാം കേട്ടോ. ലൈവിലൊക്കെ ഇടയ്ക്ക് പോയി കമന്റ് ഒക്കെ ഇടാം, മിസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചുമ്മാ ഒരു രസത്തിന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റെഡി ആണോ? മിസ് ഫുഡ് കഴിച്ചു. നിങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കേണ്ടവർ വേഗം സൈഡിൽ ഇരുന്ന് ആരും കാണാതെ ഒന്ന് കഴിക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയും, ഈ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള സ്കോപ്പ് ഉണ്ട്. വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ മിസ് എല്ലാ ചോദ്യവും കാണിക്കും. ഒരേപോലത്തെ ചോദ്യം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് പോയിക്കോളാം. ഓക്കെ, എ ആൻഡ് ബി ആർ two objects having same weight. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ട് ഒബ്ജക്ട്സ് ആണ്. അവരുടെ വെയിറ്റ് സെയിം ആണ്. ഇഫ് ദേ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ബോയൻസി ഇൻ എ ലിക്വിഡ്. ഓരോ ലിക്വിഡിലേക്ക് എ എന്ന് പറയുന്ന വസ്തുവിനെയും ബി എന്ന് പറയുന്ന വസ്തുവിനെയും വെക്കുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും സെയിം വെയിറ്റ് ആണ്. ആ സെയിം വെയിറ്റ് ഉള്ള വസ്തുക്കളെ വെക്കുന്ന സമയത്ത് അവർക്ക് ഡിഫറെന്റ് ബോയൻസി ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ബോയൻസി എന്നാ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം. ആൻഡ് എ എന്ന് പറയുന്നതിനും ബി എന്ന് പറയുന്നതിനും വ്യത്യസ്ത ബോയൻസി ഉണ്ടാവാൻ കാരണം എന്താണ്? പറഞ്ഞോളൂ, കമന്റ് ചെയ്തോളൂ. എന്തുകൊണ്ടാണ് എക്കും ബിക്കും ഡിഫറെന്റ് ബോയൻസി? വെയിറ്റ് സെയിം ആണ്, ലിക്വിഡും സെയിമാ. ലിക്വിഡ് സെയിം ആണെങ്കിൽ ഫാത്തിമ ഡെൻസിറ്റി സെയിം ആണ്. ഡെൻസിറ്റി മാറുന്നില്ലെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റി ആണ് ബോയൻസിയെ സ്വാധീനിക്കുന്നത്. ഏത് ഫാക്ടർ ആണ്? വിച്ച് ഈസ് ദ അതർ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ബോയൻസി? പറഞ്ഞോളൂ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിക്കോളൂ. When a body is immersed completely or partially in a fluid. ഒരു ഫ്ലൂയിഡിൽ ഭാഗികമായോ പൂർണ്ണമായോ ഒരു വസ്തുവിനെ ഇറക്കി വെക്കുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് വസ്തുവിന് മുകളിലേക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? When a body is immersed completely or partially. എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ പറയുന്നത് which is the correct answer. Yes, അൽമിറ കറക്റ്റ് ആണ്. നിരഞ്ജിത്ത് വന്നതൊക്കെ കറക്റ്റ് ആണ്. എന്താണ്? ഒരു ബോഡി കംപ്ലീറ്റ് ആയോ ഭാഗികമായോ പാർഷ്യലി ആയോ ഒരു ഫ്ലൂയിഡിൽ, ദ്രാവകമാവാം വാതകമാവാം, ഇറക്കി വെക്കുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് അതിന് മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബോയൻസി. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് എക്കും ബിക്കും ഡിഫറെന്റ് ബോയൻസി എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം എന്തായിരിക്കും എടാ കാരണം? എ ആൻഡ് ബി ആർ two objects having same weight. ഒരേ വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Both objects are immersed in the same liquid. ലിക്വിഡ് സെയിം ആണ്. അപ്പൊ അവർക്ക് ഡിഫറെന്റ് ബോയൻസി വരണമെങ്കിൽ ഒരൊറ്റ ചാൻസ് ഉള്ളൂ. They have different volumes.
എന്താണ് പ്രത്യേകത? അവരുടെ ഡെൻസിറ്റി, ലിക്വിഡിന്റെ ഡെൻസിറ്റി സെയിം ആയ സ്ഥിതിക്ക് ഇനി മറ്റൊരു ഫാക്ടർ വോളിയം മാത്രമേ ഉള്ളൂ. വസ്തുവിന്റെ വോളിയം ആയിരിക്കും ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. വോളിയം ഡിഫറെന്റ് ആയിരിക്കും. വോളിയവും ഡെൻസിറ്റിയുമാണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. വോളിയം ആൻഡ് ഡെൻസിറ്റി ആർ ദ ടു ഫാക്ടേഴ്സ് that in affecting buoyancy. പഠിച്ചു വെച്ചോളൂ. ബോയൻസിയെ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വോളിയം ഓഫ് ദ ഒബ്ജക്ട്, ഒബ്ജക്റ്റിന്റെ വോളിയവും ലിക്വിഡിന്റെ ബോയൻസി, സോറി ഡെൻസിറ്റിയും. ലിക്വിഡിന്റെ ഡെൻസിറ്റിയും ഉണ്ട്, വോളിയം ഓഫ് ദ ഒബ്ജക്റ്റും. വോളിയം ഓഫ് ദ ഒബ്ജക്റ്റും ഡെൻസിറ്റി ഓഫ് ലിക്വിഡും. കിട്ടിയോ? ഗുഡ് ആഫ്റ്റർനൂൺ. കിട്ടിയോ എല്ലാവർക്കും? അടുത്ത ചോദ്യത്തിലോട്ട് പോകട്ടെ. ചോദ്യം കിട്ടി. എ പാർട്ട് ശ്രദ്ധിക്കുക, ബി പാർട്ട് ശ്രദ്ധിക്കുക. എയും ബിയും കിട്ടാത്തവര് വീണ്ടും യൂട്യൂബൊക്കെ പോയി കാണുക ക്ലാസ് കഴിഞ്ഞിട്ട്. ഫാത്തിമ പറയുന്നു സർ, റോബിൻ സർ പറഞ്ഞിട്ടാ. യെസ് ഫാത്തിമ കണ്ടു. ഓക്കെ, ക്ലിയർ? യെസ്. If the density of liquid increases, ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ ബോയൻസി ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? പറഞ്ഞോളൂ സർ. ഒരു തരി ക്യാമറ ഇച്ചിരി ഒന്ന് പൊക്കി വെക്കും, കുറച്ച് കാണാൻ ബുദ്ധിമുട്ട്. യെസ്, പറഞ്ഞോളൂ. ഡെൻസിറ്റി കൂടിയാൽ ബോയൻസി കൂടും. ഡെൻസിറ്റി കൂടിയാൽ ബോയൻസി കൂടും. ഇത് എത്ര വട്ടം നമ്മൾ പറഞ്ഞു മടുത്ത കാര്യമാണ് അല്ലേ? ഡെൻസിറ്റി കൂടിയാൽ, യെസ് മതി. ഡെൻസിറ്റി കൂടിയാൽ ബോയൻസി കൂടും. ഡെൻസിറ്റി കൂടിയാൽ ബോയൻസി കൂടും. പഠിച്ചിട്ടുണ്ടല്ലോ. സോ അത്രയേ ഉള്ളൂ, ഒന്നും ഓർക്കണ്ട. കിട്ടിയോ? വേറെ ഒരു സംശയവും അതിൽ വേണ്ട. കുഴപ്പമില്ല. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അടുത്ത ചോദ്യം. The weight of an object in water is 2 Newton and that in air is 3 Newton. ഒരു വസ്തുവിന്റെ വായുവിലെ ഭാരം 3 ന്യൂട്ടൺ ആണ്, വാട്ടറിലെ ഭാരം 2 ന്യൂട്ടൺ ആണ്. What will be the buoyant force? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസിയുടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. പഠിച്ചു വെക്കണേ, വെരി ഇമ്പോർട്ടന്റ്. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. 3 ന്യൂട്ടൺ മൈനസ് 2 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ. ബോയന്റ് ഫോഴ്സ്, ബോയൻസി ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പഠിച്ചു വെച്ചിരിക്കുക. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് ആണ്. 3 ന്യൂട്ടൺ മൈനസ് 2 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? തംസ് അപ്പ്. കിട്ടിയില്ലേ? നമ്മൾ കുറച്ച് അധികം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും കേട്ടോ. നിങ്ങൾ വല്ലാതെ മടുക്കുമെന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. നമുക്ക് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലെ? വലിയ ചാപ്റ്റേഴ്സ് അല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഇന്ന് പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, ഇന്നലത്തെ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? സെറ്റ് ആയതല്ലേ? അപ്പൊ ഇനി ഇന്നുള്ളത് നന്നായിട്ട് പഠിക്കണം ക്ലാസ് കഴിഞ്ഞിട്ട്, കേട്ടല്ലോ? ക്വസ്റ്റ്യൻസ് ഓൾറെഡി എഴുതി എടുത്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അത് പഠിക്കുക. അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പോയ വൈക ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ്, പക്ഷേ വൈകിയുടെ കയ്യിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടെ മിസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട്, അത് എത്തുന്ന സമയത്ത് എഴുതിയെടുക്കുക. ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഒന്നും കൂടെ എഴുതിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, പഠിക്കാലോ ഒന്നും കൂടെ എഴുതിയാലും. ഇഫ് ദ ഫുട്ബോൾ വിച്ച് വേസ് If the football which weighs 50 Newton in air displaces 30 Newton of water from the bucket. ഒരു ബക്കറ്റിൽ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റിലുള്ള വെള്ളത്തിലേക്ക് ഒരു ഫുട്ബോൾ താഴെ ഇടാണ്. ആ ഫുട്ബോള് 50 ന്യൂട്ടൺ വെയിറ്റ് ആണ് ഫുട്ബോളിന്റെ എയറിലുള്ളത്. 50 ന്യൂട്ടൺ ഭാരമുള്ള ഫുട്ബോളിനെ വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് പുറത്തു പോകുന്ന വെള്ളത്തിന്റെ അളവ് 30 ന്യൂട്ടൺ ആണ്. വെയിറ്റ് 30 ന്യൂട്ടൺ ആണെങ്കിൽ വാട്ട് ഈസ് ദ ബോയന്റ് ഫോഴ്സ്? ആലോചിച്ചോളൂ. ഉത്തരം എവിടെയുണ്ട്, എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ? ടീച്ചർ യു ആർ നോട്ട് ക്ലിയർ. വൈ? സെൽവ ആരാണത്? ആ ചാറ്റ് ബോക്സ് അവിടുത്തെ ഫസ്റ്റ്. ഓക്കെ, യെസ് മാം, ഞാൻ ട്രാവൽ ചെയ്യാണ്. ആരാണ്? നമ്മുടെ ഹെലന. ഓക്കെ, ഹെലന. 30 ന്യൂട്ടൺ ആണ്, 20 ന്യൂട്ടൺ അല്ല. എന്തുകൊണ്ടാടാ? വെയിറ്റ് ഓഫ് ഫുട്ബോൾ ഇൻ എയർ 50 ന്യൂട്ടൺ ആണെങ്കിൽ ഡിസ്പ്ലേസസ് 30 ന്യൂട്ടൺ എന്നാ പറഞ്ഞേ. ഒരു സാധനം വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ ഭാഗികമായോ പൂർണ്ണമായോ ആയിക്കോട്ടെ, അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ ഭാരം ബോയൻസിക്ക് തുല്യമാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് 20 ന്യൂട്ടൺ അല്ല എഴുതേണ്ടത്. നിങ്ങൾ വേഗം കണ്ടാൽ 50 30 കുറയ്ക്കരുത്.
50 ന്യൂട്ടൺ ഉള്ള ഫുട്ബോളിനെ വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പോൾ 30 ന്യൂട്ടൺ ആവുകയല്ല ചെയ്തേ. പുറത്തേക്ക് പോയ വെള്ളത്തിന്റെ അളവ് 30 ന്യൂട്ടൺ ആണ് ഭാരം. പുറത്തേക്ക് പോയ വെള്ളത്തിന്റെ വെയിറ്റ് ആണ് 30 ന്യൂട്ടൺ. അപ്പം എത്ര വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്തു? ബോയൻസിക്ക് തുല്യമായ വെള്ളം പുറത്തേക്ക് പോയി. സോ 30 ന്യൂട്ടൺ അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അശ്വിൻ, യുവർ ആൻസർ ഈസ് പെർഫെക്റ്റ്. സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്യാം. ഓക്കെ ആണോ? യെസ്. ഇപ്പൊ പഠിച്ച 2-3 ചോദ്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെക്ക് അല്ലെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് സ്റ്റെക്ക് ആയേക്കാൻ മെസ്സേജ് വിചാരിച്ചു. കുറെ നേരങ്ങൾ പറഞ്ഞില്ല, അപ്പൊ ഒന്ന് നിൽക്കാന്ന് വിചാരിച്ചു. ശരിയായില്ലേ മക്കളെ? സ്റ്റെക്കൊക്കെ പോയില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. യെസ്. ഇവിടെ വന്നില്ല. ഓക്കെ ആണോ? ആരാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഫാത്തിമ ഹാൻഡ് റൈസ് ചെയ്തത്? കാര്യം പറയൂ, കമന്റ് ചെയ്യാട്ടോ. ഫാത്തിമ നോ സ്ക്രീൻ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ടേബിൾ ആണ് മക്കളെ. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ തന്നിട്ടുണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ തന്നിട്ടുണ്ട്. ലോസ് ഓഫ് വെയിറ്റ് ഉണ്ട്. ഫോഴ്സ് ഓഫ് ബോയൻസി ബൈ വാട്ടർ ചോദിച്ചിട്ടുണ്ട്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എല്ലാവരും അടിപൊളിയായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാം. എല്ലാരും അടിപൊളിയായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തേ. എല്ലാരും ഒന്ന് ഫില്ല് ചെയ്തേ. ഉത്തരങ്ങൾ മിസ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എടാ, എയറിലെ വെയിറ്റ് 250 ന്യൂട്ടൺ ആണെങ്കിൽ വാട്ടറിലെ വെയിറ്റ് 225 ന്യൂട്ടൺ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ വെയിറ്റ് ലോസ്? 250 നിന്നും 225 കുറച്ചതായിരിക്കും എ എന്ന് പറയുന്നത്. ഉത്തരങ്ങൾ എഴുതി വെച്ചോ, കമന്റ് ചെയ്തോ. ഇപ്പൊ കാണിച്ചുതരാം. ഉത്തരങ്ങൾ എഴുതി വെക്കുക, കമന്റ് ചെയ്യാം. 250 നിന്നും 225 കുറച്ചാൽ കിട്ടുന്നത് 25 ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ എത്രയാണോ ലോസ് ഓഫ് വെയിറ്റ് അത് തന്നെയായിരിക്കും ബോയൻസി. ലോസ് ഓഫ് വെയിറ്റും ബോയൻസിയും ഈക്വൽ ആയിരിക്കും. മക്കളെ ഇപ്പൊ കാണുന്നില്ലേ? കമന്റ് ചെയ്യുന്നുണ്ട്. മക്കളെ ഇത് എങ്ങനെയെന്നോ, ഇതെങ്ങനെയെന്ന് മിസ് പഠിപ്പിച്ചാലടാ. യെസ്. എടാ, വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ തന്നിട്ടുണ്ട്, വെയിറ്റ് ഇൻ എയർ തന്നിട്ടുണ്ട്. അപ്പൊ ലോസ് ഓഫ് വെയിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് ഏതാ? വാട്ടറാ. 25 ന്യൂട്ടൺ കിട്ടും. ബോയൻസി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബോയൻസി എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വെയിറ്റ് തന്നെയാണ്. എത്ര ഭാരക്കുറവുണ്ടായോ? ബോയൻസി വഴിയാണ് ഭാരക്കുറവുണ്ടായത്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ് ആണ്. ലോസ് ഓഫ് വെയിറ്റ് തന്നെയായിരിക്കും ബോയൻസി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ടേബിൾ എല്ലാവരും ഫിൽ ചെയ്തോ? യെസ്. ഓക്കെ, എല്ലാരും ഫിൽ ചെയ്ത ടേബിള്. അൽമിറ ഇത്രയും നേരം പഠിപ്പിച്ചത് ഞാൻ ഒന്നും പഠിപ്പിച്ചില്ലല്ലോ അൽമിറ. നേരത്തെ ചോദ്യം തന്നെ പറയുന്നേ. നിങ്ങൾ ബോയൻസിയും ലോസ് ഓഫ് വെയിറ്റും കണ്ടുപിടിക്കാൻ പഠിക്കൂ. എന്നിട്ട് മിസ് പറയാ ബാക്കി. ഒരാളെ അൺമ്യൂട്ട് ചെയ്യാം നമുക്ക് സാർ. ഫാത്തിമേനെ അൺമ്യൂട്ട് ചെയ്തോളൂ. ഫാത്തിമ എന്താ ടേബിൾ ഇപ്പൊ കാണിക്കാം. വെയിറ്റ്. ഫാത്തിമ വിളിക്കുമ്പോ എന്താണ്? ക്യാമറ എപ്പോഴും ഫാത്തിമയുടെ ഓഫാണ്. പാടില്ല എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യാറില്ല. ഫാത്തിമ പറയൂ, എന്തിനാണ് ഹാൻഡ് റൈസ് ചെയ്തോണ്ടിരിക്കുന്നത്? എപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അല്ല സാർ. ഫാത്തിമ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാ. ഉണ്ടെങ്കിൽ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യും. ഇപ്പൊ ഈ മൊമെന്റിൽ എന്താണ് വിളിക്കുന്നത്? എന്താ? പറയൂ. താങ്ക് യു അമല.
ഓക്കെ, ചെക്കാണെന്ന് മനസ്സിലായി. ഇപ്പൊ വരും കേട്ടോ മിസ്, ഇപ്പൊ ശരിയാവും. യെസ് യെസ്. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് കുഴപ്പമില്ല ഫാത്തിമ, ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വന്നു അല്ലേ മിസ്? യെസ്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. സ്റ്റക്ക് ആയതിന് പറയാൻ സോറി ഒന്നും പറയണ്ട. എന്തിനാ സോറി? നല്ല കാര്യമല്ലേ. ഫാത്തിമ ചെയ്തത് നല്ല കാര്യം. ഞാൻ വിചാരിച്ചു എന്തോ കാര്യം പറയാനുണ്ടെന്ന്, അതുകൊണ്ടാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ വിളിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. യെസ്, മുന്നത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്യിപ്പിക്കും, കുഴപ്പമില്ല. ഇപ്പൊ ശരിയാക്കി തരാം. യെസ് യെസ്, ഇപ്പൊ വരും കേട്ടാ. ഓക്കെ, എല്ലാവരും ലൈവ് പോയി 2 കമന്റ് ഇട്ടേടാ. നേരത്തെ ഉത്തരം കമന്റ് ചെയ്തേ യൂട്യൂബ് ലൈവിൽ പോയിട്ട് നോക്കട്ടെ. തിരിച്ചിങ്ങോട്ട് വന്നേക്കണേടാ. അമല ഐഷ് എന്താ ചെയ്യാ ഇട്ടു മിസ്. അപ്പത്തേക്കും നമ്മുടെ അബ്ദുൾ ഹാദി അല്ലെ, ഹാദി ഇട്ടിട്ടുണ്ട്. ലിങ്ക്, യൂട്യൂബ് ലിങ്ക്, യു മീൻ ലിങ്ക് ഓഫ് ദ ലിങ്ക്. എടാ നിങ്ങൾ ആരും 90+ കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? പോയി കാണാ, പോയി സബ്സ്ക്രൈബ് ചെയ്യടാ. ലിങ്ക് ചോദിച്ചു എന്നോട്. അമല ദേ കുറച്ചു പേര് ലിങ്ക് ചോദിക്കുന്നു. ഇവിടെ ആരും 90+ ഫാൻസ് ഇല്ലടാ. അമലക്കുട്ടി, ഇവിടെ ഫാൻസ് ഒന്നും ഇല്ലടാ. ഉണ്ടല്ലോ അല്ലേ? യെസ്, ഓക്കെ. ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ പോവാണ്. ഉണ്ട്, ഏഞ്ചലോ ഇസ് എ ഫാൻ ആണല്ലേ ഏഞ്ചലോ? എന്താ ചെയ്യാ ഏഞ്ചലോ? അപ്പൊ നമ്മുടെ ടേബിൾ ശ്രദ്ധിക്കുക. ഇതായിരുന്നു ടേബിൾ. ഇവിടെ മുതലായിരുന്നു നിങ്ങൾക്ക് വീണ്ടും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പൊ ശരിയായില്ലടാ. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ വാട്ടർ ചോദിച്ചിട്ടുണ്ട്, ലോസ് ഓഫ് വെയിറ്റ്, ഫോഴ്സ് ഓഫ് ബോയൻസി ബൈ വാട്ടർ. ടേബിൾ മൊത്തം ഫില്ല് ചെയ്യാം, ഒരൊറ്റ കണക്കറിഞ്ഞാൽ ഫില്ല് ചെയ്യാം. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, ഒരു സാധനം വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പോ 225 ന്യൂട്ടൺ ആണ് ഭാരം കാണിക്കുന്നുള്ളൂ. ബാക്കി എവിടെ പോയി? നഷ്ടമായിരിക്കണു, നഷ്ടപ്പെട്ടിരിക്കണു. അത് തന്നെയാണ് ബോയൻസി ആയിട്ടും പോകുന്നത്, അത് തന്നെയാണ് വാട്ടർ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്തു പോകുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു ബോയൻസി. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. നിവേദ, എന്നിട്ട് എന്തിനാണ് ഇവിടെ? മനസ്സിലായില്ല നിവേദിന്റെ ഉദ്ദേശം. ഇനി അടുത്തത് വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ, വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ കെറോസിൻ, ലോസ് ഓഫ് വെയിറ്റ്, ഫോഴ്സ് ഓഫ് ബോയൻസി ബൈ കെറോസിൻ. കെറോസിൻ എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. നോക്കടാ, 325 ന്യൂട്ടൺ. 25 ന്യൂട്ടൺ ആണ് ബോയൻസി എങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറും 25 ന്യൂട്ടൺ അല്ലേ? ലോസ് ഓഫ് വെയിറ്റ്, നഷ്ടമാണ് ബോയൻസി ആയിട്ട് കിട്ടുന്നത്. ആ ബോയൻസി തള്ളലാണ് നഷ്ടം അല്ലെ? ആ തള്ളല് കാരണമാണ് ഭാരത്തിന് കുറവുണ്ടാവുന്നത്. ആ തള്ളൽ 25 ന്യൂട്ടൺ തള്ളിയപ്പോ 25 ന്യൂട്ടൺ കുറവ് അനുഭവപ്പെട്ടത്. ഇതെങ്ങനെയാ കണക്ക് ആലോചിക്കേണ്ടത്? എയറില് എത്രയോ ഭാരമുള്ള ഒരാൾക്ക് വാട്ടറിൽ 225 ന്യൂട്ടൺ ആന്ന് പറഞ്ഞാൽ 25 ന്യൂട്ടൺ കുറവാണ് അനുഭവപ്പെട്ടത്. ആ കുറവ് ആര് കാരണമാണ്? ആ ബോയൻസി, ആ തള്ളൽ അങ്ങോട്ട് കുറഞ്ഞു. ആ തള്ളല് കാരണം ഭാരം കുറഞ്ഞു. അപ്പം കുറഞ്ഞ ഭാരം 25 ന്യൂട്ടൺ, തള്ളിയത് ബോയൻസി 25 ന്യൂട്ടൺ, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും 25 ന്യൂട്ടൺ ആയിരിക്കും. മനസ്സിലായില്ലേ? ഒറ്റ തള്ള. റിസ്വാൻ ഖാൻ ഇന്നലെ എവിടെയായിരുന്നടാ നീ? ഞാൻ കുറെ നോക്കി. അടുത്തത് വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ കെറോസിൻ, ലോസ് ഓഫ് വെയിറ്റ്, ഫോഴ്സ് ഓഫ് ബോയൻസി ബൈ കെറോസിൻ, വെയിറ്റ് ഓഫ് കെറോസിൻ ഡിസ്പ്ലേസ്ഡ്. ഇത് ഒറ്റ കണക്കറിഞ്ഞാൽ മതി. എടാ 325 ന്യൂട്ടൺ എവിടെ ഉള്ളത്? മണ്ണെണ്ണയിലുള്ളത്. നഷ്ടം 25 ന്യൂട്ടൺ ആയപ്പോഴാണ് 325 ന്യൂട്ടൺ കിട്ടിയത്. നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ 325 ആയെങ്കിൽ മൊത്തം എത്ര ഉണ്ടായിരുന്നു? നഷ്ടം 25, ബോയൻസി 25 ആണ്. അതാണ് നഷ്ടം സംഭവിച്ചത്. സോ മൊത്തം 350 ഉണ്ടായിരുന്നു. ആ 350-ന് ഈ 25 പോയപ്പോഴാണ് 325 ആയത്. കണക്ക് മനസ്സിലായോ? ഇപ്പൊ പിടികിട്ടിയോ സാറേ? ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലായോ? സോ ആൻസേഴ്സ് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ആൻസേഴ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഓടണം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഒന്ന് തന്നെ ഓക്കെ ആണെങ്കിൽ. ജിതിൻ ഇല്ലടാ. ജിതിൻ ക്ലിയർ ആണോന്നൊന്ന് പറഞ്ഞേ, റെഡി ആണെങ്കിൽ. യെസ്, റെഡിയാണ്. A student's experimental observations related
റിലേറ്റഡ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. ഫിൽ ദ മിസ്സിംഗ് ഡേറ്റ എന്ന് ചോദിച്ചു. മിസ്സിംഗ് ഡേറ്റാസ് ഇതാണ് എ ബി സി ഡി. ഇവരായിരുന്നു മിസ്സിംഗ്. ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ പഠിച്ചു അതേ നിയമം ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക. 300 ന്യൂട്ടൺ ഉള്ള ആൾക്ക് 270 ന്യൂട്ടൺ ആണ് കിട്ടുന്നതെങ്കിൽ, വെള്ളത്തിൽ കിട്ടുന്നതെങ്കിൽ 30 ന്യൂട്ടൺ ബോയൻസി ആയിരിക്കും. അതേ ബോയൻസിക്ക് തുല്യമായ അളവിലുള്ള വെള്ളമാണ് ഓവർഫ്ലോ ചെയ്തു പോയത്. 200 ന്യൂട്ടൺ ഉള്ള ഒരാൾക്ക് 160 ന്യൂട്ടൺ ആണെങ്കിൽ 40 ന്യൂട്ടൺ ആണ് ബോയൻസി. ആ 40 ന്യൂട്ടൺ ആണ് ലോസ് ഓഫ് വെയിറ്റ്. വാട്ടർ ഫ്ലോ ചെയ്തു പോയത് 40 ന്യൂട്ടൺ. ഈ ടേബിൾ ക്ലിയർ ആയോ? ഇതുപോലത്തെ ഒരുപാട് ടേബിൾ ചോദിക്കും. മക്കളെ ഇത് ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്ത് എല്ലാവരും സെറ്റ് ആയെങ്കിൽ ഇതേപോലത്തെ ടേബിൾ ഒരു പ്രശ്നമില്ല. എത്രയുണ്ട്? വെയിറ്റ് ഇൻ എയർ നോക്കുക മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ കംപ്ലീറ്റ് ടേബിൾ ആണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. 200 ന്യൂട്ടൺ ആണ്. 200 ന്യൂട്ടൺ ഉണ്ടായിരുന്നു, 160 ന്യൂട്ടൺ ആണ് ഇപ്പോഴെങ്കിൽ എത്രയായിരിക്കും ലോസ് ഓഫ് വെയിറ്റ്? 200 മൈനസ് 160 40 ന്യൂട്ടൺ. ബോയൻസി എത്രയായിരിക്കും? ബോയൻസി 40 ന്യൂട്ടൺ ആയിരിക്കും. ലോസ് ഓഫ് വെയിറ്റും ബോയൻസിയും വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോയിഡ് എല്ലാം 40 ന്യൂട്ടൺ. ലിക്വിഡ് ബി 200 ന്യൂട്ടൺ, 170 ന്യൂട്ടൺ. 200 മൈനസ് 170 30 ന്യൂട്ടൺ. 30 ന്യൂട്ടൺ ആയിരിക്കും ബോയൻസി. ക്രിസ്റ്റൽ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണോ? ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് എഴുതണം. വിച്ച് ലിക്വിഡ് ഹാസ് മോർ ഡെൻസിറ്റി? എവിടെയാണോ ബോയൻസി കൂടുതലുള്ളത്, ഡെൻസിറ്റി കൂടുമ്പോൾ തള്ളല് കൂടും. ഹൈ ഡെൻസ് ആയിട്ടുള്ള നന്നായിട്ട് തള്ളും. ഡെൻസിറ്റി കൂടുമ്പോൾ നല്ല തള്ളാ. അപ്പൊ ഡെൻസിറ്റി കൂടിയാൽ നല്ലോണം തള്ളും. അപ്പൊ ഡെൻസിറ്റി കൂടിയവനായിരിക്കും നല്ല തള്ളുള്ളവൻ. അപ്പൊ ഏതാ നല്ല ബോയൻസി ഉള്ളവൻ? എ ആണ്. അപ്പൊ ലിക്വിഡ് എക്ക് ആയിരിക്കും മോർ ഡെൻസിറ്റി ഉണ്ടാവുക. ജസ്റ്റിഫൈ ദി ആൻസർ ആസ് ബോയൻസി. ബോയൻസി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി. ഈ ചിഹ്നത്തിന്റെ അർത്ഥം എന്താ? പ്രൊപ്പോർഷണൽ. ബോയൻസി ആൻഡ് ഡെൻസിറ്റി ആർ പ്രൊപ്പോർഷണൽ. യെസ്, വലീദ്. ബോയൻസി ആൻഡ് ഡെൻസിറ്റി നല്ല തള്ള, ലൈക്ക് ജയസു ടീച്ചർന്ന്. വലീദേ, ഞാൻ തള്ളിയത് എപ്പോഴാടാ? മിസ് സത്യം മാത്രമേ പറയാറുള്ളൂ. ആ സത്യങ്ങൾ നിങ്ങൾക്ക് തള്ളലായിട്ട് തോന്നുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ബോയൻസി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി അല്ലെ? അപ്പൊ ഡെൻസിറ്റി കൂടിയാൽ ബോയൻസി കൂടും. ബോയൻസി കൂടുതലുള്ളവനായിരിക്കും കൂടുതൽ ഡെൻസിറ്റി ഉള്ളവൻ. സോ എ ഈസ് മോർ ഡെൻസ്. എ ഈസ് മോർ ഡെൻസ് ദാൻ ബി. പഠിച്ചുവാ? സെറ്റ് ആയോ? കിട്ടിയോ മക്കളെ? ഇതുവരെ ക്ലിയർ? ഓൾ ക്ലിയർ? സെറ്റ്. ഓൾ ക്ലിയർ, സെറ്റ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഒരുപാട് തവണ. യെസ്, ഇവിടെ എല്ലാത്തിന്റെ ഉത്തരവുണ്ട്. ഇനി എക്സാമിന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. യൂട്യൂബ് വീഡിയോ കണ്ട ഉത്തരം എത്രയേ ഉള്ളൂ പറഞ്ഞത്, അത് മൊത്തം ഇവിടെ എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി സെന്റൻസ് ആക്കാൻ അറിയേണ്ടവർക്ക് സെന്റൻസ് ആക്കി കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഇൻക്രീസസ്, ബോയൻസി വിൽ ഓൾസോ ഇൻക്രീസസ്. ലിക്വിഡ് വിച്ച് ഈസ് ഹാവിംഗ് ഹയർ ബോയൻസി വിൽ ബി ദ മോർ ഡെൻസ്. Okay, set. Clear. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The observations of an experiment on buoyancy is tabulated below. Fill up the missing values in the table. ഇവിടെ missing values ഇതാണ് A, B, C, D. ഇതായിരുന്നു മിസ്സിംഗ് വാല്യൂസ്. ഇത് ഫിൽ ചെയ്യാൻ ഇനി മിസ് പ്രത്യേകം പഠിപ്പിക്കണം. 4 ന്യൂട്ടൺ ഉണ്ടായിരുന്ന ആള് 1.6 ന്യൂട്ടൺ കഴിഞ്ഞു പോയാൽ ബാക്കി എത്ര കിട്ടും? 4 മൈനസ് 1.6 ആയിരിക്കും അവിടെ വരിക, 2.4. ഇവിടെ ബോയൻസിയും ലോസ് ഓഫ് വെയിറ്റും ഈക്വൽ. കട്ടക്കി ചാൻസ് ഈക്വൽ. ബോയൻസി ഇങ്ങനെ നോക്കുമ്പോൾ ലോസ് ഓഫ് വെയിറ്റ് ഇങ്ങനെ നോക്കും, ഈക്വൽ. ഓക്കെ, ഇത് 5 ന്യൂട്ടൺ ആണ്. 3.8 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ 1.8 ന്യൂട്ടൺ, 1.2, 1.2. ക്ലിയർ? ചെയ്ത് നോക്കണം. ഈ ടേബിൾ എങ്ങനെ കിട്ടി എന്ന് ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഒരു ടേബിളിന്റെ പല ഫോം ഞാൻ കാണിച്ചു തന്നു. ഒരുപാട് ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യൂട്യൂബ് കമന്റ് വായിക്കാൻ. എന്താണ് യൂട്യൂബ് കമന്റ്? അമൃത, എന്താണ് സാർ അമൃത? ഹലോ ടീച്ചർ, യൂട്യൂബിലെ കമന്റ് വായിക്കുന്നുണ്ട്. കമന്റ്സ് വായിക്കുന്നുണ്ട്. എന്താ നമ്മൾ അമൃത ഇടയ്ക്ക് കമന്റ് ഇട്ടത്? മെസ്സേജ് ഡിലീറ്റ് ആയില്ലോ. അമൃത മെസ്സേജ് ഡിലീറ്റ് ചെയ്തതിനാ? ഒന്നുകൂടെ അയച്ച അമൃത.
മെസ്സേജ് കാണുന്നുണ്ട് കേട്ടോ. 14 ന്യൂട്ടൺ 13 ന്യൂട്ടൺസ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അമൃത ഹായ് മെസ്സേജ് കണ്ടു. ഹായ് അമൃത. അമൃത ഹായ് കണ്ടു കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായോ? ഈ ടേബിൾ മനസ്സിലാവാത്തവരുണ്ടോ? ഈ ടേബിൾ മനസ്സിലാവാത്തവരില്ലല്ലോ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഇതുപോലെയുള്ള മറ്റൊരു ടേബിൾ ആണ് മക്കളെ. ഏത് വാല്യൂ വേണമെങ്കിൽ ചോദിക്കാം. The weight of two objects measured using a spring balance is given in the table. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് വെയിറ്റ് കണ്ടുപിടിച്ച ആളുകളെ തന്നിട്ടുണ്ട്. ഇത് 3.2 ന്യൂട്ടൺ ആണ്. ഇപ്പുറത്ത് എത്രയാ? 2.8 ന്യൂട്ടൺ ആണ്. 0.2 ന്യൂട്ടൺ, 0.2 ന്യൂട്ടൺ. എങ്ങനെയാ വന്നെന്ന് അറിയാലോ? എയറില് 3 ന്യൂട്ടൺ ആയിരുന്നു, വാട്ടറില് 2.8 ആയിരുന്നു. ഇവിടെ എത്രയാ? 3 - 2.8. എത്ര കിട്ടും? 3 - 2.8 കിട്ടും. സർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, 3 - 2.8 മനസ്സിലായോ? അപ്പൊ എത്ര കിട്ടി? 0.2 കിട്ടി. ഇവിടെ 0.2, 4.2, 3.9, 0.3, 0.3. ഇത് മനസ്സിലാവാത്തവരുണ്ടോ? ആദിത്യനാഥ് എന്ത് ചെയ്യാനാ മക്കളെ? ഇതൊന്ന് ക്ലിയർ ആയോന്ന് എല്ലാരും ഒന്ന് കമന്റ് ഇട്ടേ. ഇതെനി മിസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇക്വേഷൻ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്, അത്രേ ഉള്ളൂ. വേണ്ട, ചെയ്ത് കാണിക്കണ്ട. ഓക്കെ, ഇത് നാളെ എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതി വെക്കണേ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. എന്ത് കണ്ടുപിടിച്ചാലും ബോയൻസി കണക്കാക്കാനുള്ള ചോദ്യം പഠിച്ചിട്ട് പോകണം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഇതായിട്ടില്ല. എന്തോരം പഠിക്കാണ്ടാ? ഫുൾ ടൈം. യെസ്, അടുത്ത ചാപ്റ്റർ എന്റെ ഫാദർ ഇനി എന്തോരം ഉണ്ട് ചോദ്യം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ക്യാപിലാരിറ്റി ഒക്കെ എത്തുന്നേ ഉള്ളൂ. എഴുതിയെടുക്കണേ എല്ലാരും. ഐ എം വെരി ലക്കി ബിക്കോസ് എവറി മാരത്തോൺ ഈസ് ലൈക്ക് ദിസ്, എവറി യൂട്യൂബ് ലൈക്ക് ദിസ്. യെസ്, യു ആർ ടു ലക്കി. എന്താണ്? യെസ്, ക്ലിയർ. സ്റ്റെക്ക് ഉണ്ടോ? ശരിയാക്ക അർച്ചന തിരുമംഗലത്ത്. എത്ര കാലമായി തിരുമംഗലം കുട്ടീനെ കണ്ടിട്ട്? മിസ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ഇന്നലെ കണ്ടില്ല. തിരുമംഗലത്ത് ഇന്നലെ ഉണ്ടായിരുന്നോ? അർച്ചന കുട്ടി ഇന്നലെ ഉണ്ടായിരുന്നോടാ? കമന്റ് ഇട്ടേ. ഉണ്ടായിരുന്നല്ലേ? അർച്ചനാന്ന് മാത്രം മിസ് കുഞ്ഞായിട്ടാ കമന്റ് കണ്ട ഇന്നലെ. അപ്പൊ അർച്ചനാന്ന് മാത്രം വായിച്ചു, ബാക്കി പേര് വായിച്ചില്ല. നമുക്ക് ഒരാളെ അൺമ്യൂട്ട് ചെയ്യാം സാർ. ഇപ്പൊ എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നവരൊന്ന് വേഗം അവരെ മാത്രം ആദ്യം നാളെ വിളിക്കുള്ളൂ കേട്ടോ. ആദ്യം നാളെ വിളിക്കാം. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലാസ് ആണ് ഈ ഇയറിന്റെ. ഇനി നമ്മളൊരു ക്ലാസ് എടുക്കുവോ? എന്തെങ്കിലും എടുക്കുമായിരിക്കല്ലേ 10ാം ക്ലാസ്സിലൊക്കെ. യെസ്, ആരാ? നിരഞ്ജൻ. എടാ നീ എന്തിനാ പിന്നെ വേവ് ചെയ്തത്? ആരെങ്കിലും വേവ് ചെയ്താലും മിസ്സിനോട് സംസാരിക്കാൻ അതിയായ ആഗ്രഹമുള്ളവർക്ക് നിന്റെ മനസ്സിലുള്ളതാടാ പുറത്ത് കണ്ടേ. നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, നല്ലത് പറയണേ. പറയടാ. ഒന്നും പറയാനില്ല. പറയാനുള്ള വലിയൊരു വേവ് ചെയ്തടാ. ഈ നിരഞ്ജൻ ആളെ ഏത് ഹോസ്പിറ്റലായിരുന്നു? ഞാനിവിടെ അഡ്മിറ്റ് ആയിരുന്നു മിഞ്ഞാന്ന്, സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ. എനിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നതാടാ. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഉള്ള ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് എക്കോ കാർഡിയോഗ്രാഫി ഒക്കെ പഠിച്ചില്ലേ? ECG എടുത്തു, എക്കോ കാർഡിയോഗ്രാഫി ചെയ്തു. പിന്നെ നമ്മുടെ എക്കോ ടെസ്റ്റ് പോലത്തെ വേറൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു. പ്രശ്നമൊന്നുമില്ല, പേടിക്കണ്ട. പാവന്റെ നിരഞ്ജൻ പേടിച്ചു പോയി. മിസ്സിന് എന്ത് പറ്റിയെന്ന് ഓർത്തിട്ടല്ലേ? ഞാൻ തന്നെ പഠിപ്പിക്കട 10ലും, ഞാൻ വരുവട 10ലും. ഓക്കെ, അതിലും ഫിസിക്സ്. എടാ അതിലും ഫിസിക്സ് ഉണ്ട്. ഞാൻ എവിടെ കിടന്നപ്പോ നിങ്ങളുടെ എക്സാം അല്ലേ, ഞാൻ ആലോചിച്ചത് അതിനെ കുറിച്ചാ. ECG എടുക്കുന്നുണ്ട്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ട്സ് വരട്ടെ. നിങ്ങൾ പഠിച്ച സൗണ്ട് ഇവിടെ. യെസ്, മനസ്സിലായോ? സപ്പോർട്ടിങ് നമ്മുടെ ലോവിസ് മാം ആണ് കേട്ടോ, ഫാത്തിമ കുട്ടി. വേറെ ആർക്കും എന്നോട് ഒന്നും പറയാനില്ലല്ലോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. വെയിറ്റ് നെയർ കണ്ടുപിടിക്കണ്ട, വെയിറ്റ് നെയർ തന്നിട്ടുണ്ടാവും. ആരാം സർ? അത് അമലയുടെ തൊട്ട് മേലെ ഇവിടെ കമന്റ് ഫസ്റ്റ് ചാറ്റ് ബോക്സിൽ വെയിറ്റ് നെയർ. ഫസ്റ്റ് ചാറ്റ് ബോക്സ് അതിലെ ഫസ്റ്റ്.
വെയിറ്റ് നെയർ ആരത്? അക്ഷരക്കുട്ടി വെയിറ്റ് നെയർ കണ്ടുപിടിക്കണ്ട. വെയിറ്റ് നെയർ തന്നിട്ടുണ്ടാവും, വെയിറ്റ് നെയർ തന്നിട്ടുണ്ടാവും. സൈക്കോ മിസ് ആരതി? അതെ. ഏത് ഹോസ്പിറ്റലായിരുന്നു എന്ന് ചോദിച്ചപ്പോ മിസ് പറയാതെ ഒരു പതറി. നിരഞ്ജൻ മിസ് എവിടുന്ന് ചാടി വന്നതാ? അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് വിചാരിച്ചു. ഫാത്തിമ ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ് കഴിയുമ്പോ ഇന്നിരിക്കട്ടോ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആ ഓക്കെ. ഇനി ആർക്കും ഒന്നും സംസാരിക്കാനില്ലല്ലോ? ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടെ. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് വേണമെങ്കിലും പറയാവോ? യെസ്. അതാരാ സർ? ഇപ്പുറത്ത് അതാരാ? അമലയാണോ? അമലക്ക് പറയണമെങ്കിൽ ഇപ്പൊ വേവ് ചെയ്താൽ മാത്രമേ വിളിക്കൂ. ചുമ്മാ മിസ്സിനെ പറ്റിക്കുന്ന ആളാവരുത്. പറയാറുണ്ടെങ്കിൽ ഇപ്പൊ വേവ് ചെയ്തേ. അമലക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടാവുന്ന എനിക്കറിയാം. അമല പറയോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയാനില്ല. ഓ നിവേശ്, താങ്ക് യു സോ മച്ച്. അമലക്കൊന്നും പറയാനില്ല. അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി. ഒന്നുമില്ല, ചിരിക്കുന്നുണ്ട്. അക്ഷര പറയുന്നു മാമിനെ മിസ് ചെയ്യുന്നു. എടാ 10ാം ക്ലാസ്സിൽ ഞാൻ വരൂടാ. അങ്ങനെ മിസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നോട് വല്ലതും പറയാനുണ്ടെന്ന്. അമൃത ലക്ഷ്മി നാളത്തെ എക്സാമിന് A+ മേടിക്കണം. മാത്രമല്ല എത്ര മാർക്ക് മേടിക്കണം? 40 മാർക്ക് മേടിക്കണം. ഓക്കെ, 40. ഫാത്തിമ എന്നിട്ട് ശ്വേതാ മാം ഉള്ളപ്പോ ഇതല്ലല്ലോ പറയാറ്. ശ്വേതാ മാമിന് തന്നെ വേണ്ട. ശ്വേതാ മാം എന്തെങ്കിലും ചോദിക്കുന്ന ആളാണ്. ഓക്കെ, 10ൽ ഓക്കെ നമുക്ക് ആലോചിക്കാം. നമ്മുടെ ഫാത്തിമ 14/40യോ? അതെന്താ അങ്ങനെ റിസ്വാനെ? 40 മാർക്ക്. 14 എന്നല്ല പറഞ്ഞത്, 40. ഇനി 14 കേട്ടിട്ടുണ്ടെങ്കിൽ 40 മാർക്ക് മേടിക്കണം. 40ൽ 40 മേടിക്കണം. ഓക്കെ, പഠിക്കുന്ന കാര്യമല്ല സർ. അമൃതലക്ഷ്മിക്ക് എന്നോട് എന്തോ പറയാറുണ്ട്. അമൃതലക്ഷ്മിനെ ഒന്ന് അൺമ്യൂട്ടിയാവോ? അമൃതലക്ഷ്മി ഗുഡ് ഈവനിങ്. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ ഇങ്ങോട്ട് പഠിക്കുന്ന കാര്യം വെച്ച്. അമൃതലക്ഷ്മിയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഇരിക്കുന്നേ? നല്ല കൊള്ളാലോ ഹെയർ സ്റ്റൈലൊക്കെ. സുന്ദരിയായിട്ടുണ്ട്. മിസ്സിനെ പോലെ തന്നെ സുന്ദരിയാ. സന്തോഷായോ? അമൃത ഇരുന്ന് ചിരിക്കുക. എന്റെ ദൈവമേ, കൊറേ ദിവസം കൂടിയിട്ട് ഒരാൾ എന്നോട് ഇങ്ങനെയൊക്കെ അല്ലെ. ശരിക്കും സുന്ദരിയാട്ടാ, ചുമ്മാ പറഞ്ഞല്ല, കളിയാക്കിയതല്ല. ശരിക്കും ഹെയർ സ്റ്റൈലിന് ഒരു പ്രത്യേകത ഇല്ലേ അമൃത? മുടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്? ഇങ്ങനെ കൊള്ളാം. എനിക്കിനി അങ്ങനെ കാണുന്നതാണോ? സർ അമൃതലക്ഷ്മിനെ ഒന്ന് പിൻ ചെയ്യാമോ? മുടി നോക്കട്ടെ. ആ കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ കട്ടാണ് അമൃതലക്ഷ്മി. അപ്പൊ മിസ് വെറുതെ പറഞ്ഞല്ല കേട്ടോ. ഈ നമ്മുടെ കൊറിയൻ സ്റ്റൈൽ കട്ടൊക്കെ ഇല്ലേ, കൊറിയൻ സീരീസിൽ കുറച്ച് എന്തായിരുന്നു അതിന് പറയുന്നൊരു പേരുണ്ടല്ലോ. ശേ ഇന്നലെ ഇപ്പൊ അല്ല, നമ്മള് ഫ്രണ്ടിലേക്ക് മുടിയിടുന്ന അമൃതലക്ഷ്മി. ഇവിടെ ഒരു കമന്റ് വന്നു, മിസ്സിനെ പോലെ അമൃതലക്ഷ്മി സുന്ദരിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാരും പറയാ എന്നെ പോലെ സുന്ദരിയാന്ന് പറഞ്ഞ ഞാൻ കളിയാക്കി പറഞ്ഞതാണ്. അപ്പൊ മിസ് സുന്ദരിയല്ല എന്നല്ലേ എന്റെ അർത്ഥം അല്ലേ? അമൃത തിരിച്ചു പറയണം. അമൃത പറയ്, എല്ലാരോടും ഉറക്കി വിളിച്ചു പറയ്. അമൃത പറയടാ. അമൃതനെ അഡ്മിറ്റ് ചെയ്യ സർ. ഇവരെന്നോട് പറയാ മിസ്സിനെ പോലെ സുന്ദരിയാന്ന് പറഞ്ഞത് മിസ് കളിയാക്കിയതാന്ന്. അങ്ങനെയല്ല, മിസ് ശരിക്കും പറഞ്ഞതാ. അപ്പൊ മിസ് സുന്ദരി അല്ല എന്നാണ് പറയണത് ഇവര്. സത്യമായിട്ടും പറ, അങ്ങനെയല്ലേ? അപ്പൊ മിസ്സിനെ കാണാൻ കൊള്ളില്ല എന്നല്ലേ? മതിയോടാ, മതി. ഞാൻ പോവാ, നിർത്തി പോവാ. അതെ, എന്താ ചെയ്യാ, പിള്ളേരൊക്കെ വളർന്നിരിക്കുന്നു. മമിത ബൈജുവിന്റെ കട്ടുണ്ടെന്ന് പറയുന്നു. ആർക്കാണ് മമിത ബൈജുവിന്റെ കട്ടുള്ളത്? അമൃത എന്തായാലും അമൃതനെ കാണാൻ കൊള്ളാം. മുടി ഹെയർ സ്റ്റൈലാണ് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്. അമൃതയുടെ ഹെയർ സ്റ്റൈൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആഗ്രഹിച്ച ഹെയർ സ്റ്റൈൽ. അന്നൊന്നും നമ്മൾ അങ്ങനെ വെട്ടൊന്നുമില്ല. പക്ഷെ വീട്ടിലൊന്നും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ വെട്ടിത്തരില്ല. ഹെയർ കട്ട്
കട്ടല്ലേ? ഹെയർ കട്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഹെയർ നല്ല രസമുണ്ട് ഫ്രണ്ടിലേക്കൊക്കെ ഇട്ടിട്ട്, എനിക്ക് ഇഷ്ടമായിട്ടോ. അമ്മതാ കൊള്ളാം. മുടി എനിക്കിഷ്ടമായി, ഞാൻ മുടി ഫാനായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കഥയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും നമുക്ക് കടന്നു ചെല്ലേണ്ട സമയം ഇവിടെ അതിക്രമിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് കണ്ടുപിടിക്കുന്നതാ എല്ലാവർക്കും മനസ്സിലായോ? ഫാത്തിമ, ഇത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് ഇല്ല, കുറച്ച് ഭാഗങ്ങൾ പോകുന്നുണ്ട്, കുറച്ച് ഭാഗങ്ങൾ എവിടെയെങ്കിലും വീഴും. പുറത്തേക്ക് ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ തള്ളുന്നതിന്റെ ഫലമായിട്ടാണ് ജിയോ റോക്കറ്റ് അവിടെ എത്തുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ കാർഡ് ഔട്ട് അയച്ചു കൊടുത്താൽ മതി, അപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അൻഷിനാസേ, എന്നോട് ഈ ചതി വേണ്ട. അടുത്ത ചോദ്യം. A stone weighs 5 Newton in air and 3 Newton in water. ഒരു സ്റ്റോണിന് എയറിൽ 5 ന്യൂട്ടണും വാട്ടറിൽ 3 ന്യൂട്ടണുമാണ്. കാൽക്കുലേറ്റ് ദ ബോയൻസി എക്സൈറ്റഡ് ബൈ വാട്ടർ ഓൺ ദ സ്റ്റോൺ. യെസ്, ബാങ്ക്സ്. കാൽക്കുലേറ്റ് ദ ബോയൻസി എക്സൈറ്റഡ് ബൈ വാട്ടർ ഓൺ ദ സ്റ്റോൺ. എത്രയായിരിക്കും ബോയൻസി? എത്രയായിരിക്കും ബോയൻസി? എടാ, 5 ന്യൂട്ടണാ എയറില്, 3 ന്യൂട്ടണാ വാട്ടറില്, 2 ന്യൂട്ടൺ ആയിരിക്കില്ലേ? 2 ന്യൂട്ടൺ ആയിരിക്കില്ലേ? യെസ്. Which of the following can be the weight of the stone in dipping it in saline water? ഇത് വെള്ളത്തിലാണെങ്കിൽ, ഉപ്പ് വെള്ളത്തിൽ ഇതിന്റെ ഭാരം എത്രയാകാൻ സാധ്യതയുണ്ട്? 10 ന്യൂട്ടൺ ആവാൻ പറ്റുമോ? എടാ, വെള്ളത്തിലെ ഭാരം വെയിറ്റ് ഇൻ വാട്ടർ എത്രയാണ്? 3 ന്യൂട്ടൺ ആണ്. 3 ന്യൂട്ടൺ ആണ് വാട്ടറിലെ ഭാരമെങ്കിൽ അതിന് ഉപ്പ് വെള്ളത്തിൽ ഭാരം കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഉപ്പ് വെള്ളത്തിൽ കൂടാൻ പാടുണ്ടോ? ഉപ്പ് വെള്ളം ഡെൻസിറ്റി കൂടിയവനാ, ഭാരം കുറയ്ക്കുന്നവനാ. ഭാരം കുറയല്ലടാ ചെയ്യാ. അപ്പൊ 2 ന്യൂട്ടൺ അല്ലേ വരിക? ആണോ അല്ലയോ? യെസ്. സലൈൻ വാട്ടറിൽ വരാൻ 10 ന്യൂട്ടൺ എന്തായാലും വരാൻ പറ്റില്ല. 4 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെ ഭാരത്തെക്കാളും കൂടുതലാ അല്ലേ? പറ്റില്ല. ചെയ്യാം അതെ. അപ്പൊ എത്രയാ കിട്ടുക? 2 ന്യൂട്ടൺ ആയിരിക്കും കറക്റ്റ് ആൻസർ. കാൽക്കുലേറ്റ് ബോയൻസി എക്സൈറ്റഡ് ബൈ സലൈൻ വാട്ടർ ഓൺ ദ സ്റ്റോൺ. അപ്പൊ സലൈൻ വാട്ടറിലെ വെയിറ്റ് എത്രയാണടാ? 2 ന്യൂട്ടൺ ആണ്. ബോയൻസി എത്രയായിരിക്കും? വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് ആണ്. എത്രയാടാ എയറിലെ വെയിറ്റ്? 5 ന്യൂട്ടൺ മൈനസ് 2 ന്യൂട്ടൺ വിച്ച് ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ. 3 ന്യൂട്ടൺ ആയിരിക്കും. കാൽക്കുലേറ്റ് ദ ബോയൻസി എക്സൈറ്റഡ് ബൈ സലൈൻ വാട്ടർ ഓൺ ദ സ്റ്റോൺ. 3 ന്യൂട്ടൺ ആയിരിക്കും ആൻസർ. കിട്ടിയോ? ഇത്രയും വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ചോദ്യം ഇവിടെയുണ്ട്, ഉത്തരങ്ങൾ ഇവിടെയുണ്ട്. ചോദ്യമുണ്ട്, ഉത്തരവുണ്ട്. നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, യൂട്യൂബ് ലൈവ് പോയി കാണാം. ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ വേഗം ക്യാമറ ഓൺ ചെയ്തേ മക്കളെ, ഓൺ ചെയ്തേ. മനസ്സിലായെങ്കിൽ, വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ ക്ലിയർ ആയി എന്ന് പറയുക. സലൈൻ വാട്ടറിന് കൂടുതൽ ഡെൻസിറ്റി ആണ് മിൻഹ. അപ്പൊ 4 ന്യൂട്ടൺ വരാൻ പറ്റില്ല. ഡെൻസിറ്റി കൂടിയാൽ തള്ളല് കൂടും, ഭാരം കുറയും. അപ്പൊ അതിൻ്റെ അകത്ത് ഭാരം കുറവല്ലേ വേണ്ടേ? വെള്ളത്തിൽ 2 ന്യൂട്ടൺ ഉണ്ടെങ്കിൽ, അല്ല 3 ന്യൂട്ടണാ വെള്ളത്തിലെ ഭാരം. ഡെൻസിറ്റി അല്ല നോക്കട്ടെ, ഭാരം. വെള്ളത്തിലെ ഭാരം 3 ന്യൂട്ടൺ ആണെങ്കിൽ ഉപ്പ് വെള്ളത്തിലെ ഭാരം 3 ന്യൂട്ടണിലും കുറവല്ലേ വരിക? ഉപ്പ് വെള്ളത്തിന് വെള്ളത്തെക്കാളും ഡെൻസിറ്റി കൂടുതലല്ലേ? മിൻഹയ്ക്ക് മനസ്സിലായോ? മിൻഹ മനസ്സിലായെങ്കിൽ പറയൂ. യെസ്. അടുത്ത ചോദ്യം. കമ്പയർ the gravitational force and the buoyancy acting on the body when it is in liquid A and liquid B. പറഞ്ഞോളൂ. എ എന്ന് പറയുന്നതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ കൂടുതൽ, ബോയൻസി ആണോ കൂടുതൽ? ബിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ കൂടുതൽ, ബോയൻസി ആണോ കൂടുതൽ? Among A and B, which liquid has density greater than that of the object? ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. Compare the gravitational force and the buoyancy acting on the body. Gravitational force ഉം buoyancy തമ്മിൽ കമ്പയർ ചെയ്യണം. എയിൽ ബോയൻസി കൂടുതലാണ് മക്കളെ, ഇങ്ങോട്ടുള്ള ഫോഴ്സ് ആണ് കൂടുതൽ എയില്, ഇങ്ങോട്ടുള്ളത് കുറവാ. അതുകൊണ്ടാണ് പൊന്തിയിരിക്കുന്നത്. പൊന്തിയിരിക്കാൻ കാരണം എയില് ബോയൻസി കൂടുതലാണ്, ഗ്രാവിറ്റേഷൻ കുറവാണ്.
ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കുറവെന്നല്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളും കൂടുതൽ ബോയൻസി കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ബി എന്ന് പറയുന്ന ലിക്വിഡിന് അവിടെ ബോയൻസി കുറവ്, ബോയൻസി ഈസ് ലെസ് ദാൻ താഴേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബോയൻസി ഈസ് ലെസ് ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് മിസ്റ്റർ പെർഫെക്റ്റ്? മനസ്സിലായോ മിസ്റ്റർ പെർഫെക്റ്റ്? ആരോ നമ്മുടെ യൂട്യൂബിൽ മിസ്റ്റർ പെർഫെക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, മനസ്സിലായോ? യെസ്. എ എന്ന് പറയുന്ന ലിക്വിഡില് നമ്മുടെ ഒബ്ജക്റ്റ് പൊങ്ങിയിരിക്കുന്നത്. അപ്പൊ ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുതലും, ഇവിടെ ശ്രദ്ധിച്ചാല് നമുക്ക് മനസ്സിലാവും ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുതലും ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി കുറവുമാണ്. ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ താഴേക്ക് പോകണമായിരുന്നു. അവിടെ ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി കുറവും ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുതലുമാണ്. ഇവിടെയോ ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറവ്. ഡെൻസിറ്റി കുറഞ്ഞാൽ, ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറഞ്ഞാൽ വസ്തുക്കൾ താഴ്ന്നു പോകും, വസ്തുക്കളുടെ ഡെൻസിറ്റി കൂടിയാൽ താഴ്ന്നു പോകും. ഒബ്ജക്ട് ഡെൻസിറ്റി കൂടുതൽ. മനസ്സിലാവാത്തവരുണ്ടോ? അപ്പൊ എവിടെയാണ് which liquid has density greater than that of the object? ലിക്വിഡിന്റെ ഡെൻസിറ്റി എവിടെയാണ് ഒബ്ജക്റ്റിനേക്കാളും കൂടുതൽ? എയിലാണോ ബിയിലാണോ? വായിച്ച് മനസ്സിലാക്കി എഴുതുക. മനസ്സിലായോ? ചോദ്യം വായിച്ച് മനസ്സിലാക്കണം ആദ്യം. എയിലാണോ ബിയിലാണോ ലിക്വിഡ് ഡെൻസിറ്റി കൂടുതൽ? എ. കറക്റ്റ് ആണോ? എ. സോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഒബ്ജക്ട്. മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതണം. ചിത്രം തന്നു കഴിഞ്ഞാൽ ആദ്യം രണ്ട് സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കാം. ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുതലാണ് അവിടെ, ഇവിടെ ലിക്വിഡിന്റെ ഡെൻസിറ്റിക്കാളും കൂടുതലാണ് ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി, അതുകൊണ്ട് അത് താണു പോയത്. വെൻ ദ ഒബ്ജക്ട് ഈസ് ഹാവിംഗ് ഹയർ ഡെൻസിറ്റി ഇറ്റ് വിൽ സിങ്ക്. ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി കൂടുമ്പോഴാണ് അത് താഴ്ന്നു പോകുന്നത്. താഴ്ന്നു പോകാൻ കാരണം ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പൊക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. സ്പീഡിൽ പോകണം നമ്മൾ, എന്നാലേ തീരുള്ളൂ. ഒരുപാട് എടുക്കാനുണ്ട്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഫുൾ ക്വസ്റ്റ്യൻസും തീർത്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് കൂട്ടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മിസ്റ്റർ പെർഫെക്റ്റ്. വോയിസ് ഡിലേ ഉണ്ടെന്ന് സാർ ഒന്ന് ശ്രദ്ധിക്കണം. ലാഗ് ഉണ്ടെന്ന് കുറെ പേര് പറയുന്നുണ്ട്. സെറ്റാക്കാം കേട്ടോ, സെറ്റാക്കാം. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കും. എല്ലാവരും ഇന്നത്തെ മാരത്തൺ നന്നായിട്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കല്ല, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അപ്പം അത് നടക്കും. ഓക്കെ, അപ്പൊ ഡിലേ ഒന്നും ഉണ്ടാവില്ല. എന്തൊക്കെ മണ്ടത്തരല്ല മിസ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറയേണ്ട ഒരു സമാധാനത്തിനാണ്. എല്ലാരും വിചാരിച്ചേ ഇന്ന് മാരത്തൺ തകർക്കും, നമ്മൾ തകർക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ്. ഓക്കെ, പറയണ്ട. സെറ്റായോ? ഇൻവിസിബിൾ ആയില്ല. Observe the given figure. It shows a body fully immersed in a liquid. ഒരു വസ്തുവിൽ മുഴുവനായും താഴ്ന്നിരിക്കുന്ന ഒരു വസ്തുവിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പേര് മാറ്റണേ. Find out the correct statement from those given below by analyzing the figure. ചിത്രം തിരിച്ചറിഞ്ഞ് ചിത്രം ഒബ്സർവ് ചെയ്തതിന് ശേഷം താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയുക. ശ്രദ്ധിക്കുക. The buoyancy from the liquid is greater than the force of gravitation. ഇവിടെ buoyancy കൂടുതലാണോ അതോ ഗ്രാവിറ്റേഷൻ ആണോ? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ആണോ കൂടുതൽ? ബോയൻസി കൂടുതലാണെങ്കിൽ അവർ പൊങ്ങണം. ഇവൻ താഴ്ന്നാ പോയത്. അപ്പൊ താഴേക്കുള്ള ഫോഴ്സ് അല്ലേടാ കൂടുതല്? താഴേക്കുള്ള ഫോഴ്സ് അല്ലേ കൂടുതല് when compared to buoyancy. So the buoyancy from the liquid is less than that of force of gravitation. This is the correct answer. എത്ര പേർക്ക് കിട്ടി? B, option B is the correct answer. ഒന്നെങ്കിൽ പറയാം gravitational force is greater than buoyancy, അല്ലെങ്കിൽ buoyancy is less than gravitational force. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താ ചോദ്യ പേപ്പറിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് തന്നിട്ടുണ്ട്. ശരിക്കും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നാണ് പറയുക. എന്താ എഴുതിയാലും കുഴപ്പമില്ല. ദ ബോയൻസി ഫ്രം ലിക്വിഡ് ഈസ് ഈക്വൽ. എന്തായാലും ഈക്വൽ അല്ല. നെവർ. അപ്പൊ സെന്ററിലൊക്കെ കിടക്കണം. ഈക്വൽ അല്ല. യെസ്, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. റെഡി ആണോ? യെസ്. ഓക്കെ, കൺസിഡർ 2 beakers. Beaker A is filled with water and beaker B is filled with saline water. ഈ ബീക്കറിന്റെ പരിപാടി ശ്രദ്ധിക്കണം.
എളുപ്പമാണ് ചോദ്യം, ഒന്ന് കോൺസെപ്റ്റ് കിട്ടിയാൽ മതി. എയിൽ വാട്ടർ ആണ്, ബിയില് സലൈൻ വാട്ടർ ആണ്, ഉപ്പുവെള്ളമാണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ആൻഡ് വോളിയം ഓഫ് എ ആൻഡ് ബി സെയിം ആണ്. എ എന്ന് പറയുന്ന ആൾക്കും അല്ലെ ബീക്കർ എക്കും ബീക്കർ ബിക്കും ഒക്കെ അല്ലെ വെയിറ്റ് ആൻഡ് വോളിയം ഓഫ് എ ആൻഡ് ബി, അവിടെയുള്ള വെയിറ്റും വോളിയം ഇവിടെയുള്ള വെയിറ്റും വോളിയം സെയിം ആണ്. ഏതിനായിരിക്കും കൂടുതൽ ബോയൻസി കിട്ടുക? പറഞ്ഞോളൂ. ബീക്കർ എയിൽ വാട്ടർ ആണ്, ബീക്കർ ബിയില് സലൈൻ ആണ്. സലൈൻ വാട്ടറിലുള്ളവനായിരിക്കുമോ കൂടുതൽ ബോയൻസി ഉണ്ടാവുക? വെരി ഗുഡ്. സലൈൻ വാട്ടറിൽ കൂടുതൽ ബോയൻസി, സലൈൻ വാട്ടറിൽ കൂടുതൽ ബോയൻസി. എന്താണ് ഗൗതം എൽ ജി മിസ് ബുക്കിംഗ് ഓഫ് എന്താണ് സാറത്? ഗൗതം ബുക്കിംഗ് ഓഫ് ബ്രേക്കിംഗ് ഓഫ് റോഡ്, ബാങ്കിങ് ഓഫ് റോഡോ? ബാങ്കിങ് ഓഫ് റോഡ് +1 ടോപ്പിക് അല്ലടാ. 9ാം ക്ലാസ്സിൽ മിസ് ഇപ്പൊ അത് പഠിപ്പിച്ച. എക്സാം കഴിഞ്ഞിട്ട് ചോദിക്കാം മിസ്സിനെ പറ്റിക്ക്. എക്സാം കഴിഞ്ഞില്ലല്ലേ +1? ഞാൻ എങ്ങനെയാണ് ഇപ്പൊ അത് പറഞ്ഞുതരാം. +1 ഫിസിക്സ് നാളെയാണോ? ആയിരിക്കും, അറിയില്ല. എന്നോട് ചോദിക്കാം, നാളെ ആയിരിക്കും. A ship that enters from fresh water to ocean rise more or sinks more? A ship that enters from fresh water, നല്ല ശുദ്ധമായ ജലത്തിലിരിക്കുന്ന ഒരു ഷിപ്പ്, പോയിക്കൊണ്ടിരിക്കുന്ന കപ്പൽ ഓഷ്യനിൽ എത്തുമ്പോൾ റൈസ് മോർ ആയിരിക്കും. കറക്റ്റ്. എന്തുകൊണ്ടാ? ഓഷ്യൻ എന്ന് പറഞ്ഞാൽ സലൈൻ വാട്ടർ ആണ് കൂടുതൽ, ഉപ്പുവെള്ളമാണ്, ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടിയാൽ അവൻ പൊങ്ങും, ഡെൻസിറ്റി കുറഞ്ഞാൽ താഴും. റൈസ് മോർ is the correct answer. So B will experience greater buoyancy and a ship that enters from അഡ്രസ് നോക്കണം. From ഫ്രഷിൽ നിന്നാ വരുന്നത്, എവിടേക്കാ പോണത്? ഓഷ്യനിലേക്കാ പോണത്. അപ്പൊ റൈസ് മോർ. ക്ലിയർ? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കറക്റ്റ് ആയില്ലേ? സെറ്റ് ആയോ മക്കളെ? ഡെൻസിറ്റി ഇൻക്രീസസ് ഇസ് ദ റീസൺ. യെസ് വലീദ്, യുവർ ആൻസർ ഈസ് വെരി ഗുഡ്, പെർഫെക്റ്റ്, കറക്റ്റ്. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? പറയടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എവിടെ എന്റെ ജിതിനെ? നീ ഇല്ലേടാ അവിടെ ഫയർ ഇടാൻ? ജിതിനുണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ ഒന്ന് ഹായ് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ജിതിൻ എന്നെ പറ്റിച്ചു, ചതിച്ചു. ഇടക്കിടക്ക് ജിതിൻ ഇങ്ങനെ ഫയർ ഇടും. കാണിച്ചു കൊടുക്കടാ ഫയർ ഇട്ടിട്ട് ബാക്കിയുള്ളവര് എല്ലാവരും. നമ്മൾ ഫയർ ഇടൂടാ, ഇട്ടേടാ. അവൻ വന്നില്ലേന്ന്, അവൻ വന്നോന്ന് എനിക്കറിയില്ല, അവൻ എവിടെ പോയെന്തോ. ഫയറേ. അപ്പൊ എല്ലാരും ഓക്കെ ഫയർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. Does a ship that enters a fresh water? Yes, എല്ലാരും ഫയർ തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ. Does a ship that enters a fresh water like from the ocean? തിരിച്ചാ. നേരത്തെ ശുദ്ധജലത്തിൽ നിന്നും ഓഷ്യനിലേക്ക് വന്നാൽ ഓഷ്യനിൽ നിന്നും ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഓഷ്യനിൽ നിന്നും നിന്ന് ഫ്രം അഡ്രസ് ഈസ് ഓഷ്യൻ, ടു അഡ്രസ് ഈസ് ഫ്രഷ് വാട്ടർ. എൻറ്റേഴ്സ് എ ഫ്രഷ് വാട്ടർ. സോ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഫ്രഷ്. സർ പേരൊന്ന് മാറ്റണേ. ഫ്രഷ് വാട്ടർ ഈസ് ഹാവിംഗ് ലെസ് ഡെൻസിറ്റി, ലോ ഡെൻസിറ്റി. ഡെൻസിറ്റി കുറഞ്ഞാൽ ഇറ്റ് വിൽ സിങ്ക്സ് മോർ. ഡെൻസിറ്റി കുറഞ്ഞാൽ സിങ്ക്സ് മോർ. മനസ്സിലായോ? സിങ്ക്സ് മോർ. നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ്. Density of saline water is greater than that of the fresh water, so ship will experience more buoyancy. മനസ്സിലായോ? രാജാവിനെ പോലെ രാജാവിൻ പാർവ എന്ന് പറഞ്ഞ് കടലിലൂടെ നല്ല ഉയർന്നു പൊങ്ങിയ കപ്പൽ ശുദ്ധജലത്തിലേക്ക് വന്നപ്പോ അങ്ങ് പൊങ്ങി താണ് പോയടാ. എന്ത് ചെയ്യും അല്ലെ? വിധി. എല്ലാം വിധിയുടെ വിളയാട്ടം. എന്താ കാര്യം? ഡെൻസിറ്റി ഈസ് ദ റീസൺ. ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഓഷ്യൻ അല്ലെങ്കിൽ സലൈൻ വാട്ടർ. പഠിച്ചില്ലേ? ഫയർ ഇടാൻ തുടങ്ങിയാ പിന്നെ നിർത്തൂല. പറഞ്ഞേക്കാം. വേണ്ടടാ, ഇടണ്ട. എനിക്ക് അവസാനം ഫയർഫോഴ്സ് ഒന്നും വിളിക്കാൻ പറ്റൂല. ഓക്കെ, നമുക്ക് സമയമില്ല. ഓക്കെ, യെസ്, ഗോട്ട് ഇറ്റ് ഫ്രം മൈ ഹാർട്ട് പറയുന്നുണ്ട് നമ്മുടെ ആദിത്യൻ. വെരി ഗുഡ് ആദിത്യൻ. ഇഫ് എ സ്റ്റോൺ ഈസ് ടേക്കൺ ഇൻ വാട്ടർ, കെറോസിൻ ആൻഡ് സലൈൻ വാട്ടർ ഇൻ 3 സെപ്പറേറ്റ് ബീക്കേഴ്സ് ആൻഡ് എ സ്റ്റോൺ ഈസ് വെയ്ഡ് ഇൻ ദീസ് 3. അതായത് സ്റ്റോൺ, ഒരു കല്ല് വെള്ളത്തിലും മണ്ണെണ്ണയിലും എടുത്തിരിക്കുകയാണ് അല്ലെ. വാട്ടർ, കെറോസിൻ, സലൈൻ വാട്ടർ 3 എണ്ണത്തിലും എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ബീക്കറിൽ. ഒരു വെള്ളം, ഒരു ഉപ്പുവെള്ളം, ഒരു മണ്ണെണ്ണ. ക്ലാസ്സിൽ ചെയ്ത എക്സ്പെരിമെന്റ് ഒക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓഫ് ദോസ് 3 liquids which are the most and least denser liquid?
Which is the most denser one? Most denser ആയിട്ടുള്ള ലിക്വിഡിന്റെ പേര് ഏതാണ്? It is saline water. Saline water is more dense അല്ലെങ്കിൽ most dense അല്ലെ? More dense. Kerosene least dense ആയിട്ടുള്ളത് kerosene ആണ്. Most ആയിട്ടുള്ളത് saline ആണ്. In which liquid the stone experience least weight? Why? എടാ എന്നാൽ വെയിറ്റ് കുറവ്, ഭാരക്കുറവ് എവിടെയാ ഉണ്ടാവുക? ഉപ്പുവെള്ളത്തിലാണോ കെറോസിനിലാണോ? ഭാരക്കുറവ് അൽമിറ വാട്ടറിലാണോ? വാട്ടറിലാ ഭാരക്കുറവ്. എടാ ബോയൻസി കൂടുന്നിടത്തല്ലേ ഭാരക്കുറവ് ഉണ്ടാവുക? എവിടെയാ ബോയൻസി കൂടുതല്? ഉപ്പുവെള്ളത്തിലല്ലേ? ബ്രേക്ക് കൊടുക്കുമ്പോ ഉപ്പുവെള്ളത്തിലല്ലേ ബോയൻസി കൂടുതലേ? ഉപ്പുവെള്ളത്തിലല്ലേ ബോയൻസി കൂടുതല്? അപ്പം അവിടെയല്ലേ വെയിറ്റ് കുറവുണ്ടാവുക? യെസ്. അപ്പൊ എന്താ ആൻസർ? മോർ ഡെൻസ് ആയിട്ടുള്ളത് ആരാണ്? മോസ്റ്റ് ഡെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സലൈൻ വാട്ടർ ആണ്. ലീസ്റ്റ് ആയിട്ടുള്ളത് കെറോസിൻ ആണ്. ഇൻ സലൈൻ വാട്ടർ അവിടെയാണ് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുക. കാരണം സലൈൻ വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാ, ബോയൻസി കൂടുതലാ. ബോയൻസി കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കൂടുതലാ, ബോയൻസി കൂടുതലാണ്. സോ കെറോസിനേക്കാളും വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ, ബോയൻസി കൂടുതൽ, ഭാരക്കുറവ്. സോ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ലീസ്റ്റ് വെയിറ്റ് ഇൻ സലൈൻ വാട്ടർ. മക്കളെ കിട്ടുന്നുണ്ടോ? ക്ലിയർ? ഇതൊക്കെ പഠിപ്പിച്ചതാ നമ്മള്. മക്കളെ ക്ലിയർ ആണോ? ആരും പറയുന്നില്ല. സെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിനും ചോദിച്ചു, കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം. F1 and F2 represents two forces acting on an object immersed in water as shown in figure. ചിത്രത്തിൽ F1 F2 എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ഫോഴ്സസിനെ തന്നിട്ടുണ്ട്. Name the two forces represented by F1 and F2. F1 എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ഫോഴ്സ് ആണ്. ഇത് ഏത് ഫോഴ്സ് ആണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇത് മുകളിലേക്കുള്ളതാണ്. ഏത് ഫോഴ്സ് ആണ്? ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി എന്ന് എഴുതാം. മുകളിലേക്കുള്ളത് ബോയന്റ് ഫോഴ്സ്, താഴേക്കുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കിട്ടിയല്ലോ? സോ നെയിം ദ ഫോഴ്സ് റെപ്രസെന്റഡ് ബൈ F1 and F2. ഡിഫൈൻ ദ ഫോഴ്സ് F2. F2 എന്ന് പറയുന്ന ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. What is F2? It is buoyant force, buoyancy. When an object is partially or completely in a fluid, it will exert an upward force called buoyant force or buoyancy. ഓർമ്മയുണ്ടോ നേരത്തെ പഠിച്ചത്? യെസ്. ഇവിടെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. F1 എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ഫോഴ്സ് ആണ്, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. മുകളിലേക്കുള്ളത് ബോയിന്റ് ഫോഴ്സ് ആണ്. When a body is immersed completely or partially in a fluid, the fluid exerts an upward force on the body. This force is known as buoyancy. ഈ ഫോഴ്സിനെയാണ് നമ്മൾ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത്. യെസ്, വെരി ഗുഡ് അബ്ദുൽ ഹാദി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് the weight of water displaced by an object that weighs 100 Newton when floats on water? 100 Newton. Okay, 100 Newton ഭാരമുള്ള ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. 100 Newton ഭാരമുള്ള വസ്തു ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ എത്ര ബോയൻസി കൊടുക്കണം? അതെല്ലാരും പറഞ്ഞേ. 100 ന്യൂട്ടൺ ഭാരമുള്ള, താഴേക്ക് 100 ന്യൂട്ടൺ കൊടുക്കുക. ഭാരം എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ഭാരമുള്ള വസ്തുവിനെ പൊക്കി നിർത്താൻ 100 ന്യൂട്ടൺ മുകളിലേക്ക് കൊടുക്കണം. അപ്പൊ പുറത്തോട്ട് എടുക്കുന്ന വെള്ളം എത്രയായിരിക്കും? 100 ന്യൂട്ടൺ തന്നെയായിരിക്കും. ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും പുറത്തോട്ട് പോയിരിക്കുന്ന വെള്ളത്തിന്റെ ഭാരം. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. വെരി ഗുഡ് അർച്ചന. 100 ന്യൂട്ടൺ കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ. The weight of a stone in air is 10 Newton. When it is immersed in water, it weighs 8 Newton. Why does the stone experience loss of weight? Due to buoyancy.
ബോയൻസി കാരണമാണ് ലോസ് ഓഫ് വെയിറ്റ് അനുഭവപ്പെടുന്നത്. If the same stone is dipped in kerosene, what will be its weight? എടാ എവിടെയാ വെച്ചിരിക്കുന്നത്? ഇപ്പൊ വാട്ടറിൽ വെച്ചു. വാട്ടറിൽ വെച്ചപ്പോ ഒരു വെയിറ്റ് കിട്ടി. എന്നാൽ കെറോസിൻ വെച്ചാൽ വെയിറ്റ് കൂടുമോ കുറയുമോ? The weight of stone in kerosene will be greater than 8 Newton. Decrease of മിൻഹ കെറോസിന് ഡെൻസിറ്റി കുറവാ. നിങ്ങൾ എന്താ കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തത്? മിൻഹ ഡെൻസിറ്റി കുറഞ്ഞാൽ ഭാരം ഡെൻസിറ്റി ലെസ് ദാനോ? എങ്ങനെയാടാ ലെസ് ദാൻ ആവാ? ഗ്രേറ്റർ ദാൻ 8 ന്യൂട്ടൺ. ഗ്രേറ്റർ ദാൻ 8 ന്യൂട്ടൺ അല്ലേടാ. എടാ സലൈൻ വാട്ടറില് ബോയൻസി കൂടും. ഡെൻസിറ്റി കൂടിയാൽ ബോയൻസി കൂടും, വെയിറ്റ് കുറയും. ഫീൽ ചെയ്യുന്ന വെയിറ്റ് കുറയും. ബോയൻസി തള്ളല് കൂടുമ്പോ വെയിറ്റ് കുറവല്ലേ ഫീൽ ചെയ്യാം. സോ ഡെൻസിറ്റി കൂടിയാൽ അത്. കെറോസിന്റെ ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറഞ്ഞാൽ ഗ്രേറ്റർ വെയിറ്റ് അല്ലേ ഫീൽ ചെയ്യാ. വെയിറ്റ് വിൽ ഇൻക്രീസ് അല്ലേടാ. മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർക്ക് ഇത് കിട്ടി? കമന്റ് ഇട്ടേ. മിൻഹ യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. എ ഫ്ലോട്ടിംഗ് ഷിപ്പ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ എക്സ്കവേറ്റർ എന്ത് പ്രിൻസിപ്പിൾ ആണ്? പാസ്കൽസ് ലോ ആണ്. ഇതറിയാലോ. ഫ്ലോട്ടിംഗ് ഷിപ്പ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ എക്സ്കവേറ്ററിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ പാസ്കൽസ് ലോ ആണ്. യെസ്. അടുത്ത ചോദ്യം. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഡിവൈസസ് വിച്ച് വർക്ക്സ് ഓൺ പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡിവൈസുകളുടെ പേര് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, എക്സ്കവേറ്റർ. ഹൈഡ്രോളിക് പ്രസ്. യെസ്. ക്ലിയർ? ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാ. യെസ്. അടുത്തത്. സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്സ്. ലിക്വിഡ് ഡ്രോപ്സിന്റെ സ്ഫെറിക്കൽ ഷേപ്പിന് കാരണം സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. സോ സർഫസ് ടെൻഷൻ ആണ്. ചോക്ക് ബ്ലോഡ്സ് ഇങ്ക്. ചോക്കിൽ ഇങ്ക് കയറുന്നത് എന്ത് കാരണമാണ്? ക്യാപ്പിലാരിറ്റി കാരണം. ഒരു മേശയിൽ മഷി മറിഞ്ഞിട്ട് ഒരു ചോക്ക് കഷ്ണം ഉണ്ടെങ്കിൽ ആ ചോക്കിലേക്ക് നീല കളർ ഇങ്ങനെ മഷിയൊക്കെ കയറി പോകുന്ന കാണാം. ദാറ്റ് ഈസ് ഡ്യൂ ടു ക്യാപ്പിലാരിറ്റി. മനസ്സിലായോ നിരഞ്ജൻ? കിട്ടിയോ? ഓക്കെ. സ്ഫെറിക്കൽ ഷേപ്പിന് കാരണം സർഫസ് ടെൻഷൻ ആണ്. ചോക്ക് ബ്ലോഡ്സ് ഇങ്ക് ക്യാപ്പിലാരിറ്റി. അടുത്തത്. ക്യാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാൽ ക്യാപ്പിലറി റൈസ് കാണിക്കുന്ന, കേശിക ഉയർച്ച കാണിക്കുന്ന ഒരു ദ്രാവകമാണ് വെള്ളം. പക്ഷേ മെർക്കുറിയിൽ എന്താണ് കാണാൻ സാധിക്കുക? ക്യാപ്പിലറി ഡിപ്രഷൻ. മനസ്സിലായോ? ഡിപ്രഷൻ. മെർക്കുറി എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മെർക്കുറീസ് എന്താണ്? ഡിപ്രഷൻ കാണിക്കുന്നതാണ്. യെസ്. അടുത്തത്. ലാക്ടോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? മിൽക്കിന്റെ പ്യൂരിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈഡ്രോമീറ്റർ എന്തളക്കാൻ വേണ്ടിയിട്ടാണ്? റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചു വെച്ചോളൂ. ലാക്ടോമീറ്റർ മെഷേഴ്സ് പ്യൂരിറ്റി, പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ലാക്ടോമീറ്റർ എങ്കിൽ ഹൈഡ്രോമീറ്റർ റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോമീറ്റർ. റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? യെസ്. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഫ്ലോട്ടേഷൻ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് പാസ്കൽസ് ലോ. ഹൈഡ്രോളിക് ജാക്ക് പാസ്കൽസ് ലോ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇതൊക്കെ ഒറ്റ. കെറോസിൻ മൊബൈൽ ലിക്വിഡ്, ഓടി ഒഴുകി പോകുന്ന ലിക്വിഡിന് എക്സാമ്പിൾ ആണ് കെറോസിൻ എങ്കിൽ ഒറ്റയടിക്ക് ഒരു തുള്ളി കെറോസിൻ ചുറ്റും പരക്കുന്നത് നമുക്ക് കാണാം. കെറോസിൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ ലിക്വിഡ് ആണെങ്കിൽ ഹണി എന്ന് പറയുന്നത് ഏത് ലിക്വിഡാ മക്കളെ? വിസ്കസ് ലിക്വിഡ് ആണ്. ഹണി ഈസ് വിസ്കസ് ലിക്വിഡ്. വിസ്കോസിറ്റി കൂടിയവൻ. മൊബൈൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി കുറഞ്ഞ് നല്ല എളുപ്പത്തിൽ ഒഴുകി പോകുന്നവനാണ് കെറോസിൻ. വെള്ളമൊക്കെ മൊബൈൽ ലിക്വിഡ്. ഹണി ഈസ് ഹൈ വിസ്കസ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സമാണല്ലേ, ഫ്രിക്ഷൻ ആണ്. അപ്പൊ കൂടിയ ആളാണ് വിസ്കസ് ലിക്വിഡ്. സ്റ്റേറ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? When an object is immersed partially or completely. Important ആണ്. When an object is immersed partially or completely in a fluid. ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ദ്രവത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒരാളെ ഇറക്കി വെക്കുകയാണെങ്കിൽ അവൻ പുറന്തള്ളുന്ന അല്ലെങ്കിൽ അവൻ തള്ളിവിടുന്ന പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ വെയിറ്റും അവൻ കൊടുക്കുന്ന ബോയൻസിയും സെയിം ആയിരിക്കും. ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും ബോയൻസി. യെസ്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഡിഫൈൻ ചെയ്യാനൊന്ന് പഠിച്ചു വെച്ചേക്കാം. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി, ഒരു വസ്തു വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാം. ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ഓക്കെ എന്തായിരിക്കും അതിന്റെ വെയിറ്റ്? ഇപ്പൊ ഒരു വെയിറ്റ് 10 ന്യൂട്ടൺ ഉള്ള ആള് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ 10 ന്യൂട്ടൺ തന്നെ ബോയൻസിയും കൊടുക്കണം. 10 ന്യൂട്ടൺ തന്നെ ബോയൻസിയും കൊടുക്കണം അല്ലെ? when a body is fully immersed in a liquid, അപ്പൊ എന്താ പറയേണ്ടത്? ഒരു ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ അതിന്റെ വെയിറ്റിന് തുല്യമായ വെള്ളം പുറത്തേക്ക് വെയിറ്റ് ഓഫ് വാട്ടർ, അത്രയും വെള്ളം ഡിസ്പ്ലേസ് ചെയ്തു പോകും. അല്ലെങ്കിൽ ഒരു വസ്തു പൂർണ്ണമായും താഴ്ന്നിരിക്കുകയാണെങ്കിൽ, ഫുള്ളി ഇമ്മേഴ്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത വോളിയം എന്തിന് ഈക്വൽ ആയിരിക്കും? വസ്തുവിന്റെ വോളിയം സെയിം ആയിരിക്കും. പുറത്തേക്ക് പോയ വെള്ളത്തിന്റെ വോളിയവും വസ്തുവിന് എത്ര സ്ഥലം വേണം, നിൽക്കാൻ എത്ര സ്ഥലം വേണം, അത്രയും സ്ഥലത്തിന് തുല്യമായ വെള്ളമായിരിക്കും പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ടാവുക. വസ്തുവിന് എത്ര സ്ഥലം വേണം നിൽക്കാൻ, അത്രയും വെള്ളമായിരിക്കും പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ടാവുക. വോളിയം എന്ന് പറഞ്ഞാൽ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്ഥലമാണ്. അപ്പൊ സ്ഥലത്തിന് തുല്യമായ വെള്ളം പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ടാവും. മനസ്സിലായോ? യെസ്. അടുത്തത്, നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഹൈഡ്രോമീറ്റർ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു അല്ലെ? ഹൈഡ്രോമീറ്റർ ആണ്. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു ചെക്ക് ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക്. പ്യൂരിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ്, വേറൊന്നല്ല, ലാക്ടോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെ? പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്താണ് അഷ്റഫ് ഡൗട്ട് ചോദിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഡൗട്ട് ചോദിക്കൂ. Why do the values on hydrometer increase towards bottom? Very important question. ഒരു ഹൈഡ്രോമീറ്ററിൽ വാല്യൂസ് താഴത്തേക്ക് കൂടി പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡെൻസിറ്റി കൂടിയ ലിക്വിഡ് ആണെങ്കിൽ ഹൈഡ്രോമീറ്റർ പൊങ്ങിക്കിടക്കും. ആലോചിച്ചോ, ഡെൻസിറ്റി കൂടിയ ലിക്വിഡ് ആണെങ്കിൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ പൊങ്ങിക്കിടക്കും. പൊങ്ങിക്കിടക്കുമ്പോൾ റീഡിങ് കൂടി കൂടി വരണമെങ്കിൽ മേലേക്കല്ല പോണ്ടത്. പൊങ്ങിക്കിടക്കാന്ന് പറഞ്ഞാൽ റീഡിങ് താഴത്തേക്ക് 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 കൂടി വരണം. അപ്പോഴല്ലേ പൊങ്ങിക്കിടക്കുമ്പോൾ റീഡിങ് കൂടുതൽ കാണിക്കുക. വെള്ളത്തിന്റെ സർഫസ് ആയിരിക്കും റീഡിങ് കാണിക്കുന്നത്. സോ ഇവിടെ എഴുതി വെക്കുക. എന്താണ്? എന്തുകൊണ്ടാണ് മാർക്കിംഗ്സ് ഓൺ ഹൈഡ്രോമീറ്റർ ഇൻക്രീസ് ടുവാർഡ്സ് ബോട്ടം? സിൻസ് ലെങ്ത് ടു വിച്ച് ഹൈഡ്രോമീറ്റർ ഡിപ്സ് ഇൻ എ ലിക്വിഡ്. ഹൈഡ്രോമീറ്ററിൽ എത്ര ലെങ്ത് ആണോ താണിരിക്കുന്നത്, കൂടുതൽ താണു പോയാൽ കുറവ് ഡെൻസിറ്റി. ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ലെസ് ഡെൻസ്, ഡെൻസിറ്റി കുറവാണെങ്കിൽ അല്ല ലെസ് ഡെൻസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മോർ ദ സിങ്ക് അല്ലെ? സിങ്സ് മോർ ആണ്. ഞാൻ ക്ലൂ പറഞ്ഞതാണ്. ലെസ് ഡെൻസ് ആണെങ്കിൽ മോർ ആയിട്ട് താണു പോകും. ഡെൻസിറ്റി കുറഞ്ഞാൽ താണു പോകും, ഡെൻസിറ്റി കൂടിയാൽ പൊങ്ങിക്കിടക്കും. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് താഴേക്ക് വരുന്നതോറും ഹൈഡ്രോമീറ്ററിന്റെ റീഡിങ് കൂടി വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക. ഉപ്പുവെള്ളത്തിൽ ഹൈഡ്രോമീറ്റർ താത്തി വെച്ചു, അപ്പം ഹൈഡ്രോമീറ്റർ എന്ത് ചെയ്യും? കുറച്ച് പൊങ്ങി നിൽക്കും. എന്നാ വെള്ളത്തിലോ താഴ്ന്നും പോകും. അപ്പൊ വെള്ളത്തിനേക്കാളും റീഡിങ് എവിടെ കിട്ടണം? ഹൈഡ്രോമീറ്ററിൽ കിട്ടണം. അപ്പൊ റീഡിങ് താഴേക്ക് താഴേക്ക് കൂടി വരുന്ന പോലെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആലോചിച്ച് നോക്കാം കേട്ടോ. യെസ്. അപ്പൊ ഇനി എന്താണ്? പാസ്കൽസ് ലോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവണം. സർവീസ് സ്റ്റേഷൻ, നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള സർവീസ് സ്റ്റേഷൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കാറൊക്കെ പൊക്കി വാഷ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് പർവ്വതത്തിന്റെ മുകളിൽ ഉയർത്തിപ്പിടിച്ച പോലെ ഒരു കാറ് കാണാം അല്ലെ? ഒരു സിറിഞ്ച് പോലത്തെ രണ്ട് സൈഡിലുള്ള സെറ്റപ്പും കാണാം. അപ്പം പാസ്കൽസ് ലോ എന്താണ് പറയുന്നത്? The pressure applied at any point of a liquid at rest in a closed system.
പേസ്റ്റ് എടുത്തിട്ട് രാവിലെ ആകുമ്പോൾ അമർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വശത്ത്, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു വശത്ത് കൊടുത്തിരിക്കുന്ന പ്രഷർ അതിന്റെ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പാസ്കൽ നിയമം അല്ലെങ്കിൽ പാസ്കൽസ് ലോ പറയുന്നത്. ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്സ്. എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടുന്നു. ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. റൈറ്റ് നെയിം ഓഫ് ദ അപ്ലയൻസ് വിച്ച് വർക്ക്സ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. ഹൈഡ്രോമീറ്റർ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്, തെർമോമീറ്റർ അല്ല, ലാക്ടോമീറ്ററും അല്ല. ഹൈഡ്രോളിക് ജാക്ക് ആണ് കറക്റ്റ് ആൻസർ. ഹൈഡ്രോളിക് ജാക്ക് ആണ് അല്ലെ? യെസ്. ഇനി പ്രോബ്ലം ആണ് മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. പാസ്കൽ നിയമം ഉപയോഗിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലം ഇല്ല, പ്രോബ്ലമേ കഴിഞ്ഞു. റെഡി? ആരും റെഡി? സെറ്റ് അല്ലേ? ഇത് ഓൾറെഡി പഠിച്ചവരായിരിക്കും, ഒന്നും കൂടെ പഠിക്കാം. ദ ഏരിയ ഓഫ് സ്മോളർ പിസ്റ്റൺ, ആദ്യം തന്നെ എഴുതി വെക്കുക. സ്മോൾ, ഇങ്ങനെ രണ്ടാക്കി തിരിക്കും. നിങ്ങളുടെ മനസ്സിൽ രണ്ടാക്കി തിരിച്ചു വെക്കണം. ഒരു പിസ്റ്റൺ സ്മോൾ ഭാഗവുമുണ്ട്, ഒരു പിസ്റ്റണ് ആ പിസ്റ്റന്റെ ലാർജ് ഭാഗമുണ്ട്. അപ്പം ഇവിടെ ആയിരിക്കും നമ്മുടെ വെഹിക്കിൾ വെക്കുക. എവിടെയാ വെഹിക്കിൾ വെക്കുക? ലാർജ് ഭാഗത്താണ് വണ്ടി വെക്കേണ്ടത്. ഇത്രയും പഠിച്ചോ. ഒരു സ്മോൾ ഏരിയ ഉള്ള ഭാഗം ഉണ്ടാവും, ഒരു ലാർജ് ഏരിയ ഉള്ള ഭാഗം ഉണ്ടാവും. ലാർജ് ഏരിയ ഉള്ള ഭാഗത്താണ് വെഹിക്കിൾ വെക്കുക. അപ്പൊ ഇവിടെയാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക. ഒരു സ്മോൾ ഭാഗത്ത് പ്രഷർ കൊടുത്തിട്ട് ആ പ്രഷറിന് ഈക്വൽ ആയിട്ടുള്ള പ്രഷർ എവിടെ കിട്ടും? P1 = P2. അതേ പ്രഷർ തന്നെ ഇപ്പുറത്തെ സൈഡിലും കിട്ടും. കാരണം എന്താ? പാസ്കൽ നിയമം പറയുന്നത് അവിടെ എത്ര പ്രഷർ അപ്ലൈ ചെയ്തോ, വെരി ഗുഡ് അർച്ചന, അതേ പ്രഷർ തന്നെ ഇവിടെയും കിട്ടും. അപ്പൊ സ്മോൾ പോർഷന്റെ ഫോഴ്സ് F1ഉം ഏരിയ A1ഉമാണ്. സ്മോൾ ഭാഗത്ത് എപ്പോഴും പരീക്ഷയ്ക്ക് F1 എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഭാഗത്തിന്റെ ഫോഴ്സും A1 എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഭാഗത്തിന്റെ ഏരിയ എന്ന് പഠിച്ചു വെച്ചോ. അത് മാറണ്ട, മനസ്സിൽ സെറ്റ് ആക്കി വെക്കാം. F2 എന്ന് പറഞ്ഞാൽ ലാർജ് ഭാഗത്തെ ഫോഴ്സും A2 എന്ന് പറഞ്ഞാൽ ലാർജ് ഭാഗത്തെ ഏരിയയുമാണ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും മനസ്സിലായോ? ഇത്രയും ആദ്യം മനസ്സിലൊന്ന് സെറ്റ് ആക്കി വെക്കാം. എന്നിട്ട് ഇക്വേഷനും കൂടെ പഠിക്കാം. എന്നാ കഴിഞ്ഞു. P1 = P2. ഒന്നാമത്തെ ഭാഗത്തെ പ്രഷർ സമം രണ്ടാമത്തെ ഭാഗത്തെ പ്രഷർ ആണ്. അല്ലെങ്കിൽ P എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? P എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു F/A. ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. പഠിച്ചോളൂ, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. പഠിച്ചുവാ. അപ്പൊ എന്താണ്? P1 = P2 എന്ന് പറഞ്ഞാൽ F1, P എന്ന് പറഞ്ഞാൽ എന്താ? F/A. P എന്ന് പറഞ്ഞാൽ F/A. F1/A1 = F2/A2. F1/A1 = F2/A2. യെസ്. അപ്പൊ ഇനി F2 കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പഠിച്ചു വെച്ചോളൂ. ഈ F2 കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചാൽ മതി. ഈ A2 ഇങ്ങോട്ട് പോയി A2/A1 × F. കാണാതെ പഠിച്ചോളാം. ബൈ ഹാർട്ട് ചെയ്തോ, വേറെ ഒരു പ്രശ്നമില്ല. ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളാം. F2 = A2/A1 × F. അത് കാണാതെ പഠിച്ചോളൂ. F2 എന്ന് പറഞ്ഞാൽ വലിയ ഭാഗത്തെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ A2/A1 × F1. അത് പഠിച്ചാൽ എല്ലാ ചോദ്യവും ചെയ്യാം. യു ഷുഡ് സ്റ്റഡി ദിസ് ഇക്വേഷൻ. F2 = A2/A1 × F1. പഠിച്ചുവാ. ഇക്വേഷൻ പഠിച്ചോ? ഇനി ചെയ്യട്ടെ, പ്രോബ്ലം ചെയ്യട്ടെ. സെറ്റ് ആയോ? യെസ്. ഇത്രയും സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് വീണ്ടും കാണാം, അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടുണ്ടാവണം. അപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. സ്മോളർ പിസ്റ്റൺ ഓഫ് ഹൈഡ്രോളിക് പ്രസ് A1 = 1 cm². A2 = 22 cm². സ്മോളർ പിസ്റ്റണിലെ ഫോഴ്സ് = 10 N. F2 അറിഞ്ഞൂടാ, ചെയ്തോളൂ. F2 = A2/A1 × F1. F2 ഇപ്പൊ പഠിച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. A2 എത്രയാ? 22. A1 എത്രയാ?
1 into F1 10. 220 Newton. Answer will be 220 Newton. 220 Newton. എത്ര പേർക്ക് കിട്ടി? 220. 220 Newton. വലിയത് കിട്ടിയോ? 220 Newton കിട്ടിയോ? യെസ്. ആകെ ഇക്വേഷൻ പഠിച്ചാൽ എല്ലാം ചെയ്യാം. ഓക്കെ, 220 Newton ആണ് ആൻസർ. ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ സ്റ്റെപ്പിലും തന്ന ആൾക്കാരെ എടുത്തെഴുതുക. ഈ ഇക്വേഷൻ മാത്രം പഠിക്കുക, ചോദ്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ സ്വന്തം ചെയ്യണേ. ഈഫ് ദ ഏരിയ അറ്റ് ദ എൻഡ് എക്സ്, ഇനി മാറ്റി തരാം. എക്സ് എന്ന് പറഞ്ഞ എൻഡ് ഉണ്ട്, ഹാവിംഗ് ക്രോസ് സെക്ഷൻ 0.005 മീറ്റർ സ്ക്വയർ. F2 പറഞ്ഞ ഏരിയ 0.1 മീറ്റർ സ്ക്വയർ. ഓക്കെ, ചെയ്തോളൂ. 10 Newton ഈസ് അപ്ലൈഡ് അറ്റ് ദ എൻഡ് എക്സ്. ഇവിടെയുള്ള ഫോഴ്സ് 10 Newton. അപ്പൊ F1 എത്രയാണ്? 10 Newton. F2 കണ്ടുപിടിക്കണം. F2 is equal to, ചെയ്തോളൂ, A2 by A1 into F1. A2 by A1 into F1. A2 എത്രയാ മക്കളെ? 0.1. A1 എത്രയാ? F1 എത്രയാ? എത്ര കിട്ടും? 0.1 into 10 എന്ന് പറഞ്ഞാൽ 1/0.005. അതിനെ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 1000/5. എത്ര ആൻസർ കിട്ടുക? 200 Newton ആണോ? ഇതിനെ 1000 കൊണ്ട് കുടിക്കുക, 1000 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 200 Newton കിട്ടും. 200 Newton എന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. ഇവിടെ എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടുണ്ട് മക്കളെ. ആകെപ്പാടെ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ A2 by A1 into F1. A2 by A1 into F1. പഠിച്ചുവാ? കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻസ് സെറ്റ് ആയില്ലേ? സെറ്റ് അല്ലേ മക്കളെ? യെസ്, വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടി. ഹരിക്കാൻ അറിയില്ലെങ്കിൽ 1000 കൊണ്ട് കുടിക്കുക, 1000 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഉത്തരം കിട്ടും. ഫാത്തിമ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവട്ടോ നാളത്തേക്ക്. കേട്ടല്ലോ? ശ്രദ്ധിക്കാം. Observe the given figure. The pressure acting on the piston X is 2400 Newton per meter square. എന്താണ്? The pressure acting on the piston. പിസ്റ്റണിൽ നാളെ പ്രശ്നമായിക്കോളും. ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യമില്ല, നാളെ അറിയും. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഭാഗത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് 2400 Newton per meter square ആണ്. വാട്ട് ഈസ് ദ പ്രഷർ? സാറെ കമന്റ് ഉണ്ടോ? വാട്ട് ഈസ് ദ പ്രഷർ എക്സ്പീരിയൻസ് അറ്റ് ദ എൻഡ് ബൈ? മക്കളെ, P1 എന്ന് പറഞ്ഞാൽ 2400 Newton per meter square ആണ്. P2 എത്രയായിരിക്കും? സെയിം പ്രഷർ ആയിരിക്കും. 2400 Newton അല്ല, പ്രഷറിന്റെ യൂണിറ്റ്. എടാ, F/A ആണ് പ്രഷർ. പ്രഷറിന്റെ യൂണിറ്റ് Newton per meter square. മനസ്സിലായോ? അപ്പൊ എത്രയായിരിക്കും? 2400 Newton per meter square. എങ്ങനെ കിട്ടിയേ? പ്രഷർ വിൽ ബി ദ സെയിം. P1 സമം P2. ഒന്നാമത്തെ ഭാഗത്തുള്ള പ്രഷർ തന്നെയായിരിക്കും രണ്ടാമത്തെ ഭാഗത്തുള്ള പ്രഷർ. യൂണിറ്റ് എന്താണ്? Newton per meter square. Pascal's law. State the law which help. Pascal's law. Pascal's law. Name two devices. Hydraulic jack, hydraulic lift എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, ചിത്രം തന്ന് പേടിക്കണ്ട, വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. കിട്ടുന്നുണ്ടോ? യെസ്, കിട്ടുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഏരിയ, ഇതാണ് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ. എ എന്ന് പറയുന്നത് ഇതാണ്. ക്രോസ് സെക്ഷൻ എത്രയാടാ? A1 സമം 0.1 മീറ്റർ സ്ക്വയർ. F1 സമം 100 Newton. അല്ല, 0.1 അല്ല, 0.01. 0.01 മീറ്റർ സ്ക്വയർ ആണ് A. A2. Okay, if 100 Newton is applied at F1, F2 is equal to A2 by A1 into F1.
കണ്ടുപിടിക്കൂ. A2 എത്രയാടാ? 0.1. A1 എത്രയാ? 0.01 ഇൻറ്റു F1 എത്രയാ? 100. ചെയ്ത് നോക്കൂ. 0.1 ഇൻറ്റു 100 എത്രയാടാ? 0.1 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 10 കിട്ടും. 10/0.01. കുഴപ്പമില്ല. 10/0.01 എത്ര കിട്ടൂടാ? 100 കൊണ്ട് ഗുണിക്കൂ. 100 കൊണ്ട് ഹരിക്കൂ. 1000 ആണോ 10,000 ആണോ കിട്ടുന്നത്? നോക്കട്ടെ. യെസ്, 1000 ന്യൂട്ടൺ കിട്ടും. 1000 ന്യൂട്ടൺ കറക്റ്റ് ആണോ? 1000 ന്യൂട്ടൺ. സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. F2 is equal to A2/A1 into F. F2 is equal to A2/A1 into F. പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷർ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഫോഴ്സ് ആടാ. ഫോഴ്സ്. പ്രഷർ കണ്ടുപിടിക്കൂ. P1 = P2. അപ്പൊ F1/A1. F1/A1 കണ്ടുപിടിക്കൂ. F1 എത്രയാടാ? 100. P is equal to 100/F1/A1. 100/A1 എത്രയാ? 0.01. എത്രയാ കിട്ടാ? 100 കൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഹരിക്കുക. 100 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കുക എത്ര കിട്ടും? 10,000 കിട്ടും. 10,000 ആണോ? എത്ര കിട്ടൂടാ? F2 കിട്ടി. ഇനി എന്താ കിട്ടേണ്ടത്? P = F/A which is equal to 10,000. ആണോ? 10,000 ആണോ കിട്ടുന്നത്? ആണോടാ? പ്രഷർ ശരിയാണോ? ഫോഴ്സ് ഇവിടെ ഉണ്ട്, പ്രഷർ 10,000. ക്ലിയർ? യെസ്, കിട്ടി. Nm/m². അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. Nm/m² മറ്റൊരു പേരാണ് പാസ്കൽ. PA എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് പാസ്കൽ. അപ്പൊ ഒരു Nm/m² പകരം ചിലപ്പോ പാസ്കൽ എന്ന് തന്നാൽ മാറിപ്പോകണ്ട. രണ്ടും സിമിലർ ആണ്. Nm/m² തന്നെയാണ് പാസ്കൽ. ഓക്കെ, ഒന്നുമില്ലടാ ഇവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. പ്രഷർ കണ്ടുപിടിക്കാൻ ഫോഴ്സ് ബൈ ഏരിയ ചെയ്തു. F1 തന്നിട്ടുണ്ട്, F2 കണ്ടുപിടിക്കണം, A2 തന്നിട്ടുണ്ട്, A1 തന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ, P എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. യെസ്, അതാ പറയുന്നത്. P എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. ആരത്? സരിത വീണ്ടും പറയുന്നുണ്ട്, കേൾക്കാം. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എത്രയാടാ? F1-ലുള്ളത് 100. F1-ന്റെ ഭാഗത്തുള്ള ഏരിയ 0.01. 100 ഹരിക്കണം 0.01 എത്ര കിട്ടും? 10,000 പാസ്കൽ കിട്ടും. 10,000 Nm/m² പാസ്കൽ കിട്ടും. ഇനി ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് അതിലേക്ക് കിട്ടിയോ? ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ, ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് അറിയുള്ളൂ ഫോഴ്സ് കണ്ടുപിടിക്കാൻ. F2 is equal to A2/A1 into F1. A2/A1 into F1. യെസ്, ഇത്ര എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സരിത എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് സാധനം? ഇവിടെ നിർത്തിപ്പോയ. യെസ്, മനസ്സിലായോ? കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ. അപ്പൊ പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് കോൺഫിഡൻസ് ഉള്ളവരെന്ന് പറഞ്ഞേ. നമ്മളെല്ലാം കഴിഞ്ഞു. പാസ്കൽ നിയമത്തിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളായി ചാപ്റ്ററിലുള്ളൂ. പറഞ്ഞോളൂ. പാസ്കൽസ് ലോയുടെ ഇക്വേഷൻ പഠിച്ചാൽ F2 = A2/A1 into F1. ഇത് മാത്രം പഠിച്ചാൽ പ്രീവിയസ് ഇയറിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാം. എത്ര പേര് കോൺഫിഡന്റ് ആയി? നിങ്ങൾക്ക് പേടിയുള്ള 2 ഭാഗങ്ങളായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. ഒന്ന് പാസ്കൽ നിയമം, അതിപ്പോ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ഗ്രാഫ് ആയിരുന്നു. ഇന്നലെ ഗ്രാഫ് സെറ്റ് ആയില്ലേ? ഇന്നലെ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചില്ലേ? ഇത് രണ്ടുമായിരുന്നു ഞാൻ യൂട്യൂബിൽ എടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. അത് എടുക്കാതിരുന്നത് മാരത്തണിൽ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആണോ? എല്ലാവരും പറയണം. ഈ ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ്സോടുകൂടി ഗ്രാഫിന്റെ സംശയങ്ങളും ഈ പാസ്കൽസ് ലോയും സെറ്റായില്ലേ? ഫാത്തിമ, പാസ്കൽ നിയമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു സ്ഥലത്ത് ഒരു ലിക്വിഡിന്റെ, ശ്രദ്ധിച്ചിരിക്കാം, ഒരു സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ആകെ പഠിക്കേണ്ട ഇക്വേഷൻ ഇത് മാത്രമാണ്. F2 = A2/A1 into F1 ആണ്. F1 എന്ന് പറഞ്ഞാൽ
സ്മോളർ ഏരിയയിലുള്ള ഫോഴ്സ് ആണ്. A1 എന്ന് പറഞ്ഞാൽ സ്മോളർ ഏരിയ ആണ്. A2 പറഞ്ഞാൽ ലാർജർ ഏരിയ ആണ്. F2 പറഞ്ഞാൽ ലാർജർ ഏരിയയിലെ ഫോഴ്സ് ആണ്. അത്രേ ഉള്ളൂ. പഠിച്ചോ? ഫാത്തിമ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് കാണാം. ഓക്കെ, സെറ്റ് ആക്കിയിട്ടുണ്ട്. 0.01/0.1 ആണ്, അല്ലാതെ 100/0.1 എന്നല്ലാന്നോ? അതെവിടെയാ ഞാൻ 100/0.1 എന്ന് എഴുതിയത് മോളെ? എവിടെയാടാ 100/0.1 എഴുതിയിട്ടില്ലല്ലോ ഞാൻ. 0.1/0.0 A2 എത്രയാടാ? 0.1 അല്ലേ? അനാമിക പറയുന്നതിന് പ്രശ്നമുണ്ട്. ഒന്നും കൂടെ നോക്കിക്കോ, നോട്ട് എടുത്ത് നോക്കിക്കോ, സ്റ്റെപ്പുകൾ എവിടെയാ തെറ്റിയെന്ന്. അനാമിക നോക്കൂ, ഇതിലെവിടെയാ മാറിപ്പോയത്? പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. പ്രശ്നമുണ്ടെങ്കിൽ പറയാം. ഓക്കെ, യെസ്. ആസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ്, വിസ്കോസിറ്റി ഡിക്രീസസ്. എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയും. അറിയാലോ? ഒരു ഹണി എടുത്ത് ചൂടാക്കുക, ചൂടുള്ള ഹണി സ്പീഡിൽ ഒഴുകുന്നത് കാണാം അല്ലെ? ടെമ്പറേച്ചർ ഇൻക്രീസസ്, വിസ്കോസിറ്റി ഡിക്രീസസ്. മക്കളെ, ഈ പ്രോബ്ലം കിട്ടിയില്ല എല്ലാവർക്കും? ഇതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ശരിയല്ലടാ? ഒന്ന് പറഞ്ഞേ, ഇത് ക്ലിയർ അല്ലേ? സമയം പോകുന്നു, വേഗം പറയൂ. നമുക്ക് 4 ചാപ്റ്റർ എടുക്കണമെന്ന്. വേഗം പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Okay. As the temperature of a liquid increases, ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയും. ഇതെല്ലാവർക്കും അറിയാം, ബന്ധം ചോദിക്കാറുണ്ട്. അടുത്തത്, ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് വിസ്കസ് ലിക്വിഡ്സ് ആൻഡ് മൊബൈൽ ലിക്വിഡ്സ്. വിസ്കോസിറ്റി കൂടിയ ലിക്വിഡുകളെ വിളിക്കുന്ന പേരാണ് വിസ്കസ്. ലിക്വിഡ് ഈസ് ഹാവിംഗ് ഹൈ വിസ്കോസിറ്റി. മൊബൈൽ ലിക്വിഡ് ഈസ് വെരി ലോ, വെരി ലെസ് വിസ്കോസിറ്റി ഉള്ള ആൾക്കാരാണ്. ലിക്വിഡ്സ് ഓഫ് ഗ്രേറ്റർ വിസ്കോസിറ്റി ആർ ദ വിസ്കസ് ലിക്വിഡ്സ് ആൻഡ് those very lower viscosity, those with very lower viscosity are called mobile liquids. ഓടിപ്പോകുന്ന മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ എവിടെയും നമുക്ക് വിളിക്കാം അല്ലെ? നമ്മൾ സ്പീഡിൽ ഓടുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മൊബൈൽ ഫോൺ എങ്കിൽ, സ്പീഡിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മൊബൈൽ ലിക്വിഡ് എന്ന് വിളിക്കും. സോ ഹണി എന്ന് പറയുന്നത് വിസ്കസ് ലിക്വിഡിന് എക്സാമ്പിൾ ആണ്. പെട്രോൾ എന്ന് പറഞ്ഞാൽ കെറോസിൻ പോലത്തെ സിമിലർ ആണ്. സിമിലർ ആയ ആളെ നമുക്ക് എന്ത് പറയണം? ഇത് മൊബൈൽ ലിക്വിഡ് ആണ്. ഗ്ലിസറിൻ ഈസ് എലിമെന്റ് വിസ്കസ്. ഇത് മൊബൈലാണ്. കെറോസിൻ മൊബൈലാണ്. കാസ്റ്റർ ഓയിൽ വിസ്കസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ? യെസ്, കറക്റ്റ്. കിട്ടിയല്ല, വേഗം എഴുതിയെടുക്കാം കേട്ടോ. ഇത് പഠിക്കണം. ചോദിക്കാറുണ്ട്, വിസ്കസ് ലിക്വിഡ്സ് എന്താണ്, മൊബൈൽ ലിക്വിഡ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 3 ആടാ, മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. കഴിയാറായിട്ടില്ല. ഇതിൽ കുറച്ച് കാര്യമുണ്ട്. ക്യാപിലാരിറ്റി ഒക്കെ പഠിക്കണ്ടേ നമുക്ക്? തീർന്നിട്ടില്ല. ഞാൻ എല്ലാം പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. വേണ്ടവരെല്ലാവരും ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. ഒന്നും മിസ്സാക്കുന്നില്ല. എല്ലാ ചോദ്യവും കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് ഞാൻ പോകുള്ളൂ. അത് എൻ്റെ ഒരു വാശിയാണെന്ന് വിചാരിച്ചോ. ഫോഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ്. ഇവിടെ എന്താണ്? ഡിഫറെന്റ് അല്ല. വെയിറ്റ്. ഫോഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് അല്ല. ഇവിടെ എന്താ വേണ്ടത്? സെയിം. ഇവിടെ എന്താ വേണ്ടത്? ഡിഫറെന്റ്. ഫോഴ്സ് ബിറ്റ്വീൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഈസ് കോൾഡ് കൊഹസീവ് ഫോഴ്സ് അല്ലെ? കൊഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ യെസ്, എന്താണ്? കൊഹസീവ് ഫോഴ്സ്. ഫോഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഈസ് കോൾഡ് അഡ്ഹസീവ് ഫോഴ്സ്. ഒരേ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ആണ് കൊഹസീവ് ഫോഴ്സ്. വ്യത്യസ്ത മോളിക്യൂൾ തമ്മിലുള്ളതാണ് അഡ്ഹസീവ് ഫോഴ്സ്. ഇത് പഠിച്ചല്ലോ? ഇതറിയാലോ? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? മനസ്സിലായില്ല? ഇത് ക്വസ്റ്റ്യൻ അല്ല. ഇത് ഞാനൊരു ടോപ്പിക് പറഞ്ഞതാ മക്കളെ. ക്വസ്റ്റ്യൻ അല്ല, ടോപ്പിക് ആണ്. A child sticks a wet paper on a wall. ഒരു കുട്ടി നനഞ്ഞ പേപ്പർ ചുമരിലൊട്ടിച്ച് കളിക്കുകയാണ്. Write the name of the force responsible for the paper to stick on the wall. വോളിൽ പേപ്പർ ഒട്ടിപ്പിടിക്കാൻ കാരണം 2 വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. അത് ഏത് ഫോഴ്സ് ആണ്?
അഡ്ഹസീവ് ഫോഴ്സ് ആണ്. അഡ്ഹസീവ് ഫോഴ്സ് ആണ്, അഡ്ഹീഷൻ ബലമാണ്. റൈറ്റ്, two more situations where the same force act. മറ്റ് രണ്ട് സന്ദർഭങ്ങൾ പറയുക എവിടെയെല്ലാമാണ് വ്യത്യസ്ത തരം തന്മാത്രകൾ തമ്മിൽ ആകർഷിക്കപ്പെടുന്നത്. ഒരു ഈർക്കിലി എടുത്തിട്ട് വെള്ളത്തിൽ താഴ്ത്തി വെക്കുക, ആ ഈർക്കിലിയിൽ വെള്ളം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ലേ? പണ്ട് മഴ മാപിനിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത് ആണോ? അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? അഡ്ഹസീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ. നമ്മൾ നോട്ട് എണ്ണാണ്, എണ്ണുമ്പോ തുപ്പല് കൂട്ടി ഇങ്ങനെ മറക്കുക. എന്താ പ്രത്യേകത? ആ നോട്ട് അല്ലെ മണി എന്ത് ചെയ്യും? നമ്മുടെ കയ്യില് വെറ്റ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കും. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ളതാണ് ചോക്ക് കൊണ്ട് ബോഡിയിൽ എഴുതാൻ സാധിക്കുന്നത്. അഡ്ഹഷൻ ബലമാണ്. When the midrib of a coconut leaf, ഒരു ഈർക്കിൽ എടുത്തിട്ട് വെള്ളത്തിൽ പെൻസിൽ എടുത്ത് വെള്ളത്തിൽ താഴ്ത്തി വെക്കുകയാണ്. അപ്പൊ എടുത്തു നോക്കുമ്പം അത് വാട്ടർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനെന്താ കാരണം? അഡ്ഹീഷൻ ബലമാണ്. When a piece of chalk is used on a blackboard, particles of the chalk stick on the board. ബോർഡിൽ എന്ത് ചെയ്യും? തപ്പിപ്പിടിക്കും അല്ലെ, പറ്റിയിരിക്കും. അതെന്താണ്? പീസ് ഓഫ് ചോക്ക് ഈസ് യൂസ്ഡ് ഓൺ എ ബ്ലാക്ക് ബോർഡ്. അഡ്ഹീഷൻ ആണ്. ഫിംഗേഴ്സ് ആർ വെറ്റഡ്, നനയ്ക്കുന്നു. പേജ് മറക്കുക. എത്ര പേജ് ഉണ്ട് അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിൽ അത് പേപ്പർ അല്ലെ മറയ്ക്കാൻ എളുപ്പത്തിനാണ്. സോ ഫിംഗേഴ്സ് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറൻസി നോട്ട്സ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ വെക്കും. മനസ്സിലായോ? കയ്യില് കൗണ്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് ചെയ്യുന്നത്. കൊഹസീവ് എക്സാമ്പിൾ പറയുന്നുണ്ട് അടുത്തതായിട്ട്. കൊഹസീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾസും കൂടെ പഠിച്ചോളൂ. ദ ടു ലിക്വിഡ് ഡ്രോപ്സ്, രണ്ട് ലിക്വിഡ് ഡ്രോപ്പുകൾ കൂടി ചേർന്ന് വലിയൊരു ലിക്വിഡ് ഡ്രോപ്പ് ആയി മാറുന്നു. കമ്പൈൻ. ഇതിന്റെ വേറൊരു വാക്കാണ് മക്കളെ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. കമ്പൈൻ. രണ്ട് വലിയ ലിക്വിഡ് ഡ്രോപ്പുകൾ കമ്പൈൻ ചെയ്ത് വലിയൊരു ഡ്രോപ്പായി മാറുന്നത് ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ്. അട്രാക്ഷൻ ബിറ്റ്വീൻ മെർക്കുറി മോളിക്യൂൾസ്. മോളിക്യൂൾസ് ഓഫ് മെർക്കുറി തമ്മിൽ കൂട്ടിമുട്ടുന്നത്, ഒന്നിച്ചാകുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? കൊഹിഷൻ ബലം, കൊഹസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ വൈഗാ ബിനു? കിട്ടുന്നുണ്ടോ? ഇതൊക്കെ പഠിച്ചിട്ട് പോണേ, ചോദിക്കോടാ. അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ. What is the reason for water to rise through the tube? ട്യൂബിലൂടെ വെള്ളം കയറാൻ കാരണം എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് ആണ്. എന്ത് ഫോഴ്സ് ആണ്? അഡ്ഹസീവ് ഫോഴ്സ് ആണ് ട്യൂബിലൂടെ വെള്ളം കയറി പോകാൻ കാരണം. If the tube is replaced by a tube of greater diameter കൂടുതലുള്ള മറ്റൊരു ട്യൂബാണ് വെക്കുന്നതെങ്കിൽ, വെരി ഗുഡ് ജെഫിൻ, സൂപ്പർ ആൻസർ. വാട്ടർ ലെവൽസ് എന്ത് ചെയ്യും? ലോവർ ചെയ്യും. എന്ത് ചെയ്യും? capillary rise decreases, water level will be less. വാട്ടർ ലെവൽ ഡിക്രീസസ്, താഴ്ന്നു വരും. കാരണം എന്താ? കാപ്പിലറി റൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ. ഡയമീറ്റർ കൂടുമ്പോൾ കാപ്പിലറി റൈസ് കുറയും. ആരാണ്? ഹാസിക്ക് പോയിട്ട് വരും കേട്ടോ. പ്രയർ ടൈം ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സമയം ആയതുകൊണ്ടേ. ഹാസിക്ക്, വാട്ട് ഈസ് ദ റീസൺ ഫോർ പ്ലോയിങ് ദ സോയിൽ ബിഫോർ സമ്മർ? മഴക്കാലത്ത് ഇങ്ങനെ വെട്ടിക്കളച്ചിടുക, തോട്ടം മൊത്തം കളച്ചിടുന്നത് കാണാം. അതിന് കാരണം എന്തായിരുന്നു? ആലോചിച്ച് വെക്ക. ഓക്കെ, ക്യാപ്പിലാരിറ്റി ആണ് മുകളിലേക്ക് വെള്ളം കയറാൻ കാരണം. അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് ആണെന്ന് തന്നെ എഴുതണം. അഡ്ഹസീവ് ഫോഴ്സ് മാത്രമേ ഇതേപോലെ അവിടെ നടക്കുന്നത് ക്യാപ്പിലാരിറ്റി ആണ്, ക്യാപ്പിലറി റൈസ് ആണ്. ആസ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ഇൻക്രീസസ്, ട്യൂബിന്റെ ഡയമീറ്റർ കൂടുമ്പോൾ ക്യാപ്പിലറി റൈസ് കുറയുന്നു. ഡയമീറ്റർ കൂടിയാൽ ക്യാപ്പിലറി റൈസ് ഡിക്രീസസ്. Capillary rise decreases. If we plow the soil നമ്മൾ ഇളക്കി മറിക്കുമ്പോൾ the distance between the soil particles increases. മണ്ണ് ഇളക്കി ഇടുമ്പോ മണ്ണിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം കൂടുന്നു, ഡിസ്റ്റൻസ് കൂടുന്നു. അപ്പൊ മണ്ണിന് വലിയ ഉണ്ടാകുന്ന കാപ്പിലറി ട്യൂബിന്റെ ഡയമീറ്റർ കൂടുന്നു. ശ്രദ്ധിക്കുക, മണ്ണ് കിളച്ചിടുമ്പോൾ സംഭവിക്കുന്നത് ഡയമീറ്റർ കൂടുന്നു. അതുകൊണ്ട് മണ്ണിന് മുകളിലേക്ക് വെള്ളം വന്ന് കയറി വരുന്നത് കുറയുന്നു. ഡയമീറ്റർ കൂടുമ്പോൾ കാപ്പിലറി റൈസ് കുറയുന്നു. മണ്ണിൽ നിന്നും ജലാംശം ആവിയായിട്ട് നഷ്ടപ്പെടുന്നില്ല. മണ്ണിൽ തന്നെ ജലാംശം സ്റ്റോർ ചെയ്തു വെക്കാൻ അത് സഹായിക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? ലാസ്റ്റ് സ്ലൈഡ് ഇതാ. മനസ്സിലായോ മക്കളെ?
മനസ്സിലായോ? ഓക്കെ, കിട്ടിയില്ലേ മക്കളെ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. കാണിച്ചു. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് n is 0.81 and that of y is 1. y എന്ന് പറയുന്ന ഒരാളും n എന്ന് പറയുന്ന ആളും ഉണ്ട്. y യുടെ റിലേറ്റീവ് ഡെൻസിറ്റി 0.81, സോറി, n ന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 0.81 ആണ്, y യുടെ 1 ആണ്. അപ്പൊ y യുടെ 1 ആണ്, 0.81 ആണ്. ഇതിൽ ഏത് ചിത്രമാണ് ശരി? ഏത് ചിത്രമാണ് ഇതിനെ കാണിക്കുന്നത്? വിച്ച് ഈസ് ദ കറക്റ്റ് ഫിഗർ? ഇതിൽ ഏതാണോ ശരി? റിലേറ്റീവ് ഡെൻസിറ്റി 1 ആയ ആളാണോ താഴെ നിൽക്കുക? റിലേറ്റീവ് ഡെൻസിറ്റി 1 എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി കൂടുതലാന്ന് അർത്ഥം. റിലേറ്റീവ് ഡെൻസിറ്റി കൂടി അവൻ താഴെയാ കിടക്കേണ്ടത്. സോ ഏത് ചിത്രമാണ് ശരി? എ ആണോ ശരി? എ ആണോ ശരി? എടാ, ഡെൻസിറ്റി കൂടുന്തോറും താഴ്ന്നല്ലേ പോകേണ്ടത്? 0.81. ഇത് കെറോസിനാണ്. ഈ കെറോസിൻ വെള്ളത്തിൽ പൊങ്ങിയല്ലേ കിടക്കുക. ഫിഗർ ബി ഈസ് ദ കറക്റ്റ് ഫിഗർ. എന്താ നിങ്ങൾക്ക് ലോജിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ ദേവിക? എടാ, 1 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി കൂടുതലല്ലേ? 0.81 എന്ന് പറഞ്ഞാൽ കുറവല്ലേ? കൂടുതൽ ഡെൻസിറ്റി ഉള്ള ആള് താഴ്ന്നല്ലേ കിടക്കുക. സോ ഫിഗർ ബി ഈസ് ദ കറക്റ്റ് ഫിഗർ. വിച്ച് ലിക്വിഡ് ഈസ് വൈ? റിലേറ്റീവ് ഡെൻസിറ്റി 1 ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി 1 ആയ ലിക്വിഡിന്റെ പേര്, റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു 1 ആയ ലിക്വിഡ് ഏതാണ്? വാട്ടർ ആണ്. വാട്ടർ ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി 1 ആയത് വാട്ടറിനാണ്. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി? ഹൈഡ്രോമീറ്റർ. ഏതാണ് മക്കളെ? ഹൈഡ്രോമീറ്റർ is the device used to measure the relative density. So figure B is correct. Relative density of Y is 1. Therefore liquid Y is water. അപ്പോൾ വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1 ആണെന്ന് പഠിച്ചു വെക്കണം. ഹൈഡ്രോമീറ്റർ is a device used to measure the relative density. കിട്ടുന്നുണ്ടോ? കിട്ടിയോ? അറിയാവുന്ന കോൺസെപ്റ്റിനെ തിരിച്ചും മറിച്ചും ചോദിക്കും. വലിയതേ കിട്ടിയോടാ? മനസ്സിലായോ? ജെഫിൻ, അൽമിറ, അബ്ദുൽ ഹാദി, യെസ്, അമല, ദേവിക, ഇപ്പൊ ശരിയായോ? അടുത്ത ചോദ്യം. Which of the following does not belong to group and write down the reason behind? ഹൈഡ്രോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം പാസ്കൽസ് ലോ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഹൈഡ്രോമീറ്റർ is the answer because hydrometer works on the principle of flotation. Others work on Pascal's law. എത്രയോ അമല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is correct related to capillarity? പറഞ്ഞോളൂ. ഫിഗർ സി ആണ് കറക്റ്റ്. കാരണം എന്താ? മെർക്കുറി ആണിത് അല്ലെ. മെർക്കുറി ആണെങ്കിൽ ഇങ്ങനെയല്ല നിൽക്കാം, മെർക്കുറി തിരിച്ചാ നിൽക്കാം. സോ ഇതാണ് ശരി. ഫിഗർ സി ആണ് ശരി, ബാക്കി എല്ലാം തെറ്റാണ്. ഫിഗർ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇതെന്തുകൊണ്ടെന്ന് അറിയാലോ? വെള്ളം. ഇത് ഏതാ? എക്സാമ്പിൾ ഏതാ? വാട്ടർ സർഫസ് എടുക്കുക. വാട്ടർ സർഫസിന്റെ അഡ്ഹീഷൻ. എടാ, ഒരു വാട്ടർ സർഫസില് എന്തുകൊണ്ടാ വെള്ളത്തിന്റെ അറ്റം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്? നടുഭാഗം കുഴിഞ്ഞും അറ്റം പൊങ്ങിയിരിക്കാൻ കാരണം എന്താ? ഈ അറ്റത്തുള്ള ആൾക്കാർക്ക് എന്തുണ്ട്? അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ട്. ഈ അഡ്ഹിഷൻ ബലം കാരണമാണ് അറ്റഭാഗം പൊങ്ങിയിരിക്കുന്നത്. ട്യൂബിലേക്ക് അട്രാക്ട് ചെയ്തിട്ടാണ് പൊങ്ങിയിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ, ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത ചിത്രം ശ്രദ്ധിക്കുക. ഒബ്സർവ് ദ ഫിഗേഴ്സ്. എ ആൻഡ് ബി ആർ 2 liquids taken in 2 beakers. 2 capillary tubes of same radius are dipped in them. റേഡിയസ് സെയിം ആണ്. മെർക്കുറിയും കാണിച്ചിട്ടുണ്ട്, വാട്ടറും കാണിച്ചിട്ടുണ്ട്. ഏതിനാണ് കോഹസീവ് ഫോഴ്സ് കൂടുതൽ? ഒബ്വിയസ് ആയിട്ടും ഏതിനായിരിക്കും? മെർക്കുറി. മെർക്കുറിക്കാണ്. സ്വന്തം മെർക്കുറി സെൽഫ് ലെവലിന്റെ ആളാന്ന് പറഞ്ഞിരുന്നു. സ്വന്തം മോളിക്യൂൾസിന് ഇഷ്ടമുള്ള ആളാണ് മെർക്കുറി. സോ മെർക്കുറിക്കാണ് ഗ്രേറ്റർ കോഹസീവ് ഫോഴ്സ്. What is the relation between diameter and capillary rise? As the diameter increases, capillary rise decreases. അല്ലേ? ഡയമീറ്റർ കൂടിയാൽ capillary rise കുറയും. ഡയമീറ്റർ കൂടിയാൽ capillary rise കുറയും. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഡയമീറ്റർ കൂടിയാൽ capillary rise കുറയും. യെസ്. Capillarity is inversely, കണ്ടോ? ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഡയമീറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു
1 by capillarity. അല്ലേ? capillary rise കൂടിയാൽ diameter കുറയും. Yes. Cohesive ഫോഴ്സും adhesive ഫോഴ്സും പറഞ്ഞതാണ്. Cohesive എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the force of attraction between two molecules of the same type. Proportional അല്ല, proportional എന്നാണ് എഴുതേണ്ടത്. 1 അല്ലേടാ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതല്ലേ എഴുതി വെച്ചേക്കുന്നതാ? എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയണം, പ്രൊപ്പോർഷണൽ അല്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു മോളിക്യൂൾസ് ഓഫ് ദ സെയിം ടൈപ്പ്, ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് കോഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം പെൻസിലിനെ ആകർഷിക്കുന്ന, അങ്ങനെ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അഡ്ഹസീവ് ഫോഴ്സ്. സെയിം മോളിക്യൂൾസ് ഒരേപോലെ. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ഇന്ത്യക്കാർക്ക് പരസ്പരമുള്ള സ്നേഹം കോഹസീവ് ഫോഴ്സ് ആണ്. ഇന്ത്യക്കാരന് ഒരു ഫോറിനറിനോട്, അമേരിക്കക്കാരൻ വരുമ്പോഴുള്ള സ്നേഹം ഏതാണ്? അഡ്ഹസീവ് ഫോഴ്സ്. ഒരേ തരം ആൾക്കാരല്ല, വേറെ ഏതോ മനുഷ്യനോടുള്ള ഇഷ്ടമാണ്. യെസ്. In the given figure, liquid A and liquid B are taken in two test tube. Okay. ഇതിൽ ഏതിനാണ് കൂടുതൽ അഡ്ഹസീവ് ഫോഴ്സ്? എക്കാണോ ബിക്കാണോ അഡ്ഹസീവ് ഫോഴ്സ് കൂടുതൽ? പറയൂ. എക്കാണോ ബിക്കാണോ കൂടുതൽ അഡ്ഹസീവ് ഫോഴ്സ്? അഡ്ഹസീവ് ഫോഴ്സ് ആർക്കാ കൂടുതൽ? വെരി ഗുഡ്, എക്കാണ് അഡ്ഹസീവ് ഫോഴ്സ് കൂടുതൽ. Among the two, which liquid shows capillary depression? Mercury. ഈ ക്വസ്റ്റ്യൻ ആണോ ഒന്നുകൂടി കാണിക്കണ്ടേ? ഇതിനെ ആയിരിക്കും. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ അർച്ചന, ഇതേതാണ്? ലിക്വിഡ് ബി ആണ്. ഡിപ്രഷൻ കാണിക്കുന്നത് ബി ആണ്. മെർക്കുറി ഭയങ്കര ഡിപ്രഷനിലാണ് എന്ന് പഠിച്ചിരുന്നു അല്ലെ? യെസ്. അടുത്ത ചോദ്യം. On immersing a hydrometer in a liquid, the reading was observed as 1.025. What does 1.025 indicate? ഏതാണ്? റിലേറ്റീവ് ഡെൻസിറ്റി ആണ് കാണിക്കുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ആണ് ഇത് കാണിക്കുന്നത്. ഹൈഡ്രോമീറ്റർ ഈസ് ഡെപിക്റ്റഡ് എക്സ് ആൻഡ് വൈ അല്ലെ? എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്. എക്സ് ആണോ വൈ ആണോ 1.025 കാണിക്കുക മക്കളെ? വൈ ആയിരിക്കും 1.025 കാണിക്കുക. കാരണം താഴേക്ക് പോകും തോറും ഇൻക്രീസസ് ടുവേർഡ്സ് ബോട്ടം. പഠിച്ചിട്ടില്ലേ? ഹൈഡ്രോമീറ്ററിൽ താഴേക്കാണ് കൂടി വരുന്നത്. അപ്പൊ മുകളിലേക്കല്ല കൂടി വരുന്നത്, താഴേക്കാണ് റീഡിംഗ് കൂടി വരുന്നത്. സോ ഇൻക്രീസസ് ടുവേർഡ്സ് ബോട്ടം. അപ്പൊ 1.025 മുകളിലല്ല കിട്ടുക, താഴെയായിരിക്കും കിട്ടുക. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ. 1.025 indicates the relative density of liquid. Why will represent reading 1.025 in the hydrometer? Because in hydrometer readings increases towards bottom. അപ്പൊ താഴേക്ക് വരുമ്പോഴാണ് റീഡിംഗ് കൂടി കൂടി വരുന്നത്. കൂടുതൽ റീഡിംഗ് താഴെയായിരിക്കും കാണിക്കേണ്ടത്, കുറവ് റീഡിംഗ് മുകളിലായിരിക്കും കാണിക്കുക. അങ്ങനെ പഠിച്ചു വെച്ചു. റീസൺ ഒക്കെ പറഞ്ഞിരുന്നു. An object will experience buoyancy on immersing in a fluid. What are the factors affecting buoyancy? Density of the liquid and volume of the object. Density of the liquid and volume of the object are the factors influencing buoyancy. Buoyancy സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ലിക്വിഡിന്റെ ഡെൻസിറ്റിയും വോളിയവും ഒബ്ജക്റ്റിന്റെ വോളിയവും. അടുത്തത്, which of the following is correct figure? നേരത്തെ പറഞ്ഞിരുന്നു മക്കളെ, ഹണി ഡെൻസിറ്റി കൂടുതലാണ്. ഹണിക്ക് ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടിയവൻ താഴെ. ഡെൻസിറ്റി കൂടിയാൽ താഴെ കിടക്കണം. അപ്പൊ താഴെ കിടക്കുന്ന ചിത്രമായിരിക്കും ശരി. ഫിഗർ എ ഈസ് കറക്റ്റ്. ഫിഗർ എ ഈസ് കറക്റ്റ്. ഫസ്റ്റ് ഫിഗർ ഈസ് കറക്റ്റ്. ഡെൻസിറ്റി കൂടിയവൻ താഴെ, ഡെൻസിറ്റി കുറഞ്ഞ കെറോസിൻ മുകളിൽ. അല്ലെ? വെള്ളത്തിൽ കെറോസിൻ പൊങ്ങിക്കിടക്കില്ലേ, അതുപോലെ. യെസ്. അടുത്ത ചിത്രം. Analyze the position of an object in a liquid shown in the figure. Correct ഏതാണ് സർ? പേരൊന്ന് മാറ്റണേ. Weight of the object is more than density. ഇവിടെ വെയിറ്റ് കൂടുതലാണോ? ആലോചിച്ച് നോക്കൂ. ഇതിന്റെ ഉത്തരം ഏതായിരിക്കും? ഉത്തരം പറയൂ.
ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ആണോ? ശരിയല്ലേ? ഒന്നുകിൽ താണു പോകണം. ഡെൻസിറ്റി കൂടിയാൽ അത് താഴ്ന്നു പോകും, ഡെൻസിറ്റി കുറഞ്ഞാൽ പൊങ്ങിക്കിടക്കും, നടുക്കാൻ നിൽക്കുന്നത്. സോ രണ്ടിന്റെയും ഡെൻസിറ്റി ഈക്വൽ ആവുമ്പോഴാണ് മിഡിൽ പോർഷനിൽ നിൽക്കാം. മിഡിൽ നിൽക്കുന്നതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. പഠിച്ചു വെക്കണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ. സെന്ററിൽ നിൽക്കുന്നുണ്ട്. ധാരാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. ദ ഫിഗർ ഷോസ് ആൻ അറേഞ്ച്മെന്റ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി. ഇവന്റെ പേരെന്താടാ? ഇവന്റെ പേരാണെടാ ഹൈഡ്രോമീറ്റർ. മക്കളെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ബ്രേക്ക് തന്നാ പോരെ? ഈ ചാപ്റ്റർ ഒന്ന് തീർത്തിട്ട് ബ്രേക്ക് തരാം. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യന്റെ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാണ്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് വേഗം പറഞ്ഞു പോവാട്ടോ, കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ. ഡിവൈസ് എന്താണ്? ഹൈഡ്രോമീറ്റർ ആണ്. വാട്ട് വിൽ ബി ദ റീഡിംഗ് വെൻ ദിസ് ഡിവൈസ് ഇസ് ഡിപ്ഡ് ഇൻ വാട്ടർ? വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ റീഡിംഗ് 1 ആണെന്ന് നമ്മൾ കണ്ടിരുന്നു. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ 0.81 ആണെങ്കിൽ യെസ്. ഓക്കെ, ഇതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം മക്കളെ. ഡെൻസിറ്റി ഇക്വേഷൻ എഴുതിക്കോളൂ. റിലേറ്റീവ്, വെരി ഗുഡ് ജഫിൻ. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഓർമ്മയുണ്ടോ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ, ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇവിടെ ക്ലിയർ ആയില്ലെങ്കിൽ അപ്പുറത്ത് കാണിച്ചു. സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി അറിഞ്ഞൂടാ. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ്. 0.81 ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. ശ്രദ്ധിച്ചിരിക്കുക, ഇക്വേഷൻ ഇതാണ് മക്കളെ. ഇപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് റിലേറ്റീവ് ഡെൻസിറ്റി 0.81 ആണ്. സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് അറിഞ്ഞൂടാ. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m³. പഠിച്ചു വെച്ചോളൂ. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 kg/m³. അപ്പൊ ഈ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കിട്ടാൻ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് എഴുതണേ പരീക്ഷയ്ക്ക്. സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0.81 × 1000. എത്ര കിട്ടും? 810. 810 യൂണിറ്റ് എന്താ? kg/m³. 810 kg/m³ ആയിരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഇസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിനെ വാട്ടറിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സ്റ്റെപ്പ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നാലും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് 0.81 തന്നിട്ടുണ്ട്, ഈക്വൽ ടു സബ്സ്റ്റൻസിന്റെ ഡിവൈഡ് ബൈ 1000. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് കണ്ടുപിടിക്കാൻ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.81 1000 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 1 സ്ഥാനം വലത്തേക്ക്, 3 സ്ഥാനം വലത്തേക്ക് മാറ്റി കുത്തിടുക. അപ്പൊ 810 ആണ് കിട്ടുക. 810 ശരിയല്ലേ? യെസ്. അടുത്തത്, അലൂമിനിയം ഫോയിൽ ഇൻ ദ ഫോം ഓഫ് വെസൽ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ ബട്ട് ഫോയിൽ വെൻ ഫോൾഡഡ്. നീട്ടി നിവർത്തി വെച്ചിരിക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ആരതി? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നോക്കടാ, ഇതും ഡെൻസിറ്റി kg/m³ ബൈ kg/m³. നോ യൂണിറ്റ്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഡെൻസിറ്റിയുടെ യൂണിറ്റ് kg/m³ ആണ്. അലൂമിനിയം ഫോയിൽ ഇൻ ദ ഫോം ഓഫ് എ പേപ്പർ. ഒരു പേപ്പറിന്റെ ഫോമിൽ അല്ലെങ്കിൽ വെസലിന്റെ ഫോമിൽ പരന്നിരിക്കുമ്പം അതിനെന്ത് കൂടുതലാ? നല്ല വോളിയത്തിൽ ഇരിക്കുമ്പം അവൻ പൊങ്ങിക്കിടക്കും. വോളിയം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? താഴ്ന്നു പോകും. ആണോ? സോ ഈസ് ദർ എനി ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഓഫ് അലൂമിനിയം ഫോയിൽ? ഡെൻസിറ്റിയിലല്ല മാറുന്നത്, പക്ഷേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുട്ടി വെച്ചിരിക്കുന്ന അലൂമിനിയം ഫോയിൽ വെള്ളത്തിൽ താഴ്ന്നു പോകും. എന്താ കാരണം? വാട്ട് ഈസ് ദ റീസൺ ഫോർ അലൂമിനിയം ഫോയിൽ വെസൽ ടു ഫ്ലോട്ട് ഓൺ എ ലിക്വിഡ് ആൻഡ് ദ ഫോൾഡഡ് ഫോയിൽ സിങ്ക്? എന്ന് പറഞ്ഞാല് ചുരുട്ടി വെച്ചിരിക്കുന്ന അലൂമിനിയം ഫോയിൽ വെള്ളത്തിൽ താഴ്ന്നു പോകും. എന്തുകൊണ്ടാ? വോളിയം കൂടുമ്പോൾ ബോയൻസി കൂടും, പൊങ്ങിക്കിടക്കും. വോളിയം കുറഞ്ഞാൽ ബോയൻസി കുറയും, താഴ്ന്നു പോകും. ലെസ് ബോയൻസി, വോളിയം വിൽ ബി ലെസ് ബോയൻസി ആൻഡ് ചുരുട്ടി പിടിച്ചാൽ സിങ്ക് ചെയ്യും. പിന്നെയോ, ഈ ഫോൾഡഡ് അലൂമിനിയം ഫ്ലോട്ട്സ് ഓൺ എ ലിക്വിഡ്. ഫോൾഡഡ് അലൂമിനിയം ലിക്വിഡിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആൻഡ് ദാറ്റ് ഓഫ് അലൂമിനിയം? പൊങ്ങി കിടക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഹയർ. ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലും വസ്തുവിന് ഡെൻസിറ്റി കുറവും.
അല്ലെങ്കിൽ വസ്തുവിന് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അത് താഴ്ന്നു പോകണം. വസ്തുവിന്റെ ഡെൻസിറ്റി കൂടിയാൽ അവൻ താഴ്ന്നു പോകും. മനസ്സിലായോ? സിങ്ക് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും, സിങ്ക് ചെയ്യുന്നില്ലെങ്കിൽ ഡെൻസിറ്റി കുറവായിരിക്കും. യെസ്, okay. X and Y are liquids taken in a beaker. Y is water. What will be the relative density of X? മക്കളെ, Y വാട്ടർ ആണെങ്കിൽ മുകളിൽ ഇരിക്കുന്ന ആളുടെ ഡെൻസിറ്റി കുറവല്ലേ? അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി വിൽ ബി ലെസ് ദാൻ 1. മനസ്സിലായോ? താഴെ ഇരിക്കുന്ന ആൾക്ക് ഡെൻസിറ്റി കൂടുതൽ, മുകളിൽ ഇരിക്കുന്ന ആൾക്ക് ഡെൻസിറ്റി കുറവ്. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി കുറവല്ലേ കിട്ടുക? മണ്ണെണ്ണ പോലുള്ള സാധനങ്ങള്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കൂടാ. അടുത്ത ചോദ്യം, ടാബുലേറ്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻടു 2. Adhesive force is greater than cohesive force and cohesive force is greater than adhesive force. Fingers wetted while counting currency notes, adhesive force. Water will stick onto the colloquial leaf, will not stick. വാട്ടറിന് വേറൊരു സ്ഥലത്ത് ഒട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, cohesive force. We can write on blackboard, adhesive force. Water drops are spherical in shape. ഏതാണ്? ശരിക്കും സർഫസ് ടെൻഷൻ കാരണമാണ്, പക്ഷെ ഉരുണ്ടുകൂടി സ്വന്തം മോളിക്യൂൾസ് തമ്മിലുള്ള ഇഷ്ടം കൊണ്ടാണ് വട്ടത്തിലാവുന്നത്. cohesive force greater than adhesive force. ടേബിള് നോക്കി വെക്കാം, ടേബിള് നോക്കാം. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. ഇനി വിസ്കസ് ഫോഴ്സ് ആണ്. ബിറ്റ്വീൻ ദ ലേയേഴ്സ് ഓഫ് ലിക്വിഡ് ഇൻ മോഷൻ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുഴയാണെങ്കിൽ ലിക്വിഡിന്റെ ലേയേഴ്സ് ആയിട്ടായിരിക്കും ലിക്വിഡ് ഉണ്ടാവുക. ഈ ലേയേഴ്സ് തമ്മിൽ എന്തുണ്ട്? ഒരു ലെയർ മറ്റൊരു ലെയറിന്റെ മുകളിൽ കൂടെ തെന്നുന്ന സമയത്ത് അവിടെ റിലേറ്റീവ് മോഷനെ തടയുന്ന തരത്തിലുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. ഓക്കെ, what is viscosity? Viscosity is the characteristic property of a liquid to oppose the relative motion. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്, ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. ആ വിസ്കസ് ഫോഴ്സ് കാണിക്കാനുള്ള കഴിവിനെയാണ്, പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. ലിക്വിഡ്സിന്റെ ലേയേഴ്സ് തമ്മിൽ ഈ ലെയറിന്റെ മേലെ ഇത് നീങ്ങുന്ന സമയത്ത് റിലേറ്റീവ് മോഷനെ തടയുന്ന തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് വിസ്കോസിറ്റി. Find out the reasons for the following. Honey will not flow like water. ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. Kerosene lamp oil rise upwards. Capillary rise. തിരിയിലൂടെ എന്ത് പോകുന്നുണ്ട്? മണ്ണെണ്ണ കയറാൻ കാരണം എന്താണ്? ക്യാപ്പില്ലറി റൈസ് ആണ്. ഇതെന്താണ്? വിസ്കോസിറ്റി. ഇവിടെ എന്താണ്? മെർക്കുറി ഷോസ് ക്യാപ്പില്ലറി ഡിപ്രഷൻ. കോഹസീവ് ഫോഴ്സ് ആണ്. എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിസ്കോസിറ്റി ഓഫ് ഹണി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വിസ്കോസിറ്റി കൂടിയാൽ കുറച്ചേ ഒഴുകുള്ളൂ. ഓയിൽ റൈസ് അപ്വേർഡ്സ് ത്രൂ ദ വിക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്യാപ്പില്ലറി റൈസ്. യെസ്, അതെന്താണ്? ക്യാപ്പില്ലറി റൈസ് ആണ്. അഡ്ഹസീവ് ഫോഴ്സ് ആണ് കാരണം. മെർക്കുറി ഈസ് ഹാവിംഗ് ഗ്രേറ്റർ കോഹസീവ് ഫോഴ്സ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മെർക്കുറി ക്യാപ്പില്ലറി ഡിപ്രഷൻ കാണിക്കുന്നത്. മനസ്സിലായില്ലേ മക്കളെ? എളുപ്പല്ലേ? അടുത്തത്, സ്മോളർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സ്ഫെറിക്കൽ ഷേപ്പ് കാണിക്കാൻ കാരണം സർഫസ് ടെൻഷൻ ആണ്. കോഹസീവ് ഫോഴ്സ് തന്നെയാണ് അവിടെ. സർഫസ് ടെൻഷൻ കാരണമാണ്. Name the law which relates force of buoyancy and weight of displaced liquid. ഏതാണ്? ആർക്കിമെഡീസ് പ്രിൻസിപ്പിൾ ആണ്. സ്റ്റേറ്റ് ദ എബോവ്. ഡിസ്പ്ലേസ്ഡ് ലിക്വിഡും ബോയൻസിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ആള്. Buoyancy is equal to weight of water overflowed. Weight of the liquid displaced. Archimedes principle ആണ്. When an object is immersed partially or completely in a fluid, buoyancy experienced by it will be equal to weight of the fluid displaced. അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ആർക്കിമെഡീസ് പ്രിൻസിപ്പിൾ. Define capillarity. Capillarity ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. The rise or depression of a liquid in a narrow tube or minute hole. ഒരു മൈന്യൂട്ട് ഹോളിലൂടെയോ നാരോ ആയിട്ടുള്ള ട്യൂബിലൂടെയോ
ലിക്വിഡ് റൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാപിലാരിറ്റി എന്ന് പറയുന്നത്. ഡയമീറ്റർ ഓഫ് ലിക്വിഡ് ആണ് ക്യാപിലാരിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ. ഡയമീറ്റർ. മെർക്കുറിയുടെ ക്യാപിലാരിറ്റി കാണിക്കുന്ന ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. എങ്ങനെ വരയ്ക്കൂടാ? ഇങ്ങനെ വരയ്ക്കണം. മെർക്കുറിയുടെ ക്യാപിലാരിറ്റി കാണിക്കുന്ന ചിത്രം. ക്യാപിലാരിറ്റി എന്താന്ന് നോക്കണം. ഡിഫൈൻ ക്യാപിലാരിറ്റി പറഞ്ഞു. ലിക്വിഡിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡയമീറ്റർ ആണ് ക്യാപിലാരിറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടർ. ഇങ്ങനെ ഇരിക്കും മെർക്കുറിയുടെ ചിത്രം അല്ലെ. കൊഹസീവ് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. യെസ്, കിട്ടിയില്ലേ? അടുത്തത് ക്യാപിലറി റൈസ് എന്താണ്? ക്യാപിലറി ഡിപ്രഷൻ എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ് കൂടുമ്പോൾ ഒരു മോളിക്യൂളിന് മറ്റൊരു മോളിക്യൂളിനോട് സ്നേഹം വരുമ്പോൾ കയറി പോകും. ക്യാപിലറി റൈസ് നടക്കും. ഒരു മോളിക്യൂളിന് വേറൊരാളോട് സ്നേഹമില്ല, സ്വന്തമായിട്ട് സ്നേഹമേ ഉള്ളൂ എങ്കിൽ എന്തു പറയാം? അഡ്ഹസീവ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ കൊഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതലാണ് തമ്മിലുള്ള സ്നേഹമെങ്കിൽ ക്യാപിലറി ഡിപ്രഷൻ നടക്കും. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഇത് വാട്ടർ ആണ്. The figure below shows the motion of 3 liquid drops simultaneously across a line. ഒരു ലൈനിലൂടെ എന്ത് ചെയ്യാണ്? പല ലിക്വിഡ്സും എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ചോദ്യം ഇതാണ്, ഇഫ് കെറോസിൻ, വാട്ടർ ആൻഡ് ഹണി. മക്കളെ, ഇവിടെ കെറോസിനും വാട്ടറും ഹണിയും ഉണ്ട്. എ ആണോ കെറോസിൻ, ബി ആണോ കെറോസിൻ, സി ആണോ കെറോസിൻ? ഇതിൽ കെറോസിൻ ഏതാണ്? ഏറ്റവും വേഗം ഒഴുകിയിരിക്കുന്നവൻ കെറോസിൻ. കെറോസിൻ എ കെറോസിൻ ആണ്. ബി ആരാണ്? വാട്ടർ ആണ്. സി ആരാണ്? ഹണിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും മെല്ലെ വരുന്നവൻ ഹണി, കുറച്ച് സ്പീഡിൽ പോകുന്നവൻ വാട്ടർ, ഏറ്റവും സ്പീഡിൽ പോകുന്നവൻ കെറോസിൻ. സോ നെയിം the forces that cause the difference. Viscosity അല്ലെങ്കിൽ viscous force ആണ്. Force. Define the above mentioned force. Viscous force is the അല്ലേ എന്താണ്? Frictional force between the layers of the liquid which opposes the relative motion അല്ലേ. Which are the mobile liquids? എടാ ഏതൊക്കെയാ മൊബൈൽ ലിക്വിഡ്സ്? കെറോസിനും വാട്ടറും. കെറോസിൻ ആൻഡ് വാട്ടർ മൊബൈൽ ഓടിക്കളിക്കുന്നത് അല്ലേ. യെസ്, എല്ലാ ആൻസേഴ്സും ഇവിടെ ഉണ്ട്, ചോദ്യവുമുണ്ട്. ഈ ചോദ്യം വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് കാണാം. കിട്ടുന്നുണ്ട് എല്ലാവർക്കും? എളുപ്പമുള്ള ചോദ്യമാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഏറ്റവും സ്പീഡിൽ ഒഴുകുന്നവൻ കെറോസിൻ, പിന്നെ മെല്ലെ ഒഴുകുന്നത് എന്താണ്? വാട്ടർ ആണ്. ഏറ്റവും പുറകെ വരുന്നത് ഹണിയാണ്, വിസ്കോസിറ്റി കൂടിയവൻ. യെസ്, എഴുതിയെടുക്കണം. ഇവിടെ പാസ്കൽസ് ലോയുടെ ഒരു ചോദ്യം കൂടി ഉണ്ട്, നേരത്തെ നമ്മൾ കണ്ടതാണ്. എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ഡിസൈൻഡ് ടു ലിഫ്റ്റ് എ വെഹിക്കിൾ വിത്ത് എ മാക്സിമം വെയിറ്റ്. അപ്പൊ F2 എത്രയാടാ? If the piston attached to platform with a vehicle placed as an area, A2 എത്രയാണ്? പ്രഷർ കണ്ടുപിടിച്ച മതി. പ്രഷർ കണ്ടുപിടിക്കൂ. പ്രഷർ F2ഉം A2ഉം തന്നിട്ടുണ്ട്. F/A ചെയ്താൽ പ്രഷർ കിട്ടും. ആൻസർ ഉണ്ട്, നേരത്തെ ചെയ്ത അതേപോലെയാണ്. F/A ചെയ്താൽ പ്രഷർ കിട്ടും. F/A ചെയ്താൽ പ്രഷർ കിട്ടും. എന്താണ്? F/A ചെയ്താൽ പ്രഷർ കിട്ടും. ലൈവ് പോകുന്നുണ്ടല്ലോ ദേവിക? ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നേരത്തെ ചെയ്ത സിമിലർ ചോദ്യമാണ്. ഓക്കെ, 30,000/0.6. അപ്പൊ 10 കൊണ്ട് ഗുണിക്കുക, 10 കൊണ്ട് ഹരിക്കുക, 10 കൊണ്ട് ഗുണിക്കുക, 10 കൊണ്ട് ഹരിക്കുക. അപ്പൊ കിട്ടുന്നത് എത്രയായിരിക്കും? 50,000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ പാസ്കൽ ആയിരിക്കും. പാസ്കൽ എന്നും വേണം. യെസ്, ഇപ്പൊ 5 മണിക്ക് ഡെൻസിറ്റി, 5 മണിക്ക് ബ്രേക്ക് ഉണ്ട്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എഥനോൾ ഈസ് 789 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കാൽക്കുലേറ്റ്സ് ഇസ് റിലേറ്റീവ് ഡെൻസിറ്റി. കണ്ടുപിടിച്ചോളൂ. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കൂ. Density of ethanol by density of water 0.789. ഇത് എന്തൊരു എളുപ്പമല്ലേ ചെയ്യാൻ.
ട്രിക്ക് അറിഞ്ഞാൽ മതി. ഒറ്റയടിക്ക് 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റുക. ഗൗരി കറക്റ്റ്. 0.789 കിലോഗ്രാം, സോറി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ല, വെരി സോറി, യൂണിറ്റ് ഇല്ല. റിലേറ്റീവ് ഡെൻസിറ്റി ആണ്, യൂണിറ്റ് ഇല്ല കേട്ടാ, യൂണിറ്റ് ഇല്ല. ഓക്കെ അല്ലേ? യെസ്, കാണുമല്ലോ. ദൈവിക എന്താണെന്നറിയില്ല. ഒബ്സർവ് ദ ഫിഗേഴ്സ്. ഇതിൽ ഏതാണ് ശരി? നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഫിഗർ ആണ്. മെർക്കുറി ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണ്, വെള്ളം ഇങ്ങനെ കാണിക്കുന്നത് അല്ല, മെർക്കുറി ഇങ്ങനെ കാണിക്കുന്നത് തെറ്റാണ്, മെർക്കുറി ഇതൊരിക്കലും മുന്നിലേക്ക് പോയില്ല, തെറ്റാണ് അല്ലെ? ബി ആണ് ശരി. ഡ്രോ ദ ഫിഗർ ഷോയിങ് ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് വെൻ ദ മെർക്കുറി ഈസ് റീപ്ലേസ്ഡ് ബൈ വാട്ടർ. എടാ, വാട്ടറിനെ വെച്ച് റീപ്ലേസ് ചെയ്താ വാട്ടറിന് അഡ്ഹസീവ് ഫോഴ്സ് കൂടുതലാണ്. കർവ് ഇങ്ങനെ വരും. ദിസ് ഈസ് ദ ചിത്രം ഫോർ വാട്ടർ അല്ലെ? യൂണിറ്റ് ഇട്ടോ നേരത്തെ? യൂണിറ്റ് ഇല്ല, ഞാൻ നേരത്തെ ചെയ്തതിൽ ഇട്ടു. എവിടെയാടാ യൂണിറ്റ് ഇട്ടത്? എടാ, അതില് യൂണിറ്റ് ഇട്ടില്ല, ഇവിടെയല്ലേ ഇട്ടത് മിസ്. ഇവിടെ യൂണിറ്റ് ഉണ്ട്. ഞാൻ 1000 കിലോഗ്രാം പെർ മീറ്റർ. ആരതി ഇതാണോ? ആരതി, ഇതിൽ ഞാൻ യൂണിറ്റ് ഇട്ടിട്ടില്ലല്ലോ. അത് 1000ന്റെ യൂണിറ്റ് ആണ്. ആരതിക്ക് ക്ലിയർ ആയോ? ആരതി ഇട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, യൂണിറ്റ് ഇല്ല കേട്ടോ. ഇതില് 810 അല്ലേ ആൻസർ? യെസ്, അവിടെ 810 ആയിരുന്നു. ഇപ്പൊ 0.789. എടാ 810 ഡെൻസിറ്റിയാ. ഡെൻസിറ്റിക്ക് യൂണിറ്റ് വേണം. എന്റെ അർച്ചന, മിസ് അത് പറഞ്ഞു തന്നില്ലേ? ഇവിടെ പോയടാ ചോദ്യം. എടാ, ഡെൻസിറ്റിക്ക് യൂണിറ്റ് വേണം. 810 ആൻസർ കിട്ടിയപ്പോ യൂണിറ്റ് ഇട്ടു. അത് റിലേറ്റീവ് ഡെൻസിറ്റി അല്ല, അവന്റെ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയാ. എന്താണ് കണ്ടോ? റിലേറ്റീവ് ഡെൻസിറ്റി. ഇപ്പൊ മനസ്സിലായോ അർച്ചനക്ക്? എവിടാടാ എന്റെ ചോദ്യം? ഓക്കെ, അപ്പൊ മെർക്കുറിനെ വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്താൽ കിട്ടുന്ന ഫിഗർ ഇങ്ങനെ ആയിരിക്കും. വാട്ടറിന് സോറി, ആരതിയാണ്. ആരതിക്ക് ക്ലിയർ ആയി. ഓക്കെ ആരതി, ബ്രേക്ക് എന്റെ പൊന്നെ, ബ്രേക്ക്. എ പേഴ്സൺ അഫക്റ്റഡ് ബൈ, ഇതും കൂടെ പറഞ്ഞിട്ട് ബ്രേക്ക്. ഇലക്ട്രിക് ഷോക്ക് മസ്റ്റ് ബി മസാജ്ഡ്. ഒരാൾക്ക് ഷോക്ക് അടിച്ചാൽ പോയി മസാജ് ചെയ്യുക, കൊല്ലരുത് അല്ലെ? മസാജ് ചെയ്തിട്ട് നല്ല ശരിയാക്കിയതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്തിനാ മസാജ് ചെയ്യുന്നത്? നമുക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നു, നമ്മുടെ ബോഡി അങ്ങ് തണുക്കുക ചെയ്യുക. ബോഡി അങ്ങ് തണുപ്പ്, പെട്ടെന്ന് ശരീരമൊക്കെ തണുക്കും. തണുപ്പ് ആവുമ്പോൾ വിസ്കോസിറ്റി കൂടും, ബ്ലഡിന് ഒഴുകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൂട്ടി കൂട്ടി മസാജ് ചെയ്ത് കൊടുക്കുന്നു. ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു, രക്തം ഒഴുകി തുടങ്ങുന്നു. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ മൊത്തം. ഇത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് കാണാം. ഓക്കെ, ഒരു 10 മിനിറ്റ് ബ്രേക്ക്. 5:10 തിരിച്ചു വരണം. ഈ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അതൊന്ന് ഓടിച്ച് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി? യെസ്, 5:10 തിരിച്ചു വരാം.
ഹലോ, എല്ലാവരും തിരിച്ചു വന്നല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വേഗം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാപ്പിലറി ട്യൂബിന്റെ ഡയമീറ്റർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള തരം ചോദ്യങ്ങളാണിത്. അപ്പം ഈ ഫോൾ ഓഫ് ദ പാർഷ്യലി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ, തന്നിരിക്കുന്ന 3 ട്യൂബുകളും വാട്ടറിൽ പാർഷ്യലി ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ വിച്ച് വൺ വിൽ ബി ദ റൈസ് ലെവൽ വിൽ ബി മാക്സിമം എന്നാ ചോദിച്ചിരിക്കുന്നത്. എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ സിയിലായിരിക്കും മാക്സിമം റൈസ് ലെവൽ ഉണ്ടായിരിക്കുക. റൈറ്റ് ഡൗൺ ദ റിലേഷൻ ബിറ്റ്വീൻ കാപ്പിലറി റൈസ് ആൻഡ് ഡയമീറ്റർ എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. ഡയമീറ്റർ കൂടുമ്പോൾ കാപ്പിലറി റൈസ് കുറയും എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. സർ പേരൊന്ന് മാറ്റണേ. വിച്ച് ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കാപ്പിലറി റൈസ്? അഡ്ഹസീവ് ഫോഴ്സ് ആണ് കാപ്പിലറി റൈസിന് കാരണം. കൊഹസീവ് ഫോഴ്സ് അല്ല, അഡ്ഹസീവ് ഫോഴ്സ് ആണ്. വെരി ഗുഡ് ഗൗരി. യെസ്, റൈറ്റ് ഡൗൺ ആൻ എക്സാമ്പിൾ ദാറ്റ് ഷോസ് കാപ്പിലറി ഡിപ്രഷൻ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എഴുതുക. മെർക്കുറി ആണ് കാപ്പിലറി ഡിപ്രഷൻ കാണിക്കുന്ന ഒരാളുടെ എക്സാമ്പിൾ. ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും. ആൻസേഴ്സ് എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ആൻസേഴ്സ് അതെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് കാണാം. ഓക്കെ അല്ലേ? ഒത്തിരി ആണല്ലോ കണ്ടിട്ട്. അത് any object will experience buoyancy on immersing a fluid. What are the factors affecting buoyancy? നമ്മൾ പറഞ്ഞതാണ് density and volume of the liquid. Yes. കെറോസിനും ഹണിയും ഒരു പ്ലേറ്റിൽ വെക്കുന്ന സമയത്ത് എന്താണ് അവരുടെ മോഷൻ? ഒരു പ്ലേറ്റിൽ ഒഴിച്ചു, പ്ലേറ്റ് ചരിക്കുന്ന സമയത്ത് എന്തായിരിക്കും ഡിഫറൻസിൽ ഉണ്ടായിരിക്കുക? എന്തായിരിക്കും ആ ഡിഫറൻസിന് കാരണം? ഹണി മെല്ലെ ഒഴുകുകയും മണ്ണെണ്ണ സ്പീഡിൽ ഒഴുകുകയും ചെയ്യും. 2 beakers, 1 beaker is filled with kerosene and other with honey. ഒരു അയൺ ബ്ലോക്ക് എടുത്തു, സെയിം വെയിറ്റ് ആൻഡ് സൈസ് ആർ ഇമ്മേഴ്സ്ഡ് ഇൻ ഈച്ച് ലിക്വിഡ്. ഒരു അയൺ ബ്ലോക്ക് എടുത്തിട്ട് ഹണിയിലും താഴ്ത്തി വെച്ചു, കെറോസിനിലും താഴ്ത്തി വെച്ചു. ഏത് ലിക്വിഡിലാണ് അയൺ ബോക്സിന് മാക്സിമം, അയൺ ബ്ലോക്കിന് മാക്സിമം വെയിറ്റ്, ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവുക? മാക്സിമം ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ബോയൻസി. ഏതിലാണ് മാക്സിമം ബോയൻസി ഉണ്ടാവുക? ഹണിയിലായിരിക്കും. ഹണിയിലായിരിക്കും മാക്സിമം ബോയൻസി ഉണ്ടാവുക. കാരണം ഹണിക്ക് എന്ത് കൂടുതലാണ്? നമ്മുടെ ബോയൻസി കൂടുതലാവാൻ കാരണം എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി കൂടുതലാണ്. സോ കെറോസിൻ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും ഹണിയെക്കാളും. യെസ്, ഈ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തതാണ്, ഇതും ചെയ്തതാണ്. യെസ്, വിസ്കസ് ഫോഴ്സ് പറഞ്ഞതാണ്, ഇതും പറഞ്ഞതാണ് റീസൺസ്. യെസ്. അടുത്ത ചോദ്യം, 2 liquids are taken in 2 beakers. ചെയ്ത ചോദ്യങ്ങളാണ് വീണ്ടും പറയാതിരുന്നത്. എ ബി എന്ന് പറയുന്ന 2 ബീക്കേഴ്സിൽ 2 ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട്. When a wooden block of mass 20 Newton is placed in a beaker, ആ ബീക്കറിൽ 20 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു വുഡൻ ബ്ലോക്ക് വെക്കുകയാണ് അല്ലെ. അപ്പൊ അത് ഫ്ലോട്ട് ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, 2 liquids are taken in 2 beakers A and B. When a wooden block of 20 Newton is placed in beaker A, it floats. When the wooden block is placed in B, it sinks. Aയിൽ ഫ്ലോട്ട് ചെയ്യുന്നു, ബിയിൽ എന്ത് ചെയ്യുന്നു? ബിയിൽ ഫ്ലോട്ട് ചെയ്യുന്നില്ല, സിങ്ക് ചെയ്യുന്നു. ഏത് ബീക്കറിലായിരിക്കും മോർ ലിക്വിഡിനെ ഡിസ്പ്ലേസ് ചെയ്യുക? ഏത് ബീക്കർ ആയിരിക്കും? ഡെൻസിറ്റി ഹൈ ആയ ബീക്കർ ആയിരിക്കും. ബീക്കർ എയിൽ അവൻ പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ ഏതായിരിക്കും മക്കളെ ആൻസർ? ബീക്കർ എ ആയിരിക്കും. ബീക്കർ എയിൽ അവൻ പൊങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ബീക്കർ എയിലായിരിക്കും ഡെൻസിറ്റി കൂടുതലുള്ള ലിക്വിഡ് ഉണ്ടായിരിക്കുക. വൈ വുഡൻ ബ്ലോക്ക് സിങ്ക് ഇൻ ബീക്കർ ബി? ബീക്കർ ബിയിൽ സിങ്ക് ചെയ്യാൻ കാരണം എന്താണ്? ബീക്കർ ബിയിൽ എടുത്തിരിക്കുന്ന ലിക്വിഡിന് ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പം മനസ്സിലായോ? ബീക്കർ ബിയിലുള്ളതിന് ഡെൻസിറ്റി ഓഫ് വുഡൻ ബ്ലോക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബി. ലിക്വിഡിന്റെ ഡെൻസിറ്റി കുറവും ബീക്കറിന്റെ ഡെൻസിറ്റി കൂടുതലും, അപ്പോൾ അത് സിങ്ക് ചെയ്തു. ഇഫ് ദീസ് ലിക്വിഡ്സ് cannot be mixed together is taken in 1 beaker. ഇവന്മാരെ രണ്ടുപേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എ ആണോ മുകളിൽ ഉണ്ടാവുക, ബി ആണോ? പറഞ്ഞോളൂ മക്കളെ. ബിയുടെ ഡെൻസിറ്റി കുറവാണ്. ബിയുടെ ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ എ. എ ആണോ ബി ആണോ മുകളിൽ ഉണ്ടാവുക? എയും ബിയും ഒന്നിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ആരാ? ബി ആണ് മുകളിൽ ഉണ്ടാവുക. ബിയിനാണ് ഡെൻസിറ്റി കുറവ്. ഡെൻസിറ്റി കുറഞ്ഞവൻ മുകളിലായിരിക്കും. ഡെൻസിറ്റി കുറഞ്ഞവൻ മുകളിലായിരിക്കും. മനസ്സിലായോ? എ ഡൗണിലായിരിക്കും, ബി മുകളിലായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? ഓക്കെ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ബോയന്റ് ഫോഴ്സുമായി ബന്ധപ്പെട്ടത് ഏതാണ് മക്കളെ? വെയിറ്റ് ലോസ്.
അല്ലെ? അത് വോളിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ പേര് കൊടുത്തോളൂ. 1 2 3 4. 1മായി ബന്ധപ്പെട്ടത് ആരാണ്? 1 ബോയിന്റ് ഫോഴ്സ് ആണോ? വിസ്കസ് ഫോഴ്സ് 2. അഡ്ഹസീവ് ഫോഴ്സ് സർഫസ് ടെൻഷൻ ലിക്വിഡിനാണ് ഉള്ളത്. അഡ്ഹസീവ് ഫോഴ്സ് ആര് തമ്മിലാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലാണ്. റൈറ്റിംഗ് ഓൺ എ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ? അഡ്ഹസീവ് ഫോഴ്സ് ആണ്. വോളിയം ഓഫ് ദ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബോയൻസി ആണ്. ഹണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? വിസ്കസ് ഫോഴ്സ് ആണ്. സ്മോൾ ഇൻസെക്ട് സർഫസ് ടെൻഷൻ തന്നെയാണ്. ഇവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇത് 2 3 3. യെസ്, ഇതൊക്കെ യോജിപ്പിച്ച് നോക്കുക. ശരിയാണോ? ശരിയാണോ മക്കളെ? ഓർഡർ ശരിയാണോ എന്ന് നോക്കുക. മിൻഹ ഇത്രയും കിട്ടിയില്ലേ? യെസ്, ഇവിടെ എല്ലാം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് തെറ്റായത്, ഇത് ശരിയായത്. ശരിയായ രീതിയിൽ മാച്ച് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, correct the mistakes if any in the following statement. Water shows capillary depression. അല്ല, വാട്ടർ capillary depression കാണിക്കുന്നില്ല. Adhesive, the attraction between different types of molecule. Cohesive അല്ല, adhesive force ആണ്. പിന്നെയോ, after while of an electric shock, the body temperature of a person decreases and viscosity decreases. തെറ്റാണ്. Viscosity increases. Mercury shows capillary depression. പിന്നെയോ, adhesive force ആണ് attraction between different types of molecule എന്ന് പറയുന്നത്. പിന്നെയോ, ഇലക്ട്രിക് ഷോക്കിന്റെ സമയത്ത് വിസ്കോസിറ്റി കൂടുന്നു. വിസ്കോസിറ്റി കൂടുന്നു. മനസ്സിലായോ? യെസ്. ഓക്കെ, അടുത്തത്, ഇത് പറഞ്ഞതാണ് സ്ഫെറിക്കൽ ഷേപ്പിന് കാരണം സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, when ink accidentally അല്ല ink of a pen accidentally fell on a table. ഒരു ടേബിളിൽ മഷി പരന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി പറയുകയാണ് എന്താണ്? ടിഷ്യൂ പേപ്പറിന് പകരം എന്ത് ചെയ്യുക? ഒരു ചോക്ക് ഉപയോഗിച്ച് ഇതിനെ വലിച്ചെടുക്കാമെന്ന്. ശരിയാണോ? യെസ്, ശരിയാണ്. കാരണം അഡ്ഹസീവ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചോക്കിലേക്ക് മഷി കയറിക്കോളും. എഴുതിക്കോളൂ. ഇങ്ക് വിൽ റൈസ് ത്രൂ ദ ചോക്ക്. ചോക്കിലൂടെ ഇങ്ക് കാപ്പിലറി റൈസ് കാരണം കയറിപ്പോയിക്കോളും. സോ അത് ശരിയാണ്. ശരിയാണ്. നെയിം the law which relate force of buoyancy and weight of the displaced liquid. State the above law. ഏതാണ്? നേരത്തെ പറഞ്ഞതാണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് അല്ലേ? യെസ്. ക്യാപ്പിലാരിറ്റി എന്താ നമ്മൾ പറഞ്ഞിരുന്നു? ഇതൊക്കെ പറഞ്ഞു. യെസ്. വാട്ട്? കോക്കനട്ട് ഓയിൽ. 1 drop each of coconut oil, water and honey are placed at different points of a glass plate. എന്നിട്ട് ചെരിക്കുകയാണ്. tilted എന്ന് പറഞ്ഞാൽ ചെരിച്ചു. This liquid drop flows down fast. Water ആണ്. Why does viscosity is very less? Very less viscosity ആണ്. കോക്കനട്ട് ഓയിലിന് വിസ്കോസിറ്റി കൂടുതലാണ്, ഹണിക്കും വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പൊ വാട്ടർ ആണ് വേഗത്തിൽ ഫ്ലോ ചെയ്യുക. യെസ്, വെരി ഗുഡ്. Write down the reason for the following. A ship entering from sea to fresh water. Reason പറഞ്ഞതാണ്, ഫ്രഷ് വാട്ടറിന് ഡെൻസിറ്റി കുറവ്, സലൈൻ വാട്ടറിന് ഡെൻസിറ്റി കൂടുതൽ. ബ്ലോട്ടിംഗ് പേപ്പർ ക്യാൻ അബ്സോർബ് ഇങ്ക്. എന്തുകൊണ്ടാണ്? ഇങ്ക് പേപ്പറിൽ എന്താണ് അങ്ങനെ അധികം എടുക്കുന്നുണ്ടോ? അത് ഇപ്പില്ല. ബ്ലോട്ടിംഗ് പേപ്പർ അബ്സോർബ് ഇങ്ക് അബ്സോർബ് ചെയ്യാൻ കാരണം കാപ്പിലറിറ്റി ആണ്, കാപ്പിലർ റൈസ് ആണ്. When a shot is fired from a gun. ന്യൂട്ടൺസ് തേർഡ് ലോ. അടുത്ത ചാപ്റ്റർ ആണ് ന്യൂട്ടൺസ് തേർഡ് ലോ. എ പേഴ്സൺ കൗണ്ടിങ് കറൻസി നോട്ട്സ് ഓഫൺ വെറ്റ് ഹിസ് ഹാൻഡ്സ്. എന്താണ്? അഡ്ഹസീവ് ഫോഴ്സ്, അഡ്ഹീഷൻ ആണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ എല്ലാത്തിനും ക്വസ്റ്റ്യൻസും റീസണും എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. യെസ്. നോക്കാം, നമ്മുടെ ബോയൻസി കണ്ടുപിടിക്കുന്ന തരം ചോദ്യങ്ങളാണ്. എക്സും വൈയും കണ്ടുപിടിക്കണം. എടാ, എക്സ് എത്രയായിരിക്കും? എക്സ് 2 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. കാരണം ബോയിന്റ് ഫോഴ്സും വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും സെയിം ആയിരിക്കും, നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെയോ ഇവിടെ നോക്കൂ, വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ വാട്ടർ 0 ന്യൂട്ടൺ ആണ്. ബോയിന്റ് ഫോഴ്സ് 3 ന്യൂട്ടൺ ആണെങ്കിൽ എത്രയായിരിക്കണം? വൈ
0 ന്യൂട്ടൺ ആണ് ഫോഴ്സ് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെയിറ്റ് അനുഭവപ്പെടുന്ന 0 ന്യൂട്ടൺ ആണെങ്കിൽ ബോയൻസി വെയിറ്റിന് തുല്യമാണ് 3 ന്യൂട്ടൺ. വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ വിൽ ബി 3 ന്യൂട്ടൺ. സെറ്റ് അല്ലേ അമല? 3 ന്യൂട്ടൺ. മനസ്സിലായോ? നേരത്തെ ചെയ്ത സിമിലർ പ്രോബ്ലം ആണ്. ഹൈഡ്രോമീറ്റർ പ്ലേസ്ഡ് ഇൻ വാട്ടർ, വാട്ട് ഡസ് ദ റീഡിംഗ് ഇൻഡിക്കേറ്റ്? ഇറ്റ് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി. Does the reading increase or decrease when we put in kerosene? കെറോസിനിലാണ് വെക്കുന്നതെങ്കിൽ വാട്ടറിനെ അപേക്ഷിച്ച് റീഡിംഗ് കൂടുമോ കുറയുമോ? കുറയും. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് അവിടെ വോളിയത്തിന്റെ അല്ലെ ഒബ്ജക്റ്റിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. ഇതാണ് നമ്മുടെ ഫ്ലോട്ടേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് എഴുതാൻ പഠിച്ചോളൂ. യെസ്. ഡ്രോ ദ ഡയഗ്രാം ഓഫ് മെർക്കുറി. നമ്മൾ വരച്ചതാണ് മെർക്കുറിയുടെ ഡയഗ്രാം. സെലക്ട് ഫ്രം ദ ബോക്സ് ദാറ്റ് സ്യൂട്ട്സ് ഫോർ ഈച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. ഏതാണ്? കൊഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സ് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ടൈപ്സ് അഡ്ഹസീവ് ഫോഴ്സ് ആണ്. ബോക്സിലുള്ളത് നോക്കി എഴുതാനാണ് പറഞ്ഞത്. അതിൽ യോജിച്ച സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എടുത്തെഴുതാം. യെസ്. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. മഞ്ഞയിൽ കാണിച്ചിരിക്കുന്ന വിസ്കസ് ഫോഴ്സ് ആണ്. റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ലേയേഴ്സ്, ലിക്വിഡ് ലേയേഴ്സിന്റെ റിലേറ്റീവ് മോഷൻ തടയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതാണ്? വിസ്കസ് ഫോഴ്സ് ആണ്. എ ലാക്ടോമീറ്റർ ഈസ് എസെൻഷ്യലി എ ഹൈഡ്രോമീറ്റർ. റൈറ്റ് ഡൗൺ ദ പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാലും പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എഴുതിക്കോളാം. രണ്ട് ലിക്വിഡ്സ് തന്നിട്ടുണ്ട്. ഒന്ന് ലോ ഡെൻസിറ്റി ആണ്, മറ്റേത് ഹൈ ഡെൻസിറ്റി ആണ്. ഏത് ലിക്വിഡിലാണ് ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു പോകുന്നത്? ലോ ഡെൻസിറ്റി ആണെങ്കിൽ സിങ്ക്സ് മോർ. സിങ്ക്സ് മോർ. എവിടെ? ലോ ഡെൻസിറ്റി ആണെങ്കിൽ സിങ്ക്സ് മോർ. യെസ്. ഈവൻ ദോ അയൺ നൈൽ സിങ്ക് ഇൻ വാട്ടർ, ഷിപ്പ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. എന്താ കാരണം? കാരണം എന്താണ്? ഡെൻസിറ്റി ഓഫ് നെയിൽ ഈസ് മച്ച് ലാർജർ. അയൺ നെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ആണി എടുത്ത് വെള്ളത്തിലിട്ടാൽ ആണി താഴ്ന്നു പോകും. അതിന് കാരണം എന്താണ്? അതിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, അപ്പൊ അത് താഴ്ന്നു പോകും. പിന്നെയോ ഒരു ഷിപ്പാണ് വെള്ളത്തിൽ നിൽക്കുന്നതെങ്കിൽ ഷിപ്പ് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളം അതിന്റെ ഭാരത്തിന് തുല്യമാണ്. അപ്പൊ അത് ഫ്ലോട്ടിംഗ് പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഷിപ്പ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അടുത്തത്, when an object is immersed in liquid, ലിക്വിഡിൽ വെക്കുമ്പോൾ അത് സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. when a body was placed in a liquid, it remain in the same position due to Archimedes principle. Any object inside a fluid will experience an upward force that causes the body to float when it pushes the water with a weight equal to that of the body. ഓക്കെ. ഒരു വസ്തു വെള്ളത്തിൽ നിൽക്കുമ്പോൾ അതിന് തുല്യമായ ബോയൻസിക്ക് തുല്യമായ ഭാരം പുറത്തേക്ക് ഒഴുക്കുന്നു. ഓക്കെ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് ഇതിന് കാരണം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് ഇതിന് കാരണം. യെസ്. അടുത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് ഫിഗർ. ഇതിൽ ഏതാണ് കറക്റ്റ് ഫിഗർ? ഫിഗർ ബി ആണോ ഫിഗർ എ ആണോ? ഫിഗർ എ ആണ് കറക്റ്റ്. മെർക്കുറി ആണ് കാപ്പിലറി ഡിപ്രഷൻ ആണ് കാണിക്കുന്നത്. റീസൺ അല്ല, ഇവിടെ കോഹസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് കാപ്പിലറി ഡിപ്രഷൻ ആണ്. ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നിങ്ങളുടെ എക്സാമിന് ചോദിച്ചതാണ് വാട്ട് ചേഞ്ച് ഇൻ ദ റീഡിംഗ്. ഒരു വെയിറ്റ് ഓഫ് എ സ്റ്റോൺ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഈസ് മെഷേർഡ് യൂസിംഗ് സ്പ്രിംഗ് ബാലൻസ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. സാൾട്ട് വാട്ടറിലാണ് വെക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കടാ? ഡിക്രീസ് ചെയ്യും. വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന സാധനം ഉപ്പുവെള്ളത്തിലേക്ക് മാറ്റുമ്പോൾ വെയിറ്റ് കുറയും. വെയിറ്റ് ഡിക്രീസസ്. എന്തുകൊണ്ടാ? സാൾട്ട് വാട്ടറിന് ബോയൻസി കൂടുതലാണ്, വെയിറ്റ് കുറയും. എന്താണ് കാരണം? ദിസ് ഈസ് ബിക്കോസ് സ്റ്റോൺ എക്സ്പീരിയൻസ് മോർ ബോയൻസി ഇൻ സാലൈൻ വാട്ടർ. ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് മോർ ബോയൻസി എക്സ്പീരിയൻസ് ചെയ്യും. കിട്ടിയല്ലോ? നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച, അല്ല ഓണ എക്സാമിന് എങ്ങനെ ചോദിച്ച ചോദ്യമാണ്. ക്രിസ്മസ് എക്സാമിനാന്ന് തോന്നുന്നു അല്ലെ? Write down the reason liquid surface behave like elastic membrane. Surface tension.
വേനൽക്കാലത്ത് മണ്ണ് കിളച്ചിടുന്നതിന്റെ റീസൺ നമ്മൾ പറഞ്ഞതാണ്. സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും, അപ്പൊ ക്യാപ്പിലറി ട്യൂബിന്റെ ഡയമീറ്റർ കൂടും, അപ്പൊ ക്യാപ്പിലറി റൈസ് കുറയും, വേപ്പറൈസ് ചെയ്തിട്ട് വെള്ളം പുറത്തേക്ക് പോകില്ല, മണ്ണിൽ തന്നെ ഈർപ്പം നിലനിൽക്കും. യെസ്, ഇവിടെ എല്ലാ റീസൺ ഉണ്ട്. സർഫസ് ടെൻഷൻ കാരണം മോളിക്യൂൾ എന്ത് ചെയ്യും, നെയ്ബറിംഗ് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്ത് ഉള്ളിലേക്ക് ഒരു വലിവുണ്ടാവും. ആ ഉള്ളിലേക്കുള്ള ഇൻവാർഡ് പുള്ളാണ് നമ്മുടെ സർഫസിനെ മെംബ്രെയിൻ പോലെ, ഇങ്ങനെ ഒരു മെംബ്രെയിൻ പോലെ ഒരു ജീവി വാട്ടർ സർഫസിന് മുകളിലൂടെ ഒരു ഇൻസെക്റ്റുകൾ നീങ്ങാൻ കാരണം സർഫസ് ടെൻഷൻ ആണ്. പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വസ്തുക്കൾ ഉണ്ട്, സെയിം സൈസ് ആണ്, ഫ്ലോട്ട് ചെയ്യുന്നു. വിച്ച് ഓഫ് ദീസ് ഒബ്ജക്ട് ഡിസ്പ്ലേസ് മോർ വാട്ടർ? ഏതായിരിക്കും മോർ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുക? പി ആണോ ക്യൂ ആണോ? ഏതാ കൂടുതൽ വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? ബോയൻസി കൂടുതലുള്ളവൻ ആരായിരിക്കും? പി ആയിരിക്കും അല്ലെ? പി. വിച്ച് ഒബ്ജക്ട് എക്സ്പീരിയൻസസ് മോർ ബോയൻസി? പി. പി ആയിരിക്കും കൂടുതൽ ബോയൻസി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒബ്ജക്ട്. യെസ്. ഫിഗർ ഷോസ് ടു ട്യൂബ്സ് ഓഫ് ഡിഫറെന്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പൊ നിങ്ങൾക്ക് ചെയ്തു തന്ന ചോദ്യമാണ്, പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ ബി ഇഫ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. പ്രഷർ എത്രയാ മക്കളെ? P2 എത്രയാണ്? 2000 പാസ്കൽ ആണ് എന്ന് പറഞ്ഞാൽ 2000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കണം. പ്രഷർ തന്നു, F2/A2 ആണ് P2 മക്കളെ. അപ്പൊ F2 കണ്ടുപിടിച്ചൂടെ? A2 × P2. ഏരിയനെ പ്രഷർ കൊണ്ട് ഗുണിച്ചാൽ ഫോഴ്സ് കിട്ടും. ഫോഴ്സ് സമം ഫോഴ്സ്, പ്രഷർ സമം ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് കിട്ടാൻ പ്രഷർ ഇൻറ്റു ഏരിയ, പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. വിച്ച് ലോ? പാസ്കൽസ് ലോ. മനസ്സിലായാലും നേരത്തെ സെയിം ചോദ്യമാണ്. പ്രഷർ കണ്ടുപിടിക്കാൻ ഏരിയ ഇൻറ്റു അല്ല, ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഏരിയ ഇൻറ്റു പ്രഷർ. ക്ലിയർ? യെസ്, ഇവിടെ ആൻസർ ഉണ്ട്, എഴുതിക്കോളാം. ക്ലാസിഫൈ ദ സിറ്റുവേഷൻസ് പാർട്ടിക്കിൾസ് ഓഫ് ചോക്ക്. അഡ്ഹസീവ് ഫോഴ്സ് ആണ്, അഡ്ഹസീവ് ഫോഴ്സ്. ഇവിടെയോ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കം ക്ലോസ് ടു ഈച്ച് അതർ ഫോം എ സിംഗിൾ ഡ്രോപ്പ്, കോഹസീവ് ഫോഴ്സ്. ഇതാ വെറ്റ് ക്ലോത്ത് സ്റ്റിക്ക് ടു ദ ഹ്യൂമൻ ബോഡി, അഡ്ഹസീവ് ഫോഴ്സ്. ക്ലാസിഫൈ ചെയ്യണേ, അഡ്ഹസീവ് ഫോഴ്സും കോഹസീവ് ഫോഴ്സും പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതാണ് അഡ്ഹസീവ് ഫോഴ്സിന് എക്സാമ്പിള്, ഏതാണ് കോഹസീവ് ഫോഴ്സിന് എക്സാമ്പിൾ നോക്ക്. അടുത്തത്, സപ്പോസ് 3 ലിക്വിഡ്സ് എടുത്തിട്ടുണ്ട്. ആൽക്കഹോൾ ഉണ്ട്, കെറോസിൻ ഉണ്ട്, ഹണി ഉണ്ട്. വിച്ച് ഓഫ് ദിസ് ലിക്വിഡ് ഹാസ് ഹയർ ഡെൻസിറ്റി, ഹയർ വിസ്കോസിറ്റി? ഹണി ആണ്. സജസ്റ്റ് വേ ടു റെഡ്യൂസ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി കുറയ്ക്കാൻ ടെമ്പറേച്ചർ കൂട്ടുക, ഹീറ്റ് കൂട്ടുക. ഇലക്ട്രിക് ഷോക്കുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. വിസ്കോസിറ്റി കുറയ്ക്കാൻ ഹീറ്റ് കൂട്ടിയാൽ മതി. വിസ്കോസിറ്റി കുറയ്ക്കാൻ ഹീറ്റ് കൂട്ടുക, അത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ കൂട്ടുക. ഇതൊക്കെ പറഞ്ഞ തരം ചോദ്യങ്ങളാണ്. ഒരു സ്റ്റോൺ തന്നിട്ടുണ്ട്, 100 ന്യൂട്ടൺ മാസ് ഉള്ള ഒരു സ്റ്റോൺ എന്ത് ചെയ്തു, ഒരു വാട്ടറിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. വെയിറ്റ് ഓഫ് ഓവർഫ്ലോയിങ് വാട്ടർ 25 ന്യൂട്ടൺ ആണെങ്കിൽ വെയിറ്റ് ലോസ് എത്രയായിരിക്കും? 25 ന്യൂട്ടൺ തന്നെയായിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? ബോയൻസി ഈസ് ദ റീസൺ. Is there any relationship between buoyant force and weight of the water overflowed? Buoyancy is equal to weight of water overflowed. Archimedes principle ആണ്. It is equal. Sorry, weight loss എത്രയാ മക്കളെ? 25 അല്ല, weight. A stone of mass 100 ന്യൂട്ടൺ ഉണ്ട്. ഇവിടെ മാസ് അല്ല, വെയിറ്റ് ആണ്. പരീക്ഷാ പേപ്പറിൽ മാസ് എന്നായിരിക്കും ഉള്ളത്, ഇവിടെ വെയിറ്റ് ആണ്. 100 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരാളെ എന്ത് ചെയ്തു, ഓവർഫ്ലോയിങ് ജാറിൽ വെച്ചിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ഓവർഫ്ലോയിങ് വാട്ടർ 25 ന്യൂട്ടൺ ആണെങ്കിൽ വെയിറ്റ് ലോസ് എത്രയാണ്? ലോസ് ഓഫ് വെയിറ്റ് 25 ന്യൂട്ടൺ അല്ലേ വേണ്ടത്? 25 ന്യൂട്ടൺ അല്ലേടാ വെയിറ്റ് ലോസ്, ആണോ? 100 ന്യൂട്ടൺ എയറിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയ വെള്ളം 25 ന്യൂട്ടൺ ആണ്. ഇപ്പൊ ഫീൽ ചെയ്യുന്ന വെയിറ്റ് എത്രയാ? ഫീൽ ചെയ്യുന്ന വെയിറ്റ് 75 ന്യൂട്ടൺ ഉണ്ട്. പക്ഷേ ലോസ് ഓഫ് വെയിറ്റ് എത്രയാ? ലോസ് ഓഫ് വെയിറ്റ് എത്രയാ? ബോയൻസി അല്ലേ, 25 ന്യൂട്ടൺ അല്ലേ? യെസ്, ലോസ് ഓഫ് വെയിറ്റ് ആ ചോദിച്ചത്, 25 അല്ല, 25 ന്യൂട്ടൺ.
കിട്ടിയോ? ലോസ് ഓഫ് വെയിറ്റ്. നേരത്തെ ചെയ്ത സെയിം ചോദ്യങ്ങളാ ടേബിളില്. ഐഡന്റിഫൈ ദ റിലേഷൻ. അഡ്ഹസീവ് ഫോഴ്സ് ആണ് സ്റ്റിക്ക് ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുന്നതിന്റെ കാരണം. വാട്ടർ വെറ്റ്സ് ഗ്ലാസ് പ്ലേറ്റ്, അതും അഡ്ഹസീവ് ആണ്. വെള്ളം കാരണം ഗ്ലാസ് പ്ലേറ്റ് നനയുന്നത് അഡ്ഹസീവ് ഫോഴ്സ് ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ തന്നിട്ടുണ്ട്. പക്ഷേ ഐസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 0.9 ആണ്. വിൽ എ സ്മോൾ പീസ് ഓഫ് ഐസ് ഫ്ലോട്ട് ഓൺ കെറോസിൻ? പറഞ്ഞോളൂ. മണ്ണെണ്ണയുടെ റിലേറ്റീവ് ഡെൻസിറ്റി 0.81, ഐസിന്റെ 0.9. അപ്പൊ ഐസ് ആണോ പൊങ്ങിക്കിടക്കുക, മണ്ണെണ്ണയാണോ പൊങ്ങിക്കിടക്കുക? ഐസിന് ഡെൻസിറ്റി കൂടുതൽ. ഡെൻസിറ്റി കൂടിയാൽ ആരാടാ പൊങ്ങിക്കിടക്കുക? ഡെൻസിറ്റി കൂടിയവൻ താണിരിക്കും. കെറോസിൻ പൊങ്ങിക്കിടക്കും, ഐസ് താണിരിക്കും. ഐസിന് 0.9 ഉണ്ട്, മണ്ണെണ്ണയെക്കാളും കൂടുതലാ. അപ്പൊ അവൻ താഴ്ന്നു പോകും. യെസ്. ഓക്കെ, അപ്പൊ സർ അടുത്ത സ്ലൈഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം തീർക്കാൻ വേണ്ടി തന്നെയാണ് ലേറ്റ് ആയാലും ഇത്രയും സമയം എടുത്ത് തീർത്തത്. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും എടുക്കാൻ പോവാണ്. 3rd ചാപ്റ്റർ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ് എടുക്കാൻ പോകുന്നത്. മക്കളെ, ഈ ചാപ്റ്ററിലെല്ലാം കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റുകൾ ക്ലിയർ ആയോ? ഈ ചാപ്റ്റർ സെറ്റ് ആയോ? ഇപ്പൊ നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 2ാമത്തെ ചാപ്റ്റർ എടുത്തു ഇന്നലെ. പിന്നെ ഏത് ചാപ്റ്റർ നമ്മൾ എടുത്തത്? 5ാമത്തെ ചാപ്റ്റർ എടുത്തില്ല. 6ാമത്തെ ചാപ്റ്റർ എടുത്തു. 7ാമത്തെ ചാപ്റ്റർ എടുത്തു. 2, 6, 7. ഇനി നമുക്ക് 4 ചാപ്റ്റേഴ്സ്. 2, 6, 7 1 എടുത്തു. 1 ഫസ്റ്റ് ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഇത്രയും സമയം കളഞ്ഞെടുത്തത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 3, 4, 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും. 3ാമത്തെ ചാപ്റ്റർ ആണ് എടുത്തത്. ഓക്കെ അല്ലേ? നിങ്ങള് ഇത്രയും എടുത്തതിൽ ഓക്കെ അല്ലേ? 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോയിക്കോട്ടെ. കുറച്ച് സ്പീഡിൽ എടുക്കണം ഇനിയുള്ള ചാപ്റ്റേഴ്സ്. 3. ഓക്കെ ആണോ മക്കളെ? എല്ലാരും പറഞ്ഞ അമല സെറ്റ് ആണോ? അമല സെറ്റ് ആണോ? സെറ്റ് അല്ലേ? വിശ്വജിത്ത്, ആര്യനന്ദൻ, നിരഞ്ജൻ, അരുണിമ, എല്ലാരും പറയൂ. 6, 7 അല്ലേ ഇന്നലെ എടുത്തത്? ആരാ അത് ചോദിച്ച? മിസ് അപ്പോൾ 6, 7 ഇന്നലെ എടുത്തില്ലേടാ? യെസ്, എന്നോട് തന്നെ. മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എടുക്കാൻ പോവാണ് നമ്മള്. കുറച്ചധികം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് സ്പീഡിൽ പറഞ്ഞു. മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഇനി എല്ലാവരും ഒന്ന് ദീർഘശ്വാസം എടുത്ത് ശ്രദ്ധിച്ചിരുന്നോളൂ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ ഇനി നമുക്ക് 3, 4, 5 ചാപ്റ്റേഴ്സ് ആണ് എടുക്കാനുള്ളത്. ഓക്കെ. മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. ബാലൻസ്ഡ് ഫോഴ്സസും അൺബാലൻസ്ഡ് ഫോഴ്സസും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ടോട്ടൽ ഫോഴ്സ് ഓർ ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0. ഒരു ബോഡിയിലെ അനുഭവപ്പെടുന്ന ആകെ ബലം 0 ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ബാലൻസ്ഡ് ഫോഴ്സ്. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ് 0 ആയിരിക്കും. Such a body can neither move a body at rest nor stop a body in motion. എന്താണ്? അത്തരത്തിലുള്ള ഒരു ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെസ്റ്റിലുള്ള ഒരാളെ മൂവ് ചെയ്യിക്കാനോ മൂവ് ചെയ്യുന്ന ഒരാളെ റെസ്റ്റിലാക്കാനോ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാലൻസ്ഡ് ഫോഴ്സിന് ഒരു വസ്തുവിനെ മൂവ് ചെയ്യിക്കാനോ ഒരു തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാക്കാനോ സാധിക്കില്ല. അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. When the resultant force acting on a body is not equal to 0. Resultant force 0 അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് unbalanced force. എന്താണ് unbalanced force? If the resultant force acting on a body is not equal to 0. 0 അല്ല, അപ്പൊ അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. റെസ്റ്റിലുള്ള ആളെ മൂവ് ചെയ്യിക്കാൻ പറ്റും, മൂവ് ചെയ്യുന്ന ആളെ റെസ്റ്റിൽ എത്തിക്കാനും പറ്റും. സോ അതിനെ വിളിക്കുന്ന പേരാണ് unbalanced force. ബാലൻസ്ഡും അൺബാലൻസ്ഡും എല്ലാവർക്കും അറിയാലോ. ഒരു വസ്തുവിൽ ആകെ ഫോഴ്സ് 0 ആണെങ്കിൽ 0 ആണെങ്കിൽ ബാലൻസ്ഡ്, 0 അല്ലെങ്കിൽ അൺബാലൻസ്ഡ്. മനസ്സിലായോ? ക്ലിയർ? യെസ്. ഇനി നോക്കാം, 400 ന്യൂട്ടണും 300 ന്യൂട്ടണും കാണിച്ചിട്ടുണ്ട്. ഇത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? ഇത് 400 ന്യൂട്ടണും 300 ന്യൂട്ടണും ആണ്. അൺബാലൻസ്ഡ് അല്ലെ? ഇത് അൺബാലൻസ്ഡ്.
ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. ബ്രേക്ക് 400 ന്യൂട്ടണും ഇവിടെ 300 ന്യൂട്ടണുമാണ്. അപ്പൊ 400 ന്യൂട്ടൺ അങ്ങോട്ടേക്ക്, 300 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും? അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. മനസ്സിലായോ? ഇനി ഒബ്സർവ് ദ ഫിഗർ. വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ മാസ് ഓഫ് 50 കിലോഗ്രാം? ബ്രേക്ക് അല്ല, ഫോഴ്സ് ഒന്നുമില്ലടാ, ഇവിടെ പറഞ്ഞതാ. ഓക്കെ, വലിയതേ 25 ന്യൂട്ടൺ ഇങ്ങോട്ടുണ്ട്, 25 ന്യൂട്ടൺ ഇങ്ങോട്ടുണ്ട്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്നത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ ഒരു സൈഡിലേക്ക് എടുക്കുന്നത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക, ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ളത് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആകെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ F1 പ്ലസ് F2 ആണ്. F1 പ്ലസ് 25 ആണെങ്കിൽ F2 മൈനസ് 25 ആയിട്ട് എടുക്കണം. എന്തുകൊണ്ടാ? ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, അപ്പൊ ഓപ്പോസിറ്റ് ആണ്. ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു തന്നാ അല്ലെ, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ along a straight line unless an unbalanced external force act on it. എന്താ പറഞ്ഞത്? ഏതൊരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ ചലനത്തിലോ തുടരുന്നതാണ്. എപ്പോ വരെ? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ. ഓർമ്മയുണ്ടല്ലോ? ഫസ്റ്റ് ലോ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേഷ്യ. ഫസ്റ്റ് ലോയുടെ മറ്റൊരു പേരെന്താണ്? ലോ ഓഫ് ഇനേഷ്യ. ലോ ഓഫ് ഇനേഷ്യ അറിയാലോ? ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഒരു വസ്തുവിന് ഇനബിലിറ്റി, ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ കഴിവില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ. രണ്ട് തരം ഇനേഷ്യകൾ പറയാം. ഇനേഷ്യ ഓഫ് റെസ്റ്റുമുണ്ട്, ഇനേഷ്യ ഓഫ് മോഷനുമുണ്ട്. The tendency of a body to remain in its state of rest. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഒരു വസ്തുവിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി ആണുള്ളത്, അതിന് നിൽക്കാൻ പറ്റുന്നില്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ ഓഫ് മോഷൻ. നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുമ്പോ തോണി, നിരഞ്ജൻ ഇവിടെ ശ്രദ്ധിക്കുക, തോണി പോലത്തെ സാധനമൊക്കെ കാണാം. ഒരാള് മൂവ് ചെയ്താൽ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്താൽ മൂവ് ചെയ്തോണ്ടിരിക്കുന്ന പോലെ കാണാം. അതെന്തിന് എക്സാമ്പിൾ ആണ്? അമ്യൂസ്മെന്റ് പാർക്കിലുള്ള പല റൈഡുകളും ഇനേഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ആണ്. വണ്ടർലയിലൊക്കെ പോയി കറങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. അപ്പൊ കാണുന്നതൊക്കെ എന്താണ്? ഇനേഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ആണ്. പോയിക്കൊണ്ടിരിക്കുന്നവൻ പോയിക്കൊണ്ടേയിരിക്കും, നിൽക്കുന്നവൻ നിന്നോണ്ടിരിക്കും, ഉറങ്ങുന്നവൻ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ തന്നിരിക്കുന്ന ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യണം. ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷനും. When a branch of mango tree is shaken, mangoes fall just as when the branch starts moving. മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നത് റെസ്റ്റ് ആണോ മോഷൻ ആണോ? റെസ്റ്റിന് എക്സാമ്പിൾ ആണ്. A running athlete cannot stop himself abruptly at the finishing line in a race. Inertia of motion ആണ്. When the carpet is tapped, dust particles scatters. എന്താണ്? കാർപ്പറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. A man stepping down from a slowly moving bus stops after a few steps of running. ഇനേഷ്യ ഓഫ് മോഷൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും ചാടി താഴെ ഇറങ്ങുന്ന വ്യക്തി കുറച്ചു സമയം നടന്ന ശേഷമാണ് നിൽക്കുന്നത്. ഇനേഷ്യ ഓഫ് മോഷൻ. Falling backward when vehicle starts moving immediately. ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഹാമർ ത്രോയില് ഹാമറിനെ എറിയുന്ന സമയത്ത് അതിന് മുന്നേ വട്ടത്തിൽ കറക്കുന്നുണ്ട്. ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. എല്ലാം ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ടേബിൾ ആണ്, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാം. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിക്കുക. യെസ്, ഇമ്പോർട്ടന്റ് ആണ്. ആദിത്യ സെറ്റ് അല്ലേ? എന്താണോ മാസ് ആൻഡ് ഇനേഷ്യ? The inertia of an object depends upon its mass. When the mass increases, inertia also increases. മാസും ഇനേഷ്യയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മാസ് കൂടിയാൽ ആന കുത്താൻ വരുമ്പോ എന്ത് ചെയ്യണമെന്ന് പറയാറില്ലേ? ആന കുത്താൻ വരുമ്പോ വളഞ്ഞു പൊളഞ്ഞു ഓടണം. ആനയ്ക്ക് നമ്മളെക്കാളും ഇനേഷ്യ കൂടുതലാണ്, മാസ് കൂടിയാൽ ഇനേഷ്യ കൂടുതലാണ്.
യെസ്. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് ഇനേഷ്യ ഡിപ്പെൻഡ്സ്? ടൈം, വെലോസിറ്റി, മാസ്, സ്പീഡ്. മാസിനെയാണ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, മാസിനെയാണ്. Observe the figure and answer the following questions. When the card is suddenly struck off, ഒരു കാർഡ് വെച്ചിട്ട് കാർഡിനെ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ കോയിൻ താഴേക്ക് വീഴുന്നു. ഏത് ലോയാണ്? ഫസ്റ്റ് ലോയാണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇനേഷ്യാണ്. ഇത് മാസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഡയറക്ട്ലി ബന്ധപ്പെട്ടിരിക്കുന്നു. മാസ് കൂടിയാൽ ഇനേഷ്യ കൂടും, അല്ലേ? അല്ലെ, മാസ് കൂടിയാൽ ഇനേഷ്യ കൂടില്ലേ? സോ കോയിൻ ഫോൾസ് ഇൻ ടു ദ ഗ്ലാസ് ടംബ്ലർ ഡ്യൂ ടു ഇനേഷ്യ ഓഫ് റെസ്റ്റ്. കാർഡ് പെട്ടെന്ന് വലിക്കുമ്പോൾ അതിന്റെ മുകളിലുള്ള കോയിന് റെസ്റ്റിൽ തന്നെ തുടരാൻ വേണ്ടി താഴത്തേക്ക് വീഴുകയാണ് ചെയ്യുക. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേഷ്യ. ലോ ഓഫ് ഇനേഷ്യ കാരണമാണിത്. If a body has more mass, it has more inertia. മാസ് കൂടിയാൽ ഇനേഷ്യ കൂടും. ഓൾറെഡി പഠിപ്പിച്ചതാണ് ഇതൊക്കെ ക്ലാസ്സില്. മാസ് കൂടിയാൽ ഇനേഷ്യ കൂടും. യെസ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിംഗ് ഒബ്ജെക്ട്. മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. യൂണിറ്റ് എന്താണ് മക്കളെ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെലോസിറ്റിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം മൊമെന്റത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്തൊരു ചോദ്യം, എ കാർ ഓഫ് 1000 കിലോഗ്രാം. ശ്രദ്ധിച്ചിരിക്കണേ. 1000 കിലോഗ്രാം മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓൺ അപ്ലൈയിങ് ബ്രേക്സ്, ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഇത് റെസ്റ്റിലെത്തി. സമയം 5 സെക്കൻഡ് ആണ്. ആയിക്കോട്ടെ. ഇനീഷ്യൽ മൊമെന്റോ ഫൈനൽ മൊമെന്റോ കണ്ടുപിടിക്കണം മക്കളെ. ഇനീഷ്യൽ മൊമെന്റം എത്രയാണ്? mu എത്രയാടാ വരിക? മാസ് 1000 ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഫൈനൽ മൊമെന്റം എത്രയായിരിക്കും? ഫൈനൽ മൊമെന്റം എത്രയായിരിക്കും? m ഇൻറ്റു v ആയിരിക്കും. 1000 ഇൻറ്റു 0 എത്രയായിരിക്കും? മൊട്ടയായിരിക്കും, അല്ലേ? സോ എഴുതി വെക്കുക. 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇത്. 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ? ജിയോ ജോർജ് അതൊക്കെ പറയാം അടുത്ത ചാപ്റ്ററിലേടാ. ഇത് കഴിയട്ടെ. കിട്ടിയില്ലേടാ? യെസ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ കംപ്ലീറ്റ് ദ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് ഓഫ് മൊമെന്റം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മറക്കരുത്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ യൂണിറ്റ് ഓഫ് മൊമെന്റം. അടുത്തത്, എ സ്റ്റോൺ ഫാളിംഗ് ടുവാർഡ്സ് എർത്ത് അറ്റ് എ certain height possesses momentum. What is mean by momentum? Momentum is equal to mass into velocity. It is a characteristic property of moving object. Move ചെയ്യുന്ന വസ്തുക്കളുടെ characteristic property ആണ് momentum. If a mass of 2 kilogram with a velocity 10 meter per second just before touches the ground, calculate the momentum. Momentum എത്രയാടാ? 2 into 10, 20 kilogram meter per second. മൊമെന്റം എത്രയാണ്? 20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റം. കിട്ടുന്നുണ്ടോ? 20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. നിരഞ്ജൻ കിട്ടുന്നുണ്ടോ? വെറുതെ മാസിന്റെ വെലോസിറ്റി ചെയ്താൽ മതി. യെസ്. സ്പീഡിൽ പോണ മക്കളെ ഇല്ലേ തീരില്ല. അതുകൊണ്ടാണ് എ കാർ ആൻഡ് ബസ് ആർ ട്രാവലിംഗ് അറ്റ് ദ സെയിം വെലോസിറ്റി. ബസ്സും കാറും ഒരേ വെലോസിറ്റി പോവുകയാണെങ്കിൽ മൊമെന്റം ആർക്കാ കൂടുതല് മക്കളെ? വെലോസിറ്റി സെയിമാ. മാസിന്റെ വെലോസിറ്റി ആണ് മൊമെന്റം. വെലോസിറ്റി സെയിം ആണ്. അപ്പൊ മാസ് കൂടുതൽ ആർക്കാ? അവന് കൂടുതൽ മൊമെന്റം. കാറിനാണോ ബസ്സിനാണോ കൂടുതൽ മാസ് ഉണ്ടാവുക? പൊതുവെ ബസ്സിനായിരിക്കും. സോ ബസ്സിനായിരിക്കും കൂടുതൽ മൊമെന്റം, അല്ലെ? ബസ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിച്ചു വെക്കണം. എന്തായിരുന്നു ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം? F is proportional to m into v minus u by t. ഇതല്ല ഇക്വേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് സമയത്തിനനുസരിച്ച്
എം വി മൈനസ് എം യു മൊമെന്റത്തിലെ മാറ്റം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം F is proportional to constant into ma. V minus u by t is a. അല്ലേ V minus u by t. ഇന്നലെ മൊത്തം നമ്മൾ പ്രോബ്ലം ചെയ്തു. A is equal to V minus u by t. അപ്പൊ ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഇവിടെ ഇവിടെ എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് ഇടാം. കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കോൺസ്റ്റന്റ് k ആണ്. അതിനെ 1 ആയിട്ട് എടുത്താൽ F is equal to ma. F is equal to ma is the mathematical form of second law of motion. Mathematical form of second law ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്സ് ചെയ്യണം. എം വി മൈനസ് എം യു ബൈ ടി അല്ലെ, എം ഇൻറ്റു വി മൈനസ് യു ബൈ ടിക്ക് പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സ്. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്. സെക്കൻഡ് ലോ ഗീവ്സ് മെഷർമെന്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിനെ കുറിച്ചുള്ള മെഷർമെന്റ് തരുന്നത്, അളവ് തരുന്നത് ആരാണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. F is equal to ma ആണ്. ഇവിടുന്ന് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ സെക്കൻഡ് ലോ ഇന്ന് F is equal to ma. F is equal to ma. Yes. അടുത്ത ചോദ്യം, റൈറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, രണ്ടാം ചലന നിയമം എഴുതുക. A body of mass m moves with velocity u when a force F is applied on it. After its velocity becomes v. What is the rate of change of momentum മക്കളെ? m into v minus u by t. m into v minus u by t. What is the force? Force is equal to m into v minus u by t. ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് റിസ്വാൻ കറക്റ്റ്. ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു m into v minus u by t. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് മറ്റൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂട്ടൺ. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ആണ്. യൂണിറ്റ് റിസ്വാൻ പറഞ്ഞ കറക്റ്റ് ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് m into a. എമ്മിന്റെ യൂണിറ്റ് കിലോഗ്രാം, എയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്തത് ഇമ്പൾസ് ആണ്. ഇമ്പൾസീവ് ഫോഴ്സ് ഇസ് എ വെരി ലാർജ് ഫോഴ്സ്. ഒരു ചുറ്റിക കൊണ്ട് ചുമരിൽ ആണി അടിക്കുന്നത് ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം ആണ്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ആലോചിച്ച് നോക്കണം. സോ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ്. ഇൻറ്റു ടി, ടിയും ടിയും കട്ട് ചെയ്ത് പോയാൽ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് എം. ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇതാണ് ആര് പറയുന്നത്? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ പറയുന്നത്. ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഇമ്പൾസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. വെരി ഇമ്പോർട്ടന്റ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? കിട്ടുന്നുണ്ടോ? കമന്റ് ഇട്ടേ. യെസ്. ദ യൂണിറ്റ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ് ആണ് മക്കളെ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ന്യൂട്ടൺ തന്നെയാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് മക്കളെ. ഇമ്പൾസിന്റെ യൂണിറ്റ് ആണ് ഫോഴ്സ് ഇൻറ്റു ടൈം വെച്ചിട്ട് ന്യൂട്ടൺ സെക്കൻഡ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ തന്നെയാണ്. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് ചോദിച്ചാലാണ് ന്യൂട്ടൺ സെക്കൻഡ് എഴുതേണ്ടത്. ഇമ്പൾസീവ് ഫോഴ്സ് ന്യൂട്ടണിലാണ്. ഫോഴ്സ് ആണ് ഫോഴ്സ് ന്യൂട്ടണിലാണ്. During a penalty kick, a very large force is applied on the football in a very short time. പെനാൽറ്റി കിക്കിന് 1 മണിക്കൂർ എടുത്ത് നീ തട്ടിക്കോന്നൊന്നും പറയില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇതിന്റെ പേരാണെന്ത്? ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പൾസ്. വെരി ലാർജ് ഫോഴ്സ് ഓൺ എ ഷോർട്ട് ടൈം. ഇമ്പൾസ് എന്നാണ് പേര്. ടെക്നിക്കൽ ടേം ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് അല്ലേ? എന്തിനാണ്? ഫോഴ്സ് അനുഭവപ്പെടുന്നത് കുറയ്ക്കാൻ വേണ്ടി.
when rate of change of momentum is a constant. അല്ലേ? അപ്പം ഇങ്ങനെയാണ്. അപ്പൊ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/t. ഇതൊരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/t. സമയം കൂടിയാൽ ഫോഴ്സ് കുറയ്ക്കാം. കോണ്ടാക്റ്റിൽ വരുന്ന സമയം കൂടിയാൽ ഫോഴ്സ് കുറയ്ക്കാം. എന്റെ ക്യാച്ച് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. കോണ്ടാക്റ്റിൽ വരുന്ന സമയം കൂട്ടിയാൽ ഫോഴ്സ് കുറയ്ക്കാം. സോ നോക്കുക, അറ്റ് ദ ടൈം ഓഫ് ചോദിക്കാറുണ്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് VVIP ചോദ്യം. അറ്റ് ദ ടൈം ഓഫ് ക്യാച്ചിങ് എ ബോൾ, ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന സമയത്ത് മെല്ലെ കൈ പുറകോട്ട് വലിക്കുന്നു, കോണ്ടാക്റ്റിൽ വരുന്ന സമയം കൂട്ടുന്നു, സമയം കൂട്ടിയാൽ ഫോഴ്സ് കുറയ്ക്കാം. പിന്നെയോ ഒരു പോൾ വോൾട്ട് ജമ്പ് ചാടുന്ന സമയത്ത് ഇമ്പാക്ട് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഫോളിങ് ഓൺ ഫോം ബെഡ്. ഒരു ഫോം ബെഡിൽ ചാടിയിട്ട് ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റും. ഫോം ബെഡിൽ ചാടുമ്പോൾ നമ്മൾ മെല്ലെയാണ് റെസ്റ്റിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇമ്പാക്ട് കുറയ്ക്കാം. ഹേ ഓർ സ്പോഞ്ചസ്, വൈക്കോലോ സ്പോഞ്ചുകളോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഗ്ലാസ് വേസ് പാക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? അവർ തമ്മിൽ തട്ടിയിട്ട് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കരാട്ടെ എക്സ്പെർട്സ് മൂവ് their hands with greater speed. അല്ലെ? ഫോഴ്സ് കൂട്ടിയാലേ കരാട്ടെ എക്സ്പെർട്ടിന് ഇഷ്ടികൊക്കെ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രിക്ക് ഇടിച്ച് പൊട്ടിക്കണമെങ്കിൽ ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ വളരെ സ്പീഡിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെ, ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/t. കുറഞ്ഞ സമയമാണെങ്കിൽ എന്താണ് അല്ലെ, കുറഞ്ഞ സമയം ഫോഴ്സ് കൂടും. കുറഞ്ഞ സമയം ഫോഴ്സ് കൂടും. കിട്ടുന്നുണ്ടോ? ക്ലിയർ? യെസ്. ഇനേഷ്യ എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇനേഷ്യ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ്. അടുത്ത ഏതാണ്? മാസുമായി അല്ലെ, ഇനേഷ്യ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. പിന്നെന്താണ് ഇമ്പൾസ്? ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ. സോറി, ഫോഴ്സിന്റെ യൂണിറ്റ് ഏതാണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. യെസ്, എല്ലാം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, നോക്കുക. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, നോക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ? എല്ലാരും പറഞ്ഞേ ക്ലിയർ ആണോന്ന്? യെസ്. ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. ടു എവരി ആക്ഷൻ, ഏതൊരു ആക്ഷൻ നടന്നാലും ഒരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ ടു എവരി ആക്ഷൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ. F12 is equal to minus F21 എന്ന് പറയാം. അങ്ങോട്ട് F12 ആണെങ്കിൽ 1ന്റെ മേലെ 2 ഉള്ളത് F12, 2ന്റെ മേലെ 1 ഉള്ളത് F21 ആണെങ്കിൽ F12 is equal to minus F21. F12 is equal to minus F21. രണ്ടും ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെഗറ്റീവ് സൈൻ എന്തിനെ കാണിക്കുന്ന? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. For every action there is an equal and opposite reaction. Write daily life situations where this law can be made use of. A swimmer, ഒരു നീന്തൽക്കാരൻ നീന്തുമ്പോൾ വെള്ളം പുറകിലേക്കും അയാളുടെ ബോഡി മുന്നിലേക്കും നീങ്ങുന്നു. ഒരു മനുഷ്യൻ നടക്കുമ്പോൾ കാല് പുറകിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. While walking, very important, while walking. Okay ആണോ മക്കളെ? സെറ്റ് ആണോ? Law of conservation of momentum. In the absence of an external force, the total momentum of a system is constant. എന്താണ്? പുറത്തു നിന്നും ഒരു ബാഹ്യ ഫോഴ്സുകളും എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലെങ്കിൽ ഒരു സിസ്റ്റത്തില് മൊമെന്റം എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ABCD എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ തന്നിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ A മൂവ് ബാക്ക് ആൻഡ് മെയ്ഡ് ടു ഹിറ്റ് ഓൺ B? എനെ പുറകോട്ട് വലിച്ച് മുന്നോട്ട് വിട്ടുമ്പോ എന്ത് സംഭവിക്കും? ആരാ മുന്നോട്ട് മൂവ് ചെയ്യുക? ഈ റൈറ്റിലോട്ട് മൂവ് ചെയ്യും അല്ലെ? എ പുറകോട്ട് വലിച്ച് മുന്നോട്ടിട്ട് ഈ അങ്ങോട്ട് മൂവ് ചെയ്യും. വാട്ട് ഡു യു ഒബ്സർവ് വെൻ ദ ബോൾസ് A ആൻഡ് B? എയും ബിയും പുറകോട്ട് വന്നിട്ട് സിയിൽ ഇടിച്ചു. അപ്പൊ ഡിയും ഇയും മൂവ് ചെയ്യും. എയും ബിയും പുറകോട്ട് വലിച്ച് മുന്നോട്ട് ഇടുമ്പോ ഡിയും ഇയും മൂവ് ചെയ്യും. വിച്ച് ലോ?
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഇങ്ങനത്തെ ചോദ്യം വരിക. അടുത്ത ചോദ്യം, ഫിഗർ ഓഫ് ഒബ്ജക്ട്സ് മാസ് 2 kilogram, m2 3 kilogram, traveling in the same direction in a straight line. u1 u എത്രയാണ്? 10 meter per second. u1 u2 എത്രയാണ്? 5 meter per second. ഇവന്മാർ രണ്ടുപേരും കൂട്ടിയിടിച്ചിട്ട് അവർ ഒരുമിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങിയടാ. 2 കിലോഗ്രാമുള്ള ഇവനും 3 കിലോഗ്രാമുള്ള ഇവനും കൂട്ടിയിടിച്ചിട്ട് ഇങ്ങനെ പോയി കൂട്ടിയിടിച്ചിട്ട് എ സ്വാഭാവികമായിട്ട് സ്പീഡിൽ വന്നാലേ ബീനെ കൂട്ടിയിടിക്കാൻ പറ്റുള്ളൂ. ഒരേ ഡയറക്ഷനിലാണ്. എ സ്പീഡിൽ വരുന്നു, ബീനെ കൂട്ടിയിടിക്കുന്നു, രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നു. അപ്പൊ വാട്ട് ഈസ് ദ മൊമെന്റം ബിഫോർ കൊളീഷൻ? m1u1 പ്ലസ് m2u2. എത്രയാ കിട്ടാ? മൊമെന്റം ബിഫോർ കൊളീഷൻ ചെയ്തോളൂ. m1 2 into 10 plus 3 into 5 35 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിട്ടുന്നുണ്ടോടാ? 35 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. വാട്ട് വിൽ ദ വെലോസിറ്റി ഓഫ് ദ കമ്പൈൻഡ് സിസ്റ്റം? ശ്രദ്ധിച്ചിരുന്നോളൂ. m1u1 പ്ലസ് m2u2 is equal to m1v1 പ്ലസ് m2v2. ഇക്വേഷൻ പഠിച്ചോളൂ. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. മക്കളെ, രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിച്ച ശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. കമ്പൈൻഡ് ആയിട്ടാ പോകുന്നത്. അപ്പൊ അവന് വൺ സിംഗിൾ വെലോസിറ്റി ഉള്ളൂ. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള വഴി എന്താ മക്കളെ? എന്തായിരുന്നു വഴി? നോക്ക. m1u1 plus m2u2 35 is equal to m1 plus m2 into v2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v2 ആണ്. v2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 35 by m1 plus m2 2 plus 3 5 7 meter per second കിട്ടും. 7 meter per second കിട്ടും. എത്ര പേർക്ക് കിട്ടി? ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്. എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തുവിനെ പോയി ഒരൊറ്റ ഇടി കൊടുത്തു. അപ്പം അവന്റെ ഇക്വേഷൻ എന്താ? m1u1 plus m2u2 സമം m1v1 plus m2v2. മൊത്തം കൂട്ടിയപ്പോൾ ഇനീഷ്യലി മൊത്തം ചെയ്തപ്പോൾ 35 കിട്ടി. അപ്പൊ v കണ്ടുപിടിക്കാൻ എന്തിനാ? v m1 m2 കോമൺ ആണ്. m1 plus m2 into v2 എന്താണ്? v ഒറ്റ v ഉള്ളൂ. v1 സമം v2. v1 v2 സെയിം ആണ്. അതുകൊണ്ട് v കണ്ടുപിടിക്കാം. v is equal to 7 meter per second. കിട്ടിയോ? 7 meter per second കിട്ടിയോ? ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്. കിട്ടിയോ? എത്ര പേർക്ക് കിട്ടി? എടാ, ഇത് കിട്ടുന്നില്ലേ? ആർക്കും കിട്ടിയില്ലേ? കിട്ടിയില്ല? പറഞ്ഞോ. കിട്ടാത്തവര് പറഞ്ഞോ. ഒന്നും കൂടെ പറഞ്ഞുതരാം. എടാ, m1ന്റെ മാസ് എടുക്കുക. ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ 2 കിലോഗ്രാം. m2ന്റെ മാസ് എടുക്കുക 3 കിലോഗ്രാം. ഓക്കെ. m1ന്റെ വെലോസിറ്റി u1 ആയിട്ട് എടുക്കുക 10 മീറ്റർ പെർ സെക്കൻഡ്. m2ന്റെ വെലോസിറ്റി u2 ആയിട്ട് എടുക്കുക 5 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ വസ്തുക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് m1u1 plus m2u2 സമം m1v1 plus m2v2. ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെക്കുക. ഇക്വേഷൻ എല്ലാവരും പഠിച്ചോളൂ. m1u1 plus m2u2 സമം m1v1 plus m2v2. പഠിച്ചോ? u1 എന്ന് പറഞ്ഞാൽ u2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ആണ്. v1 എന്ന് പറഞ്ഞാൽ v2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ആണ്. ഓക്കെ. ഫൈനലി കൂട്ടിയിടിച്ച രണ്ട് വസ്തുക്കളും ഒരൊറ്റ വെലോസിറ്റിയിലാണ് പോകുന്നത്. v എന്ന വെലോസിറ്റിയിലാണ് പോകുന്നത്. കാരണം രണ്ട് വസ്തുക്കൾ കൂട്ടിയിടിച്ച ശേഷം രണ്ടുപേരും കമ്പൈൻ ആയിട്ട് ഒറ്റ വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. m1u1 plus m2u2 കണ്ടുപിടിക്കൂ. m1u1 plus m2u2. m1 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into
10 പ്ലസ് 3 into 5 എത്ര കിട്ടുക? 35 അല്ലേ? 35 കിട്ടി ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം ഇനീഷ്യൽ മൊമെന്റം സെയിം ആവണം. ഫൈനൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ മൊമെന്റം വിച്ച് ഈസ് ഈക്വൽ ടു 35 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ മൊമെന്റം ഇനീഷ്യൽ മൊമെന്റം തുല്യമാണ്. അത് 35 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ബാക്കി ചെയ്തൂടെ നിങ്ങൾക്ക്? 35 സമം m1 പ്ലസ് m2 ഇൻറ്റു വി. വി കോമൺ ആണ്. ഫൈനൽ വെലോസിറ്റി, ഫൈനൽ മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ഫൈനൽ മൊമെന്റം. അപ്പൊ നിങ്ങൾക്ക് വി കണ്ടുപിടിച്ചൂടെ? വി സമം 35/m1 പ്ലസ് m2. ഇപ്പൊ മനസ്സിലായോ? 35/m1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 35 എത്രയാണ്? 2 + 3 5. 35/5 എന്ന് പറഞ്ഞാൽ 7 കിട്ടും. എത്ര പേർക്ക് കിട്ടി? ഇപ്പൊ എത്ര പേർക്ക് കിട്ടി? കമന്റ് ഇട്ടേ. അതിലെ മനസ്സിലായോ? ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്. A bullet is fired with a velocity of v from a gun of mass m. m മാസ് ഉള്ള ഒരു ഗണ്ണില് വെടിവെക്കാണ് നമ്മൾ. ബുള്ളറ്റ് പുറത്തേക്ക് വിടുകയാണ്. അപ്പം ഗണ്ണ് തിരിച്ച് റീകോയിൽ ചെയ്യും അല്ലെ? വെലോസിറ്റി കണ്ടുപിടിക്കണം മക്കളെ. ഇനി എഴുതിക്കോളൂ. ഇനീഷ്യൽ മൊമെന്റം മൂവ് ചെയ്യുന്നതിന് മുന്നേ ഗണ്ണിന് വെലോസിറ്റി ഉണ്ടോ? ഇല്ല, 0. ഫൈനൽ മൊമെന്റം ഓഫ് ഗൺ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ഗൺ 0 ആയിരുന്നു. ഇനീഷ്യൽ മൊമെന്റം ഓഫ് ബുള്ളറ്റ് അത് 0 ആയിരുന്നു. മൂവ് ചെയ്യുന്നതിന് മുന്നേ ബുള്ളറ്റിന്റെ വെലോസിറ്റിയും ഗണ്ണിന്റെ വെലോസിറ്റിയും 0 ആണ്. അതുകൊണ്ട് മൊമെന്റം 0 ആണ്. ഇനി നോക്കാം ഫൈനൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി. ഗണ്ണാണെങ്കിൽ ഗണ്ണിന്റെ വെലോസിറ്റി ആണെങ്കിൽ ക്യാപിറ്റൽ വി ആണ് വരിക. സോ ഫൈനൽ മൊമെന്റം ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ എം വി. ഫൈനൽ മൊമെന്റം ഓഫ് ബുള്ളറ്റ് ബുള്ളറ്റിന്റെ എത്രയായിരിക്കും? എം ഇൻറ്റു കുഞ്ഞു വി ആയിരിക്കും അല്ലെ? നമുക്ക് മനസ്സിലായി 0 ആണ് ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം സമം ഫൈനൽ മൊമെന്റം. എഴുതിക്കോളൂ. ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. ഫൈനൽ മൊമെന്റോ എം വി പ്ലസ് എം വി. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും വി സമം മൈനസ് എം വി ബൈ എം. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കാണാതെ പഠിച്ചു വെച്ചോളൂ. എഴുതാൻ അറിയത്തിൽ കാണാതെ പഠിച്ചു വെക്കാം. മൈനസ് എം വി ബൈ എം. സ്മോൾ എം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ മാസ് ആണ്. സ്മോൾ വി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ വെലോസിറ്റി ആണ്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഗണ്ണിന്റെ മാസ് ആണ്. ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ ഗണ്ണിന്റെ വെലോസിറ്റി ആണ്. മൈനസ് എം വി ബൈ എം. കിട്ടിയോ? യെസ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. When bullet is fired from a gun, the gun moves backward. What are action and reaction? ബുള്ളറ്റ് ഗണ്ണിന്റെ മേലെ കൊടുക്കുന്നത് ആക്ഷൻ ആണ്. അതുവഴി ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നു. എന്താണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ഗണ്ണ് ബുള്ളറ്റ് കൊടുക്കുന്നത്. ബുള്ളറ്റില് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നത് ആക്ഷൻ. ബുള്ളറ്റ് തിരിച്ച് ഗണ്ണിലൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നത് റിയാക്ഷൻ. അതുകൊണ്ടാണ് ഗണ്ണ് ബാക്കോട്ട് മൂവ് ചെയ്യുന്നത്. വാട്ട് വിൽ ബി ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ? കണ്ടുപിടിച്ചോളൂ. മൈനസ് എം എന്ന് പറഞ്ഞാൽ 4. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ബൈ എം എത്രയാണ്? സോറി ഇവിടെ എത്രയാണ്? മൈനസ് എം വി. ബുള്ളറ്റിന്റെ മാസ് എത്രയാണ്? 0.2 ആണ് ബുള്ളറ്റിന്റെ മാസ്. ആണോ? ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി ബൈ വലിയ എം എന്താ? ഗണ്ണിൻ്റെത് എത്രയാ മക്കളെ? ഗണ്ണിന്റെ മാസ് 4 മൈനസ് 8 24 8 അല്ലെ? എത്ര കിട്ടുക?
8 കിട്ടുക 8 -8/4 എന്ന് പറഞ്ഞാൽ -2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ശരിയാണോ? -2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടുന്നുണ്ടോ? -m/v/m ആണ് റീകോയിൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ. റീകോയിൽ വെലോസിറ്റി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ ഉത്തരമാണ് -2 മീറ്റർ പെർ സെക്കൻഡ്. പ്രീവിയസ് സ്ലൈഡ് കാണിക്കും. ഇതാണോ? അക്ഷര Give reason for the following. Accidents happen to the passengers who does not wear seat belt. As long as the seat belts are working well. നല്ലപോലെ വർക്ക് ചെയ്യുന്ന സീറ്റ് ബെൽറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബോഡി സീറ്റിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോവാതിരിക്കാൻ നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്? അല്ലെ, സീറ്റ് ബെൽറ്റുകൾ സഹായിക്കുന്നുണ്ട്. ഇനേഷ്യ ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് നിർത്തുമ്പോൾ മുന്നോട്ട് പോയിട്ട് അപകടങ്ങൾ ഉണ്ടാവാം. അത് തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നത്. ദസ് എന്ത് സംഭവിക്കും? ദ ടൈം ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഹാൻഡ് ആൻഡ് ബോൾ. ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ ബോളും ഹാൻഡും തമ്മിലുള്ള സമയം കൂട്ടുന്നതിനനുസരിച്ച് ഫോഴ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെയോ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. എന്തുകൊണ്ടാ? ആക്ഷനും റിയാക്ഷനും ഡു നോട്ട് ക്യാൻസൽ. എന്തുകൊണ്ടാ? ദേ ആക്ട് ഓൺ ഡിഫറെന്റ് ബോഡീസ്. വെരി ഇമ്പോർട്ടന്റ്. VVIP ആണ് വരും മക്കളെ, വേണമെങ്കിൽ പഠിച്ചോളൂ. വെരി ഇമ്പോർട്ടന്റ്. ആക്ഷനും റിയാക്ഷനും ഡിഫറെന്റ് ബോഡീസിലാണ്. കിട്ടിയോ? യെസ്. മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ സർക്കുലർ പാത്ത് ഈസ് റെപ്രസെന്റഡ് ബിലോ. ഒരു സർക്കുലർ പാത്തിലൂടെ പോകുന്ന ഒരു വസ്തുവിന്റെ മോഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടൈം ഓരോ സെക്കൻഡിലും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അല്ലെ, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് അല്ലെ. ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഗിവ് എക്സാമ്പിൾ ഫോർ യൂണിഫോം സർക്കുലർ മോഷൻ. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം അല്ലെ, സാറ്റലൈറ്റുകളുടെ മോഷനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിഫോം. സ്പീഡ് മാറുന്നില്ല, പക്ഷെ ഡയറക്ഷൻ ഇങ്ങനെ മാറുന്നുണ്ട്. ഡയറക്ഷൻ മാറുന്നില്ലേ? സ്പീഡ് മാറുന്നില്ല, പക്ഷെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് യൂണിഫോം സർക്കുലർ മോഷന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കും. മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവൻ സാറ്. ഈസി ആയിരുന്നോ? മക്കളെ മാത്സ് എക്സാം ആയിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. ഓക്കെ, ഫുള്ള് കിട്ടും എല്ലാവർക്കും? പൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവരും. സെറ്റ് ആയിരുന്നു, പൊളിയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ ആയിരിക്കും ഫിസിക്സ്. അപ്പൊ എല്ലാവരും ഇവിടെ മാരത്തോണിൽ എടുക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നല്ല പോലെ ചെയ്ത് നോക്കണം കേട്ടോ. സാറ് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. A+ കിട്ടും, 70ന്റെ മേലെ എല്ലാവർക്കും കിട്ടും എന്ന് പറയുന്നുണ്ട്. ആര്യനന്ദൻ ലൈവിൽ ആര്യനന്ദൻ, നമ്മുടെ ആര്യനന്ദൻ കമന്റ് ചെയ്യുന്നുണ്ട്. ആര്യനന്ദൻ അവിടെയാണ് ഇന്ന് ക്ലാസ് കണ്ടോണ്ടിരിക്കുന്നത് തോന്നുന്നു. അമൃത ലക്ഷ്മിക്ക് പോയ 1 മാർക്ക് ഇതാ ഇവിടെ പിടിച്ചോ, 2 മാർക്ക് പിടിച്ചോളൂ, ഒന്നും പോവണ്ട കേട്ടല്ലോ. യെസ്, അത് കഴിഞ്ഞു. തിരിച്ചു വരാം. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിഫോം സർക്കുലർ മോഷൻ. പറഞ്ഞുല്ലേ, എക്സാമ്പിൾ പറഞ്ഞു. പെൻഡുലത്തിലെ അല്ലെ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനമൊക്കെ നമുക്ക് പറയാം. ഡ്രോ മീൻസ് ക്ലോക്കിലെ സെക്കൻഡ് ഹാൻഡ് അല്ലെ, സെക്കൻഡ് സൂചിയുടെ മിനിറ്റ് സൂചിയുടെ ഒക്കെ ചലനം നമുക്ക് പറയാം. ഓക്കെ, ഡ്രോ ദ പാത്ത് ഓഫ് ആൻ ഒബ്ജക്ട് ഇഫ് ഇറ്റ് ലോസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് നഷ്ടപ്പെട്ടാൽ വസ്തുക്കൾ എങ്ങോട്ട് പോകും? ടാൻജന്റിലൂടെ പോകും. ത്രൂ ടാൻജന്റ് വസ്തു എന്ത് ചെയ്യും? തെറിച്ചു പോകും. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, സെന്ററിലേക്കുള്ള ഫോഴ്സ് നഷ്ടപ്പെട്ടാൽ അവൻ ടാൻജന്റിലൂടെ പോകും. മനസ്സിലായോ? യെസ്. ഓക്കെ. A man jumps from a boat to the shore. ഒരു മനുഷ്യൻ ബോട്ടിൽ നിന്നും തീരത്തേക്ക് ചാടുകയാണ്. ഐഡന്റിഫൈ ദ ആക്ഷൻ. ഇത് വെരി ഇമ്പോർട്ടന്റ് VVIP ചോദ്യമാണ്. ഒരാൾ തോണിയിൽ നിന്നും താഴേക്ക് ചാടുമ്പോൾ ആക്ഷൻ എന്താണ്? റിയാക്ഷൻ എന്താണ്? ആക്ഷൻ എന്താണ്?
the man exerts a force on the boat. മനുഷ്യൻ കാല് കൊണ്ട് പുറകിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, തോണി പുറകിലേക്ക് മൂവ് ചെയ്യുന്നു, ആള് മുന്നോട്ടേക്ക് ചാടുന്നു അല്ലെ. അപ്പം ആള് പുറകിലേക്ക് കൊടുക്കുന്നതാണ് എന്ത്? മാൻ എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദ ബോട്ട് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, റിയാക്ഷനും ഫോഴ്സ് ആണ്. മനുഷ്യൻ കാല് കൊണ്ട് പുറകിലേക്ക് ഫോഴ്സ് കൊടുത്ത് തോണി പുറകോട്ട് പോകുന്നത് ആക്ഷനും, ബോട്ട് തിരിച്ച് മനുഷ്യനെ മുന്നോട്ട് തള്ളുന്നത് വഴി മനുഷ്യൻ മുന്നോട്ടേക്ക് ചാടാൻ പറ്റുന്നത് റിയാക്ഷനുമാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ആണിത്, എല്ലാവർക്കും അറിയാം. എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എ സ്വിമ്മർ പുഷസ് ദ വാട്ടർ ബാക്ക്വേർഡ്. അല്ലെ, ഇതേതൊരു എക്സാമ്പിളാ? തേർഡ് ലോയ്ക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചു. നമ്മൾ നടക്കുന്നത്, നമ്മൾ നീന്തുന്ന ആള് കൈ പുറകോട്ടേക്ക് കൊടുക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. കൈ പുറകോട്ടേക്ക് കൊടുക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. എടാ, ഇനേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിങ്ങനെ നിൽക്കുക, ഒരു ബോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കാം അല്ലെ. വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, ഫ്രിക്ഷനോ ഇല്ലെങ്കിൽ പോകുന്ന ആള് പോയിക്കൊണ്ടിരിക്കും, ഇനേഷ്യ ഓഫ് മോഷൻ. നിൽക്കുന്ന ആള് നിന്നോണ്ടിരിക്കും, ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ആരാ ചോദിച്ചിരിക്കുന്നത്? ചോദിച്ചാൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മിസ്സേ കിട്ടിയോന്നു ചോദിക്കാം. തോണി തുഴയുന്നു. ലോവിസ് മാം, ഇതിന്റെ ലാസ്റ്റ് കമന്റ് ബോക്സിൽ ഇനേഷ്യ എന്താന്ന് ചോദിച്ചിരുന്നു. ലാസ്റ്റ് ആരാത്? നാഫിയക്ക് കിട്ടിയോന്നൊന്ന് പറയാട്ടോ. നാഫിയ, ഒരു ബസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കാം, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് ബസ് നിർത്തി, നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് മുന്നോട്ടേക്ക് ആയും. സോ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് പോയിക്കൊണ്ടിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ആണ് ഇനേഷ്യ. അത് ഇനേഷ്യ ഓഫ് മോഷൻ. ഇനി നമ്മളിങ്ങനെ കിടന്നുറങ്ങുക, ബസ് വെറുതെ ഇരുന്ന ബസ്സിൽ, ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ പുറകോട്ട് പോകും, ഇനേഷ്യ ഓഫ് റെസ്റ്റ്. നാഫിയ, from where does the man exerts a force for jumping? ഇങ്ങനെ തോണിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ആൾക്ക് ചാടാൻ വേണ്ടി വരുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തത് ആരാണ്? ബോട്ടാണ്. ബോട്ടിനെ തള്ളിയപ്പോ ബോട്ട് തിരിച്ചു കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടാണ് മനുഷ്യൻ ചാടിയത്. സോ ബോട്ടാണ് എന്ത് ചെയ്തത്? അവിടെ ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഫ്രം ബോട്ട്. Find out the relation from the first pair and complete the second. Impulse എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണെങ്കിൽ, മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ റിലേഷൻ ചോദിക്കാറുണ്ട് എപ്പോഴും. 9ാം ക്ലാസ്സിൽ റിലേഷൻ ചോദിക്കാറുണ്ട്. Classify the following instances into inertia of motion and inertia of rest. When a running athlete അല്ലെങ്കിൽ running bus stops suddenly, passengers tend to fall forward. Inertia of motion. A fan continue to rotate. ഫാന് സ്വിച്ച് ഓഫ് ആക്കിയിട്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, inertia of motion. Mango falls down when the branches are shaken. മാങ്ങ മരം, മാവ് പിടിച്ചു കുലുക്കുമ്പോ മാങ്ങ താഴെ വീഴുന്നു. Rest, inertia of rest. It is possible to strike out a single carom coin. ക്യാരം കോയിനെ അടുക്കി വെക്കുമ്പോൾ ഒരൊറ്റ ക്യാരം കോയിനെ അടിയിൽ നിന്ന് തട്ടുമ്പോൾ മുകളിലുള്ള കോയിൻ അതേപടി താഴേക്ക് വീഴും. ഓക്കെ അർച്ചന, അതെന്തൊരു എക്സാമ്പിൾ ആണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റ്. യെസ്, ക്ലാസിഫൈ ചെയ്യാനാ ചോദിച്ചിരിക്കുന്നത്. മോഷൻ, ഇത് ഇനേഷ്യ ഓഫ് മോഷൻ ആണ്, ഇത് മോഷൻ ആണ്, ഇത് റെസ്റ്റ് ആണ്. കിട്ടിന്ന് വിചാരിക്കുന്നു. എ ഗേൾ സിറ്റിംഗ് ഓൺ എ ചെയർ. ഒരു മണ്ടിയായ കുട്ടി ഇരിക്കുന്ന ചെയർ, ഇരിക്കും കൊമ്പ് മുറിക്കരുത് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കസേര പൊക്കി പിടിക്കാണ്. അപ്പൊ കസേര നീക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇന്റേണൽ ഫോഴ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഇരിക്കുന്ന കസേര സ്വന്തം നീക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇരിക്കുന്ന കസേര നീക്കാൻ പറ്റാത്തത് ഇന്റേണൽ ഫോഴ്സുകൾക്ക് ഒരു വസ്തുവിനെ നീക്കാനോ ഒന്നും പറ്റില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് അതിന്റെ ആൻസർ. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം, 10-15 മിനിറ്റ്. Find out the appropriate law given for the given situations. When the tip of an inflated balloon is released. ബലൂണ് വീർപ്പിച്ച ബലൂൺ വിട്ട് കഴിയുമ്പോൾ ബലൂൺ എന്ത് ചെയ്യും? മുന്നോട്ടേക്ക് കുതിക്കും അല്ലേ? പക്ഷേ
മോഷൻ ഓഫ് ദ കാർ അല്ല, എയർ. എയറിന്റെ മോഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബലൂൺ പോകുന്നത്. എന്തുകൊണ്ടാ? തേർഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ. When a bus moves forward suddenly from rest, standing passengers tend to fall back. എന്താണിത്? റെസ്റ്റിലായിരുന്നു, അപ്പൊ റെസ്റ്റിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. During pole vault jump, the impact is reduced by falling on foam bed. Impulse ആണ് അല്ലേ? സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ടതാണിത്. ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ പുഷ്ഡ് ഔട്ട് ഫ്രം ദ റോക്കറ്റ്. റോക്കറ്റ് കുതിക്കുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് പുറകിലേക്കും റോക്കറ്റ് മുന്നോട്ടേക്കും കുതിക്കും. എന്തുകൊണ്ടാ? പുറകിലേക്ക് പോകുന്നതിന് ഇക്വലന്റ് ഓപ്പോസിറ്റ് മുന്നോട്ടേക്ക് പോകുന്നു. ഇത് തേർഡ് ലോ. യെസ് സെക്കൻഡ് വൺ ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോയാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഫസ്റ്റ് ലോ. ഓക്കെ, ശരിയായില്ലേ? യെസ്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ലോസ് ആണ് ചോദിച്ചത്. ലോസ് റെസ്റ്റ് ആണോ മോഷൻ ആണോ എന്നല്ല, ലോസ്. ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. All are aware of Newton's third law. When a man jumps from a boat to the shore, even though action and reaction are equal and opposite, they do not cancel each other. എന്തുകൊണ്ടാ? Action and reaction act on different bodies. Very important ആണ്. ആക്ഷനും റിയാക്ഷനും ഡിഫറെന്റ് ബോഡീസിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. പിന്നെയോ, ഒരു ഉന്തുവണ്ടി നമ്മള് മണ്ണിലൂടെ ചെളിയിലൂടെ നീക്കുകയാണ്. ചെളിയിലൂടെ നീക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? if we push cart on a mud, അല്ലെ? മഡില് ചെളിയില് കാർട്ട് ഉന്തുവണ്ടി നീക്കുമ്പോൾ ഉന്തുവണ്ടി നീങ്ങുന്നില്ല, അല്ലെ? ഐസിൽ തള്ളുമ്പോൾ നീങ്ങുന്നില്ല. എന്തുകൊണ്ടാ? ഐസ് മിനുസമുള്ള സർഫസ് ആണ്, ഫ്രിക്ഷൻ ഇല്ല. മഡ് ചളിയിൽ നമ്മൾ തെന്നി പോവാറുണ്ടല്ലേ, മിനുസുള്ള സർഫസ് ആണ്, അവിടെ ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ there is no reaction. ഈക്വൽ റിയാക്ഷൻ. ഉന്തുവണ്ടിയിലോട്ട് തള്ളുന്നു, അതിന് തിരിച്ചൊരു റിയാക്ഷൻ എവിടെ കൊടുക്കുന്നില്ല. ഉന്തുവണ്ടി ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ ചെളിയിൽ നിന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മഡിന് റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വണ്ടി മൂവ് ചെയ്യാത്തത്. മനസ്സിലായോ? യെസ്. When two boys are pushing the table from opposite sides with equal force, the table continues in its state of rest. Which law? First law. Balanced force-ന് ഒരു വസ്തുവിനെ മൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? State the law. അറിയാലോ? Every body continues in its state of rest or uniform motion unless an unbalanced external force act on it. Okay. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് കാർ ഓഫ് 1000 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ. കണ്ടുപിടിച്ചോളൂ മക്കളെ. വി എത്രയാ? ഫൈനൽ വെലോസിറ്റി 20, ഇനീഷ്യൽ വെലോസിറ്റി 0, സമയം 10. ചെയ്തോളൂ. 20 ആക്സിലറേഷൻ. A question answer v minus u by t. 20 minus u 0 by t. 10 second. 4 meter per second. 2 meter per second square. Yes. What is the force? എടാ F is equal to ma. ചെയ്തോളൂ. 1000 into 2. എത്രയായിരിക്കും ഫോഴ്സ്? 2000 ന്യൂട്ടൺ. ഇത് രണ്ടാമത്തെ ചാപ്റ്റർ അല്ല. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയ എ ഉപയോഗിച്ച് മൂന്നാമത്തെ ചാപ്റ്ററിൽ വെച്ച് ഫോഴ്സ് കണ്ടുപിടിക്കുക. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ കിട്ടിയ ആക്സിലറേഷൻ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക, കുടിക്കുക. 2000 ന്യൂട്ടൺ കിട്ടിയോ? ആൻസർ ഇവിടെ ഉണ്ട്, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഗ്രാഫ് തന്നാ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. യെസ്. State the reason. It is easy to stop a rolling empty drum. കാലിയായിട്ടുള്ള ഒരു ഡ്രം ഉരുണ്ടു വരികയാണെങ്കിൽ അതിനെ നിർത്താൻ വളരെ എളുപ്പമാണ്. മാസ് കുറവാണ്, ഇനേഷ്യ കുറവാണ്, പെട്ടെന്ന് നിൽക്കും. പക്ഷേ റോളിംഗ് ഡ്രം ഫിൽഡ് വിത്ത്
ടാറ് നിറച്ച ഡ്രം ഉരുകി വരികയാണെങ്കിൽ എന്ത് പറ്റില്ല? പറ്റില്ല. ഡ്യൂ ടു ഹ്യൂജ് മാസ് ഇൻക്രീസ് ചെയ്തു, ഇനേഷ്യ കൂടി പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. മനസ്സിലായോ? നിരഞ്ജൻ കിട്ടുന്നുണ്ടോ? യെസ്. അടുത്ത ചോദ്യം. The motion of an object along circular path is known as circular motion. What is mean by centripetal acceleration? The acceleration experienced by an object in a circular motion along the radius. ഒരു വസ്തു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ റേഡിയസിലൂടെ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. റേഡിയസിലൂടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓർമ്മയുണ്ടോ? along the radius towards the center. മിസ്സിന്റെ പാട്ട് ഓർമ്മയുണ്ടോ? towards the center, along the radius. ഒരു സർക്കുലർ പാത്തിലുള്ള ആളുടെ റേഡിയസിലേക്ക് അല്ല സെന്ററിലേക്ക് റേഡിയസിലൂടെ ഉള്ളതാണ് എന്ത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. A hammer of mass 4 kilogram is subjected to a circular motion along a circular path of radius 2 meter, velocity 5 meter per second. Calculate centripetal force. Yes, centripetal force mv square by r. എത്രയാടാ? mv square by r കണ്ടുപിടിച്ചോ? 4 × 5 × 5 by r എത്രയാ? 2. എത്രയാ? 100 by 2. 50 മീറ്റർ അല്ല സോറി 50 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കണ്ടുപിടിച്ചത്. 50 ന്യൂട്ടൺ ശരിയാണോ? 50 ന്യൂട്ടൺ. 50 ന്യൂട്ടൺ ആയിരിക്കും ഫോഴ്സ്. 50 ന്യൂട്ടൺ ആയിരിക്കും ഫോഴ്സ്. കറക്റ്റ്? യെസ്, വെരി ഗുഡ്. What happens to the hammer which is under circular motion if it loses centripetal force? വട്ടത്തിൽ കറങ്ങുന്ന ആളുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പോയാൽ ടാൻജന്റിലൂടെ അവൻ എന്ത് ചെയ്യും? The hammer will be thrown off. എറിയപ്പെടും. ഏതിലൂടെ? ടാൻജന്റിലൂടെ. ഇങ്ങനെയുള്ളവൻ ഇവിടെ വെച്ച് സെൻട്രിപെറ്റൽ ഫോഴ്സ് നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ തെറിച്ചു പോകും. ഓക്കെ വൈക, മനസ്സിലായില്ലേ? വെരി ഗുഡ് അൽമിറ. A body of mass 3 kilogram is moving with a velocity 4 meter per second. What is its momentum? Mass into velocity ആണ് momentum. 3 × 4 12 kilogram meter per second. വളരെ എളുപ്പമാണ്, ഗുണിച്ചാൽ മതി. In the figure given below, the frictionless toy car of low mass അല്ല C എന്ന് പറഞ്ഞാൽ ഒരു ടോയ് കാറാണ്. Threads are taken from either side of the car, from either end of the car through pulleys, and weights are hung at the ends shown. What will you observe on placing 100 gram? എടാ ഇവിടെ ഒരു 100 gram വെച്ചു, ഇവിടെ 100 gram വെച്ചു. ഇത് മൂവ് ചെയ്യോ? കാർ മൂവ് ചെയ്യുമോ ഇല്ലയോ? കാർ will not move. അവിടെ ഇവിടെ 100 gram അല്ലേ വെക്കുന്നത്, കാർ മൂവ് ചെയ്യില്ല. പിന്നെയോ നമ്മള് ഇവിടെ എയില് 100 ഗ്രാമും ബിയില് 200 ഗ്രാമും വെച്ച് എന്ത് സംഭവിക്കും? കാർ മൂവ് ടുവാർഡ്സ് ബി. ബിയുടെ അടുത്തേക്ക് കാർ മൂവ് ചെയ്യും. എവിടെയാണോ മാസ് കൂടുതലുള്ളത് അങ്ങോട്ടേക്ക് കാർ മൂവ് ചെയ്യും അല്ലെ? സോ ഒന്നാമത്തെ കേസില് സ്റ്റേഷനറി ആയിരിക്കും, രണ്ടാമത്തെ കേസിൽ ബിയുടെ അടുത്തേക്ക് മൂവ് ചെയ്യും. അവിടെ ബാലൻസ്ഡ് ആയിരുന്നു, ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയി. മനസ്സിലായോ? പ്രീവിയസ് ഇയർ ആണ്. മനസ്സിലായോ? എളുപ്പമുള്ള ചോദ്യ, ചിത്രം കണ്ട് പേടിക്കരുത്. യെസ്, ലെറ്റസ് എസ്എസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വേഗം ഒന്ന് വായിച്ച് നിർത്താം. വാട്ട് ആർ ദ ബാലൻസ്ഡ് ഫോഴ്സസ് ദാറ്റ് ക്യാൻ ആക്ട് ഓൺ എ ബുക്ക് അറ്റ് റെസ്റ്റ് ഓൺ എ ടേബിൾ? ഒരു ബുക്ക് ടേബിളിൽ വെച്ചിരിക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ബുക്ക് എക്സേർട്സ് എ ഡൗൺവേർഡ് ഫോഴ്സ്.
ബുക്ക് താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ടേബിളിലേക്ക്, ടേബിൾ തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആക്ഷനും റിയാക്ഷനും എഴുതാൻ പഠിക്കണം. ആക്ഷനും റിയാക്ഷനും എഴുതാൻ പഠിക്കണം. ഒരു ടേബിളിൽ വെച്ചിരിക്കുന്ന ബുക്കിന് മുകളിലേക്ക് ഒരു ഫോഴ്സും താഴേക്ക് ഒരു ഫോഴ്സും. ടേബിൾ ബുക്കിലേക്കുള്ള ഫോഴ്സും ബുക്ക് ടേബിളിലേക്കുള്ള ഫോഴ്സുമാണ് നടക്കുന്നത്. To remove dust from a carpet, it is suspended and it hit with a stick. What is the scientific principle? Inertia of rest ആണ്. Inertia കാരണം ആ dust particles താഴത്തേക്ക് വരും. A car and a bus are traveling with the same velocity. മൊമെന്റം കൂടുതൽ ആർക്കായിരിക്കും? ബസ്സിനായിരിക്കും, കാരണം മാസ് കൂടുതലാണ്. On the basis of Newton's third law of motion, explain force that helps to propel റോക്കറ്റ് പ്രൊപ്പൽ ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഹൈ പ്രഷറിലുള്ള ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. ഇത് റോക്കറ്റ് ആണ്. റോക്കറ്റ് മുന്നോട്ട് പോകുന്നു, ഗ്യാസ് പുറകിലേക്ക് പോകുന്നു. പുറകിലേക്ക് പോകുന്ന ഗ്യാസ് മോളിക്യൂൾസ് കാരണം എന്ത് ചെയ്യുന്നു? റോക്കറ്റ് ഗ്യാസ് മോളിക്യൂൾസിനെ പുറത്തോട്ട് തള്ളുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് തിരിച്ച് റോക്കറ്റിനെ തള്ളുന്നതാണ് റോക്കറ്റ് മുന്നോട്ട് പോകാൻ കാരണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു മനസ്സിലായി? ഗ്യാസ് മോളിക്യൂൾസ് ഒരു അപ്ത്രസ്റ്റ് കൊടുക്കും, അത് കാരണം റോക്കറ്റ് മുകളിലേക്ക്. A car travels with a velocity of 15 meter per second. Total mass of the car and passenger 1000 kilogram. Momentum m into v എത്രയാടാ? 15 into 1000 കിട്ടും. എത്രയാ? 15000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. 15000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ തരാടാ. Give reasons. When a bullet is fired from a gun, the gun recoils. എന്താണ്? തേർഡ് ലോയും പറയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയാം. When bus at rest is suddenly moves forward, passengers standing on the bus fall backward. Inertia of rest. അല്ലേ? റെസ്റ്റ് ആണ്, ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ് കേട്ടോ. ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. We slip on mossy surface. എന്താ? മിനുസള്ള പ്രതലത്തിൽ നമ്മൾ വഴുതി വീഴാൻ കാരണം എന്താ? നോ റിയാക്ഷൻ ഫോഴ്സ്. റിയാക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫോഴ്സ് ഇല്ല. ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യം. സോ റീസൺസ്, ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ലെറ്റേഴ്സ് അസസിലെ ക്വസ്റ്റ്യൻസ് ആ മക്കളെ ഇത്. ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്, അതിന്റെ ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് വായിച്ചാൽ മതി. ഇപ്പൊ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ. A loaded lorry of mass 12,000 kilogram moves with a velocity of 12 meter per second. Its velocity becomes 10 meter per second after 5 seconds. Initial momentum mass into initial velocity കണ്ടുപിടിച്ചാൽ മതി. ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് എം വി മൈനസ് എം യു ചെയ്യുക. പിന്നെയോ എം വി മൈനസ് എം യു ബൈ ടി ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാസ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ചെയ്തുകൂടെടാ? ചെയ്തു നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കിട്ടിയാൽ എം വി മൈനസ് എം യു ബൈ ടി കിട്ടി. ഇത് തന്നെയായിരിക്കും ഫോഴ്സ്. ഇവിടെ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും ഫോഴ്സും കിട്ടുന്നത്. ഇവിടെ കിട്ടുന്ന ഉത്തരമായിരിക്കും ഫോഴ്സിനും കിട്ടുന്നത്. ഇത്രയും ചെയ്തു നോക്കാം. ചെയ്യുന്നില്ല ഞാൻ ചെയ്തു നോക്കിയാൽ മതി. ചെയ്തു നോക്കാം. ഓക്കെ. ഇതുപോലെയാണ് ഒരു ചോദ്യം. എ ഹോക്കി ബോൾ ഓഫ് മാസ് 200 ഗ്രാം ആണ്. മക്കളെ 200 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി 200 ഡിവൈഡ് ബൈ 1000 ചെയ്യണം. അപ്പൊ 0.2 കിലോഗ്രാം കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെയോ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കണം. ഫൈനൽ വെലോസിറ്റി എത്രയാ മക്കളെ? ബൗൺസസ് ബാക്ക്. ഇങ്ങോട്ട് പോയ യു ആണെങ്കിൽ ഇങ്ങോട്ട് വി വെലോസിറ്റി, പക്ഷെ അത് നെഗറ്റീവ് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കണം. ബ്രേക്ക് ആണ് ഇപ്പൊ. -10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാലോ, എം വി മൈനസ് എം യു കണ്ടുപിടിക്കാം. ഓക്കെ, എം വി മൈനസ് എം യു. എം തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. എം വി മൈനസ് 0.2 ഇൻറ്റു വി മൈനസ് 10 മൈനസ് 0.2 ഇൻറ്റു 10. ഇതാണ് ചെയ്യുന്നത്. എത്ര കിട്ടും ആൻസർ? ആൻസർ നോക്കിക്കോളൂ. 0.2 ഇൻറ്റു -10 -2
-2 എന്ന് കിട്ടും. -4 ആയിരിക്കും ഉത്തരം. കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? -4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. -4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട് നോക്ക്. 2 ബോഡീസ് ഓഫ് മാസസ് 20 കിലോഗ്രാമും 5 കിലോഗ്രാമും ഉണ്ട്. 10 മീറ്ററിൽ നിന്ന് താഴത്തേക്ക് വിടുകയാണ്. ആർക്കായിരിക്കും കൂടുതൽ മൊമെന്റ് ഉണ്ടാവുക? 20 കിലോഗ്രാം ഉള്ളതിനായിരിക്കും. മാസ് കൂടിയാൽ മൊമെന്റം കൂടും. മാസ് കൂടിയാൽ കൂടുതൽ മൊമെന്റ്. യൂണിറ്റ് ഓഫ് മൊമെന്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് ഓഫ് മൊമെന്റം എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ സാർ ബ്രേക്ക് കൊടുക്കാം നമുക്ക്. മക്കളെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് കിട്ടോ. 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരണം. ഓക്കെ.
പഠിച്ചു വന്നല്ലോ അല്ലേ? നമ്മളിപ്പോ ഈ ചോദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 20 കിലോഗ്രാം ഉള്ളതും 5 കിലോഗ്രാം ഉള്ളതുമാണ് ഒരേ ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് ഇടുന്നതെങ്കിൽ 20 കിലോഗ്രാം ഉള്ളതിനായിരിക്കും കൂടുതൽ മൊമെന്റം ഉണ്ടായിരിക്കുക. യൂണിറ്റ് ഓഫ് മൊമെന്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇമ്പൾസിന്റെ യൂണിറ്റ്, ഇമ്പൾസീവ് ഫോഴ്സ് അല്ല, ഇമ്പൾസിന്റെ യൂണിറ്റ് ഫോഴ്സ് ഇൻറ്റു ടൈം ആയിരുന്നു ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. സോ ന്യൂട്ടൺ സെക്കൻഡ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഇൻ കോളം എ അഗെയിൻസ്റ്റ് കോളം ബി അല്ലേ. റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബുക്ക് കെപ്റ്റ് ഓൺ എ ടേബിൾ ഏതാണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും. എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ വെരി ഷോർട്ട് ടൈം ഇമ്പൾസീവ് ഫോഴ്സ്. ലിഫ്റ്റിംഗ് എ സാക്ക് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഹാമർ വൈൽ വേളിംഗ് ബിഫോർ ഹാമർ ത്രോ അല്ലെ. ഹാമർ ത്രോയുടെ സമയത്ത് ചുറ്റുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. 1 2 3 4. 1 എന്ന് പറയുന്നത് ഏതിലേക്കാണ് പോയിരിക്കുന്നത്? ഇത് 1 ആണ്, ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. 2 എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. 3 എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഇത് 4 ആണ്. ഓർഡർ ഓർത്തിരിക്കുക. ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്സർവ് ദ ന്യൂട്ടൺസ് ക്രാഡിൽ വെച്ചുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ ബോൾസ് എ ബി സി ആൻഡ് അല്ലെ എ ബി സി മൂവ്സ്. എ ബി സി എന്ത് ചെയ്യും? എ ബി സി മൂവ് ചെയ്യുമ്പോൾ സമയത്ത് എ ബി ആൻഡ് സി ആർ പുൾഡ് ബാക്ക് ദെൻ റിലീസ് ടു ഹിറ്റ് ഓൺ ഡി. എന്താ സംഭവിക്കുക? സി ഡി ഇ എന്ത് ചെയ്യും? ബൗൺസസ് എന്ന് പറയാം. നമുക്ക് വേണേ ഓപ്പോസിറ്റിലേക്ക് മൂവ് ചെയ്യും അല്ലെ. സി ഡി ഇ മൂവ് ചെയ്യും നമുക്ക് പറയാം. ഓക്കെ. വിച്ച് ലോ അസോസിയേറ്റഡ് വിത്ത് ദിസ് ആക്ടിവിറ്റി? ഏത് ലോയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഓക്കെ. യെസ്, അത് മറന്നു പോവണ്ട. ഓക്കെ ആണല്ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഓർത്തിരിക്കുക. കിട്ടിയോ എല്ലാവർക്കും? യെസ്, കിട്ടിയോ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക കേട്ടോ. യെസ്. എന്താണ്? What will happen? A, B, C are pulled back then released to hit on D എന്നാ ചോദിക്കുന്നത്. എ ബി സിനെ പുറകോട്ട് വലിച്ച് മുന്നോട്ട് വിടുമ്പോൾ മൂന്നെണ്ണം വലിച്ചു വിട്ട് കഴിഞ്ഞാൽ 3 പകരം 3 മൂവ് ചെയ്യണം. 3 എങ്ങനെയാ മൂവ് ചെയ്യാം? സി ഡി ഇ ആണ് മൂവ്സ് ബാക്ക്വേർഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബൗൺസസ് എന്ന് പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം 2 ചാപ്റ്റർ ഉണ്ടടാ, നോക്കാം. യെസ്, ഇതല്ല. സ്റ്റേറ്റ് ദ റീസൺ. ഇവിടെ CDE. Okay, CDE ആണ് മൂവ് ചെയ്യുന്നത്. State the reason. When a working fan is switched off, leaves continue inertia of motion ആണ്. How do the mass of the body influences inertia? Mass increases, inertia also increases. Okay. The velocity time graph of a sphere of mass 2 kg തന്നിട്ടുണ്ട്. What is the initial momentum? Initial momentum mu. Mass 2 kg ആണ്. Initial velocity 10 ആണ്. 20 kilogram meter per second. Initial momentum. Final momentum mv എത്രയാ മക്കളെ? mv 0 ആയിരിക്കും. എന്തുകൊണ്ടാ? ഫൈനൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം 20 - 0 20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ചേഞ്ച് ഇൻ മൊമെന്റം. കിട്ടുന്നുണ്ടോ? കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ഗ്രൗണ്ട്. F is equal to എന്താണ്? mv minus mu by t. എത്രയാ കിട്ടുക? ഫോഴ്സ് എത്രയാ കിട്ടുക? mv minus mu by t. b എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ mv 0 ആണ്. 0 minus 20 by time 5 സെക്കൻഡ് ആണ്. അപ്പൊ എത്ര കിട്ടും? -4 ന്യൂട്ടൺ ആയിരിക്കും ഫോഴ്സ്. -4 ന്യൂട്ടൺ ആയിരിക്കും. ഫോഴ്സിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. -4 ന്യൂട്ടൺ ആയിരിക്കും ഫോഴ്സ്. കിട്ടിയോ മക്കളെ? ഇങ്ങനെ ഗ്രാഫ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഈസിയാണ്. അതിൽ നിന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. Write down the reason. When a shot is fired by a gun, the gun recoils. For every action, there is an equal and opposite reaction. Law of conservation of momentum ഉണ്ട്, തേർഡ് ലോയും ഉണ്ട്. അത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗണ്ണ് പ്രവർത്തിക്കുന്നത്.
We use rockets for launching artificial satellite. Write down the law. Third law. Newton's third law ആണ്. Write down 2 examples related to this law. നേരത്തെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, ഇനി പറയുന്നില്ല. Write down a classroom activity to prove this. ഏത് ആക്ടിവിറ്റിയാ മക്കളെ? ക്ലാസ് റൂം ആക്ടിവിറ്റി ചോദിച്ചാൽ ബലൂൺ റോക്കറ്റ്. ബലൂൺ റോക്കറ്റ് ഉണ്ടാക്കി വിടുക. ബലൂണിൽ നിന്നും ഗ്യാസ് മോളിക്യൂൾസ് പുറകിലേക്ക് പോവും, ബലൂൺ മുന്നിലേക്ക് കുതിക്കും. ബലൂൺ റോക്കറ്റ് എഴുതി വെക്ക്. യെസ് യെസ് ഓക്കെ. അടുത്തത് ABCD are 4 marbles of equal mass placed in a wiring channel as shown in figure. BCD are arranged in the channel as to move freely. ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. A allowed to roll down as shown in figure. ഇത് ഏത് ലോയാന്നാ ചോദിച്ചത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത് ഏത് ലോയാണ്? ഇങ്ങനെ ഒരു ചിത്രം കണ്ടാൽ അപ്പോഴേ ഓർത്ത് വെച്ചേക്കാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് മാത്രം ആലോചിക്കാം. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും. മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സർക്കുലർ പാത്ത് എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ആണ്. ആക്സിലറേഷൻ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? അല്ല സോറി, യൂണിഫോം മോഷൻ ഇല്ല, ആക്സിലറേഷൻ ഉണ്ടോന്നാ ചോദിച്ചത്. യെസ്. ചേഞ്ച് ഇൻ ഡയറക്ഷൻ, വെലോസിറ്റിയിലെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ കാരണം, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കാരണം അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഉണ്ട് എന്ന് എഴുതി വെക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോ. വാട്ട് ചേഞ്ച് occurs in the motion of object in a circular motion if it has സെൻട്രിപെറ്റൽ ഫോഴ്സ് ലോസ് ആയി, നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് സംഭവിക്കും? ടാൻജൻഷ്യൽ ആയിട്ട് മൂവ് ചെയ്യും. മൂവ് ടാൻജൻഷ്യൽ, ടാൻജൻഷ്യലി മൂവ് ചെയ്യും. പഠിപ്പിച്ചതാ. യെസ്, ആൻസേഴ്സ് ഇവിടെയുണ്ട്. The following represents motion of a car with 800 kg with uniform acceleration. Answer the questions. Find the velocity of the car in 3rd and 9th second. ഇത് ഇന്നലെ പഠിപ്പിച്ച സാർ, പേരൊന്ന് മാറ്റണേ. യെസ്, ഇന്നലെ പഠിപ്പിച്ച പോലെയാണ്. 3rd സെക്കൻഡില് എത്രയാണ്? 6 ആണ്, 6 മീറ്റർ പെർ സെക്കൻഡ്. 9th സെക്കൻഡിൽ എത്രയാണ് മക്കളെ? മേലേക്ക് വരയ്ക്കുക, 18 മീറ്റർ പെർ സെക്കൻഡ്. തേർഡിൽ എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ്. 9th എത്രയാണ്? 18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി. കാൽക്കുലേറ്റ് ദ മൊമെന്റം. മാസിന്റെ വെലോസിറ്റി കണ്ടാൽ മൊമെന്റം കണ്ടുപിടിക്കാം. ഫൈനൽ വെലോസിറ്റി ഏത് വെലോസിറ്റി ആണോ അതിന്റെ മൊമെന്റം കണ്ടുപിടിക്കാം. 2 ഇൻസ്റ്റന്റിലും. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. mv മൈനസ് mu/t. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ദ കാർ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിച്ചൂടെ? യെസ്. നോക്കുക, വെലോസിറ്റി തന്നിട്ടുണ്ട്, മൊമെന്റം കണ്ടുപിടിച്ചു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എത്ര സെക്കൻഡാ മക്കളെ? 9ാമത്തെ സെക്കൻഡിലും 3rd സെക്കൻഡിലും എത്ര വ്യത്യാസമുണ്ട്? 6 സെക്കൻഡ്. 9 - 3 എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡിന്റെ ഗ്യാപ്പാണുള്ളത്. അപ്പൊ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അവിടെ ഫോഴ്സ് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം തന്നെയായിരിക്കും. ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ മൊമെന്റം അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മക്കളെ തന്ന ഇക്വേഷൻ അതേപോലെ mu മാസ് ഇൻറ്റു വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം, ഫോഴ്സ് കിട്ടും. An object of mass 10 kg moving with the velocity 15 meter per second. Its velocity increases to 25 meter per second on applying constant force. Acceleration. V minus u/t വെച്ച് ആക്സിലറേഷൻ ഇന്നലത്തെ പോലെ നമുക്ക് കണ്ടുപിടിക്കാം. F = ma വെച്ച് ഫോഴ്സും കണ്ടുപിടിക്കാം. ആക്സിലറേഷനും ഫോഴ്സും അറിഞ്ഞുകൂടെങ്കിൽ ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഉപയോഗിക്കുക, അത് ഉപയോഗിച്ച് ഫോഴ്സ് കണ്ടുപിടിക്കും. ആൻസേഴ്സ് ഇവിടെ ഉണ്ട്, വായിച്ചു. പത്ത് കിലോഗ്രാം ഉള്ള ഒരാളുടെ വെലോസിറ്റി യു എത്രയാണ്? 15. വി എത്രയാണ്? ഇത്രയും. അപ്പൊ എ കിട്ടിയില്ലേ? സമയം തന്നിട്ടുണ്ട്. അപ്പൊ v - u/t ചെയ്തൂടെ? A body of mass 2 kg is falling freely from rest. What is the velocity at the end 2 second? മക്കളെ v = u + at ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? ഫ്രീ ഫോൾ ആണ്, g തന്നിട്ടുണ്ട്.
ജി തന്നിട്ടുണ്ട്, മാസ് അറിയാം, ടി അറിയാം. വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? ചേഞ്ച് ഇൻ മൊമെന്റം ഇനീഷ്യലി റെസ്റ്റ് ആണ്, ഇനീഷ്യൽ യു 0 ആണ്, അപ്പൊ എം യു 0 ആണ്, എം യു 0 ആണ്. സോ എം വി മൈനസ് എം യു കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എഫ് ഇൻറ്റു ടി. എഫ് ഇൻറ്റു ടി ചെയ്താൽ ഇമ്പൾസ് കിട്ടും. ഈ കിട്ടിയ ഫോഴ്സിനെ ടി കൊണ്ട് ഗുണിക്കാം. എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ് ഫോഴ്സ് അല്ല, ഇമ്പൾസ് ഓഫ് ഫോഴ്സ് അഥവാ ഇമ്പൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് ഇൻറ്റു ടൈം. കിട്ടിയ ഫോഴ്സിനെ ടൈം കൊണ്ട് ഗുണിക്കുക. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ചോദ്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്, ആൻസേഴ്സും ഉണ്ട്. യൂട്യൂബ് ലൈവ് കാണാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. Yes. The force required to produce an acceleration of 1 meter per second square ഇതിനെയാണ് 1 ന്യൂട്ടൺ. ഒരു വസ്തുവിന്റെ മാസ് 1 കിലോഗ്രാം ആണെങ്കിൽ 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഫോഴ്സിന്റെ പേരാണ് 1 ന്യൂട്ടൺ. 1 ന്യൂട്ടന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 കിലോഗ്രാം ഉള്ള വസ്തുവിനെ മൂവ് ചെയ്യിച്ചിട്ട് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ എത്ര ഫോഴ്സ് കൊടുക്കണോ ആ ഫോഴ്സ് ആണ് 1 ന്യൂട്ടൺ. 1 into 1 ന്യൂട്ടൺ. Find out the law given for the given situations when a tip of an inflated balloon is released. Newton's first law ആണ്. Balloon released, first law. Bus moves forward suddenly, first law. During poleward jump, impulse. Get high pressure. അത് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്, തേർഡ് ലോ അല്ലേ? സാർ ഒന്ന് PPT മാറ്റണം, ആയിട്ടില്ല. അപ്പം ഇത് ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞു. ഐഡന്റിഫൈ ദ റിലേഷൻ ഓഫ് ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. 4ാമത്തെ ചാപ്റ്റർ. ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. A boy of mass 40 kilogram along a circular path. Radius തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട് മക്കളെ. സെൻട്രിപെറ്റൽ ഫോഴ്സ് കണ്ടുപിടിച്ചൂടെ? mv²/r. സെൻട്രിപെറ്റൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? സ്പീഡ് കുറയ്ക്കാം, റേഡിയസ് ഇൻക്രീസ് ചെയ്യാം. മക്കളെ mv²/r ആണ് ഇക്വേഷൻ. ഫോഴ്സ് കുറയ്ക്കാൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ് കുറയ്ക്കാൻ റെഡ്യൂസ് അല്ലെ, സ്പീഡ് കുറയ്ക്കാം, മാസ് കുറയ്ക്കാം, റേഡിയസ് കൂട്ടാം. ഈ 3 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 മെത്തേഡ് ഉപയോഗിച്ച് സെൻട്രിപെറ്റൽ ഫോഴ്സിന് മാറ്റം വരുത്താം. ഓക്കെ, ചോദ്യം വായിക്കാം, ഉത്തരം കിട്ടുന്നുണ്ട് നോക്കാം. ഇത് ശരിയായോ? ഇത്രയും. അപ്പൊ നമ്മുടെ ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് 4ഉം 5ഉം എടുക്കാനാണ്. നമുക്ക് പെട്ടെന്ന് 4ാമത്തെ ചാപ്റ്റർ എടുക്കാം. ഗ്രാവിറ്റേഷൻ ആണ്, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൻസേഴ്സ് പറഞ്ഞ് ചെയ്ത് നോക്കാം. ഓക്കെ, 4th ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മൾ ഇനി 4 and 5 എടുക്കാനുണ്ട്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കോൺസെപ്റ്റ് ഒക്കെ പിടികിട്ടിയോ? ഒന്നും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ലേ? നാളെ ഉച്ചയ്ക്കല്ലേ എക്സാം ഉള്ളൂ. അതുവരെ പഠിച്ചൂടെ? വീണ്ടും കേട്ടിട്ട് ഒന്ന് പറഞ്ഞേ, ഇല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്പീഡിൽ പോയത്. ഓക്കെ ആണോ? എല്ലാരും ഒന്ന് കമന്റ് ഇട്ടേ. ഒന്നും കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ആവില്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഗ്രാവിറ്റേഷനിലേക്ക് കടക്കാണ്. ചാപ്റ്റർ 4 ഗ്രാവിറ്റേഷൻ. ഇതുവരെ സെറ്റ് ആവാത്തവരുണ്ടെങ്കിൽ വീണ്ടും യൂട്യൂബ് ലൈവ് കാണാം. അതിൽ സംശയമുള്ളതൊക്കെ എഴുതി വെക്കാം, മിസ്സിനോട് ചോദിക്കുക. നാളെ എക്സാം വരെ മിസ്സിനോട് എപ്പോൾ വേണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം തന്നെ കോൺസെപ്റ്റ് ആലോചിക്കുക. എന്തൊക്കെയുള്ളത്? ദ എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട് ടുവാർഡ്സ് ഇറ്റ്സ് സെന്റർ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്ത് എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നതാണ്. യെസ്, ഓക്കെ, മനസ്സിലായി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ദ എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട് ടുവാർഡ്സ് ഇറ്റ്സ് സെന്റർ. ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ക്ലിയർ? യെസ്. മാസ് ഓഫ് എ ബോഡി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അഥവാ മാറ്ററിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് എ ബോഡി ഈസ് ദ
amount of matter contained in it. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രാവിറ്റി എന്തൊക്കെയാണ് മക്കളെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മാസും ഒന്ന് ഡിസ്റ്റൻസുമാണ്. മാസ് ഓഫ് ദ ബോഡിയും ഡിസ്റ്റൻസുമാണ് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. ഇനി നിങ്ങളോട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. ഓക്കെ, all bodies in the universe attract each other with a force which is directly proportional to the product of their masses and inversely proportional to square of the distance. എന്താ പറഞ്ഞത്? force is proportional to m1 into m2. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d സ്ക്വയർ. അപ്പൊ ഇവർ രണ്ടുപേരെ ഒന്നിച്ചെഴുതിയാൽ എന്ത് കിട്ടും? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2/d സ്ക്വയർ. അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു g ഇൻറ്റു m1 m2/d സ്ക്വയർ. എഫ് ഈസ് ഈക്വൽ ടു g m1 m2/d സ്ക്വയർ. g m1 m2/d സ്ക്വയർ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ സ്റ്റേറ്റ് ചെയ്യാനും പഠിച്ചിട്ടുണ്ടാവണം. The force, every bodies in the universe attract each other with a force which is directly proportional to product of the masses and inversely proportional to square of the distance. Yes. Okay. അപ്പം ജിയുടെ വാല്യൂ പഠിച്ചു വെക്കണം. അവിടെ ഉണ്ടായിരുന്ന ജിയുടെ വാല്യൂ എത്രയാണ് മക്കളെ? 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? ഇതിന്റെ പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ മിസ് അതെന്താണ് ഫസ്റ്റ് ചാറ്റ് ബോക്സിൽ? അല്ലെങ്കിൽ വെറും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. വാല്യൂ എത്രയാണ്? എന്താണ് ശ്രേയ? ടി 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 എന്താണ്? ടീ കുടിക്കണം എന്നാണോ? കുടിച്ചോളാം. 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. സോ ഒരു ചോദ്യം ചെയ്യാം. If the distance between two bodies that attract each other is tripled അല്ലെങ്കിൽ tripled എന്ത് വേണമെങ്കിലും പറയാം. ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. എന്നുവെച്ചാൽ 3 മടങ്ങാക്കി. ഡിസ്റ്റൻസ് 3 മടങ്ങാക്കിയാൽ how many times will be their mutual force of attraction? പറയൂ. അറിയാലോ? ഡിസ്റ്റൻസ് 3 times ഡിസ്റ്റൻസ് ആക്കി, 3 times ആക്കി കൂട്ടി. അപ്പോൾ ഫോഴ്സ് എങ്ങനെ മാറും? ഡിസ്റ്റൻസ് കൂട്ടിയാൽ ഫോഴ്സ് കുറയും. എത്ര മടങ്ങ് കുറയും? ഡിയുടെ സ്ക്വയറിനനുസരിച്ച്. എത്ര ടൈംസ് ആണോ ആക്കിയത്? ഇങ്ങനെ ആലോചിച്ചോളൂ. ഡിസ്റ്റൻസ് കൂട്ടിയാൽ ഫോഴ്സ് കൂടും. ഡിസ്റ്റൻസ് കുറച്ചാൽ ഡിസ്റ്റൻസ് കൂട്ടിയാൽ ഫോഴ്സ് കുറയും. ഡിസ്റ്റൻസ് കുറച്ചാൽ ഫോഴ്സ് കൂടും. തിരിച്ചാണ്. ഒരാൾ കൂടുമ്പോൾ മറ്റേ കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി നിങ്ങൾ ആലോചിച്ച് വെച്ചോ, ഫോഴ്സ് എത്ര മടങ്ങാകും എന്ന് ചോദിച്ചാൽ n സ്ക്വയർ. n സ്ക്വയറിനനുസരിച്ച് മാറും. ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് കുറയും, ഡിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ ഫോഴ്സ് കൂടും. എന്താ എന്ന് പറഞ്ഞാൽ ഹൗ മെനി ടൈംസ്? ആലോചിച്ച് നോക്കൂ. ഇത് ഞാൻ ട്രിക്ക് വെറുതെ പറഞ്ഞെന്നാണ് മനസ്സിലാക്കാൻ. 9 3 ഇരട്ടിയാക്കി. അപ്പൊ നോക്കൂ, ഡിസ്റ്റൻസ് 3 ടൈംസ് ആക്കി, 3 ടൈംസ് ആക്കി. അപ്പൊ ഫോഴ്സ് എത്ര മടങ്ങാവും? n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3യുടെ സ്ക്വയർ. പക്ഷെ 3യുടെ സ്ക്വയർ അപ്പൊ 9 ടൈംസ് ആയി. 9 ടൈംസ് ആയി. അത് കൂടോ കുറയോ? ഡിസ്റ്റൻസ് കൂടി, അപ്പൊ ഫോഴ്സ് കുറയണം. 9 ടൈംസ് കുറഞ്ഞു. ഡിസ്റ്റൻസ് കൂടിയാൽ ഫോഴ്സ് കുറയണം. 9 ടൈംസ് കുറഞ്ഞു. അപ്പൊ 1/9. 9 ടൈംസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 1/9 മടങ്ങായി കുറഞ്ഞു. 9 ടൈംസ് കുറയും. ഒരു ആരോ മാർക്ക് കൂടി ഇടാം. ഇനി അടുത്തത് പറയാം. ഇനി ഡിസ്റ്റൻസ് 2 ടൈംസ് ആയി. അപ്പം n സ്ക്വയർ എത്രയാ? 2 സ്ക്വയർ കുറയും. ഡിസ്റ്റൻസ് കൂടിയാൽ ഫോഴ്സ് കുറയും. ഇനിയോ ഡിസ്റ്റൻസ് d/2 ആക്കി. d/2 ആക്കിയാൽ എന്താ സംഭവിക്കുക? n എത്രയാ ഇവിടെ വന്നേക്കുന്നത്? 2 തന്നെയാ. 2ന്റെ സ്ക്വയറിനനുസരിച്ച് ഡിസ്റ്റൻസ് കുറച്ചാൽ ഫോഴ്സ് കൂടും. അപ്പൊ 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? ടെക്നിക്ക് പിടികിട്ടിയോ?
പിടികിട്ടിയോ നിങ്ങക്ക്? ഡി കുറഞ്ഞാൽ ഫോഴ്സ് കൂടും, ഡി കൂടിയാൽ ഫോഴ്സ് കുറയും. അത് കുറയുന്നോ കൂടുന്ന അനുസരിച്ച് ആരോ മാർക്ക് മാറ്റിയിട്ടാൽ മതി. ഇൻക്രീസസ് ആണോ ഡിക്രീസസ് ആണോ, എത്ര ടൈംസ് ആവുമെന്ന് കണ്ടുപിടിക്കാൻ സ്ക്വയർ എടുത്താൽ മതി. 2 ടൈംസ് ആണെങ്കിൽ 2ന്റെ സ്ക്വയർ, 4 ടൈംസ് ആണെങ്കിൽ 4ന്റെ സ്ക്വയർ. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 1/9 ടൈംസ് 1/9. മനസ്സിലായോ? അടുത്തത്, the figure of two objects of mass 20 kilogram and 40 kilogram are placed as given below. 20 കിലോഗ്രാമും 40 കിലോഗ്രാമും ഉള്ള ആൾക്കാരെ തന്നിട്ടുണ്ട്. The distance between the objects in figure 2 is half of that in figure 1. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഫിഗറിലുള്ളതിനേക്കാളും പകുതിയാണ് രണ്ടാമത്തെ ഫിഗറിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2 ആക്കി. അപ്പോൾ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 2 സ്ക്വയർ. ഡിസ്റ്റൻസ് കുറച്ചു, ഫോഴ്സ് കൂടും. അപ്പൊ 4 ടൈംസ് കൂടും. ആൻസർ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇപ്പൊ പറഞ്ഞ ടെക്നിക് ഉപയോഗിച്ച് കിട്ടിക്കൂടെ? 4 ഇരട്ടിയാകും, 4 മടങ്ങാകും. 4 ഇരട്ടിയല്ല, 4 മടങ്ങാകും. സ്റ്റേറ്റ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നേരത്തെ പറഞ്ഞു, എവറി ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. Calculate the gravitational force of attraction between objects in figure 1. Figure 1 കണ്ടുപിടിച്ചോളൂ. F is equal to G into M1 20, M2 40 by D square 4 square. എത്രയാ കിട്ടുക? 20. ജിയുടെ വാല്യൂ അങ്ങനെ തന്നെ വെച്ചാൽ മതി. നോ നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. കാൽക്കുലേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. എത്രയാ കിട്ടുക? G into 20 into 40 എത്ര? 20 into 40 എത്രയാ? 24 800. എത്ര കിട്ടുക? 5G അല്ല, 50G ആയിരിക്കും കറക്റ്റ് ആൻസർ. 50G. എത്ര പേർക്ക് 50G കിട്ടി? 800/16 എത്രയാ? 50G ആയിരിക്കും. ചെയ്തോളൂ. കിട്ടുന്നുണ്ടോ? സെറ്റായോ മക്കളെ? ഒന്ന് കമന്റ് ഇട്ടേ, എല്ലാരും കമന്റ് ഇട്ടേ ക്ലിയർ ആയെങ്കിൽ. ക്ലാസ്സിൽ ചെയ്ത ചോദ്യമാണ്, ഒക്കെ പഠിച്ചിട്ട് വന്ന ഒന്ന് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. യെസ്. അടുത്ത ചോദ്യം, the gravitational force of attraction between two bodies of mass m1 and m2 separated by a distance d is F is equal to G into m1 m2 by d square. Value of G is ഉറപ്പാണല്ലോ 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇങ്ങനെയൊക്കെ തന്നാലും വാല്യൂ ചോദിച്ചിട്ടുള്ളൂ. അടുത്തത്, അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. Yes. Analyze the figure and answer the following question. Calculate the attractive force between A and C. കണ്ടുപിടിച്ചോളൂ. എയും സിയും തമ്മിലുള്ള ഫോഴ്സ് F is equal to G into m1 m2 by d square. എത്രയാണ്? ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ ജിയുടെ വാല്യൂ ഇട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇത്രയെങ്കിലും എഴുതി വെക്കാം. 10 into 40 by 2 square. G into 100. ശരിയാണോ? അപ്പം ഗുണിക്കുക. എത്രയാ? G into 100 എന്ന് പറഞ്ഞാൽ എത്രയാ? 6.67 into 10⁻⁻11 into 100. അപ്പൊ എത്ര കിട്ടും? 667 into 10⁻⁻11. ശരിയാണോ? 6.67 100 കൊണ്ട് ഗുണിച്ചാൽ 667. 2 ഡെസിമൽ റൈറ്റിലോട്ട്. ക്ലിയർ? ഇഫ് മാസ് ഓഫ് എ ഈസ് halved, what change occurs to the attractive force? എടാ, എയുടെ മാസ് പകുതിയാക്കി, m1 m1/2 ആക്കി. എന്ത് സംഭവിക്കും? മാസ് പകുതിയാക്കിയാൽ അട്രാക്റ്റീവ് ഫോഴ്സും പകുതിയാവും. മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സജസ്റ്റ് എ മെത്തേഡ് ഫോർ
increasing the attractive force between A and C without changing their mass. മാസ് മാറ്റാതെ അട്രാക്റ്റീവ് ഫോഴ്സ് ചേഞ്ച് ചെയ്യണം. എന്താ വഴി? ഫോഴ്സ് കൂട്ടണം, മാസ് മാറ്റരുത്. എന്താ വഴി? ഡിസ്റ്റൻസ് കുറച്ചാ പോരെ? ഡിസ്റ്റൻസ് കുറയ്ക്കുക. ഡിസ്റ്റൻസ് കുറച്ചാൽ ഫോഴ്സ് കൂടും. ഡിസ്റ്റൻസ് കുറച്ചാൽ ഫോഴ്സ് കൂടും വിത്തൗട്ട് ചേഞ്ചിങ് മാസ്. ഡിസ്റ്റൻസ് കുറച്ചാൽ മതി. ഡിക്രീസിങ് ദ ഡിസ്റ്റൻസ്. ഡിക്രീസിങ് ദ ഡിസ്റ്റൻസ്. ഹാഫ് ആക്കണമെന്നില്ല, കുറച്ചാ മതി. എത്രയെങ്കിലും കുറച്ചാ മതി. എത്രയെങ്കിലും കിട്ടിയില്ലേ മക്കളെ? കിട്ടിയോ? ക്ലിയർ? നിരഞ്ജൻ ഇനി ഓക്കെ അതാ ചോദ്യം. At which part of the earth is a body to be placed to experience maximum force of attraction? Maximum force of attraction കിട്ടണമെങ്കിൽ എവിടെ വെക്കണം? പോളിൽ വെക്കണം. If a body is placed at the center, what happens? Force of attraction will be big, 0. F will be 0. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ഡിറൈവ് വരെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട്. പറയാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വാല്യൂ ഓഫ് ജി. മാസ് ഓഫ് ദ എർത്തും റേഡിയസ് ഓഫ് എർത്തും കണ്ടോ? ഒബ്ജക്റ്റിന്റെ മാസിനെ ഡസ് നോട്ട് ഡിപ്പെൻഡ്. ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. ഇത് വെച്ച് വേണം എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ട്. G is equal to capital G into capital M by R square. Mass of Earth and radius of Earth are the two factors affecting acceleration due to gravity. Okay? Will the value of G be the same everywhere on Earth? Never. No. എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല. Where will be the value of G will be maximum? പോൾസിലാണ് മാക്സിമം. എന്തുകൊണ്ടാ? GM by R square ആണ് G. പോൾസിൽ റേഡിയസ് കുറവ്, അപ്പൊ G കൂടുതൽ. താഴെയുള്ളവൻ കുറഞ്ഞാൽ G കൂടും. പോൾസിലാണ്. Where will be minimum? Equator. ഇക്വേറ്ററിലാണ് ജിയുടെ വാല്യൂ മിനിമം. What will be the value of G at the center? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഫോഴ്സ് 0 ആണ്. എല്ലാ ഡയറക്ഷനും ഒരേപോലെ ആവുന്നുണ്ട്. mg 0 ആണ്. m 0 ആവാൻ പറ്റില്ല, അപ്പൊ G 0 ആയിരിക്കും. At the center G will be 0. Small g will be 0 at the center of Earth. കിട്ടിയല്ലോ? ഈ സ്ലൈഡിലുള്ള എല്ലാ ആൻസേഴ്സും കിട്ടിയോ? കിട്ടിയില്ലേ? എളുപ്പമുള്ള ചാപ്റ്റർ അത് കിട്ടിയില്ലേ? യെസ്. മൂണിലെ ജിയുടെ വാല്യൂ എത്രയാ? മൂണിൽ എത്രയാടാ? 1.62 meter per second square. ഒന്ന് പഠിച്ചു വെക്കണേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ എന്ന് പറയുന്നത് 1.62 meter per second square ആണ്. പഠിച്ചു. യെസ്. അടുത്തത് വെയിറ്റ്. വെയിറ്റ് ഓഫ് എ ബോഡി. വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് ദ എർത്ത് അട്രാക്ട്സ് ദ ബോഡി ടുവാർഡ്സ് ഇറ്റ്സ് സെന്റർ. ഒരു ബോഡീനെ ഭൂമി അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്ന വെയിറ്റ്, അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ. വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച്, എന്താണ് വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ? ഇസ് എ ഫോഴ്സ് വിത്ത് വിച്ച് the earth attracts the body towards its center. അല്ലെ, കേന്ദ്രത്തിലേക്ക് അതിനെ ആകർഷിക്കുന്നതാണ് എന്ത്? യെസ്. weight of a body is the force with which the earth attracts the body towards its center. ഭൂമി ഏതൊരു വസ്തുവിനെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാസ് കണ്ടുപിടിക്കും. മാസ് എന്താ? ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ ബോഡിയാണ്. മാസും വെയിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എ ബോഡിയാണ്. യെസ്. What would be the weight of a body of mass 50 kilogram when placed on the center? എടാ സെന്ററിലാണ്, അവിടെ വെയിറ്റ് 0 ആയിരിക്കും. സെന്റർ എന്ന് കണ്ടാൽ വെയിറ്റ്, മാസ് എത്ര തന്നാലും വെയിറ്റ് 0 ആയിരിക്കും. അടുത്തത്, the weight of an object in moon will be 10 Newton even though it has a weight of 60 Newton on Earth. What are the factors which weight of the object depends? W is equal to mg ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും മാസുമാണ് വെയിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. മാസും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമാണ് വെയിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിക്രീസ് ഇൻ വെയിറ്റ് ഇൻ ദ മൂൺ? എന്താണ് വെയിറ്റ്? മൂണിന് വെയിറ്റ് കുറയാൻ കാരണം 1.62 meter per second square ആണ് ജി ഓൺ മൂൺ എന്ന് പറയുന്നത്. അല്ലെ,
എന്നാൽ എർത്തിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജി ഓൺ എർത്ത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ജി മൂണിൽ കുറഞ്ഞത് കൊണ്ടാണ് വെയിറ്റ് മൂണിൽ കുറയുന്നത്. വെയിറ്റ് മൂണിൽ എത്രയായി? എർത്തിലുള്ളതിന്റെ 1/6 ടൈംസ് ഓൺ മൂൺ. മൂണിൽ എത്രയാ? 1/6 ടൈംസ് ഓഫ് എർത്ത് അല്ലെ. എർത്തിലുള്ളതിന്റെ 1/6 ടൈംസ് ആണ് മൂണിൽ ഉണ്ടാവുക. Which among the following will be the value of G at polar region? പോൾസിലുള്ള ജിയുടെ വാല്യൂ എത്രയാടാ? 9.83 ആണ്. ഓർത്തു വെക്കണേ, 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് പോൾസിലുള്ള ജിയുടെ വാല്യൂ. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യെസ്. A, B, C are three different places on Earth. At which place on the Earth the value of G is maximum? Pole. Radius minimum ആണ്. Radius minimum ആണെങ്കിൽ G maximum ആയിരിക്കും. G maximum ആയിരിക്കും അല്ലെ. Radius minimum ആണ്, G maximum ആണ്. Calculate the weight of an object of mass 50 kilogram. 50 kilogram on Earth. എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആയിട്ട് എടുത്തോ എന്ന് പരീക്ഷയ്ക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ 10 ആയിട്ട് എടുക്കുക. 10 തന്നില്ലെങ്കിൽ 10 ആയിട്ട് എടുക്കരുത്, 9.8 എടുക്കണം. 50 × 10 500 ന്യൂട്ടൺ ആയി. വാട്ട് ഈസ് ദ മാസ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഓൺ മൂൺ? മാസ് എത്രയാടാ? മാസ് ഈസ് എ കോൺസ്റ്റന്റ്. മാസ് എത്ര തന്നെയായിരിക്കും? 50 കിലോഗ്രാം. ഒരു മാറ്റവും ഇല്ല. മാസ് ഈസ് എ കോൺസ്റ്റന്റ്. അത് 50 കിലോഗ്രാം തന്നെ ആയിരിക്കും. മനസ്സിലായോ? യെസ്. ഓക്കെ. യെസ്. അടുത്ത ചോദ്യം. A, B are three different places of Earth. C represent the center. നേരത്തെ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. In which place among A and B the weight of the body is maximum? A യിലായിരിക്കും maximum. Justify your answer. Radius is minimum. Therefore, G is maximum. Weight is maximum. Radius minimum ആണ്, G maximum ആണ്, weight maximum ആണ്. അങ്ങനെ തന്നെ വിശദീകരിച്ച് എഴുതണേ. What is the weight of a body when it is at C? സിയിലാവുമ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 ആയിരിക്കും സിയിലെ വെയിറ്റ്. സെന്റർ ആണ്. C for center അല്ലെ. യെസ്. 2 ക്വസ്റ്റ്യൻസും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 2 സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നെയിം ദ ഡിവൈസസ്. ഇതേതാണ്? കോമൺ ബാലൻസ് ആണ്. ഇതേതാണ്? സ്പ്രിംഗ് ബാലൻസ് ആണ്. Which among these devices is used to measure? Very important question. സ്പ്രിംഗ് ബാലൻസ് ആണ് വെയിറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മാസ് അളക്കാനാണ് കോമൺ ബാലൻസ് മാസ്. What do you mean by 1 kilogram weight? എന്താ 1 kilogram weight എന്ന് പറഞ്ഞാൽ? 1 kilogram മാസ് ഉള്ള ഒരു വസ്തുവിനെ ഭൂമി ആകർഷിക്കുന്ന ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെ. mg ചെയ്തു കഴിഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്, g എന്ന് പറഞ്ഞാൽ അപ്പം 9.8 ന്യൂട്ടൺ. അപ്പം 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആയിരിക്കും. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിനെ ഭൂമി എത്ര ആകർഷിക്കുന്നുണ്ടോ ആ ഫോഴ്സ് ആണ്. The force with which Earth attracts an object of mass 1 kilogram. It is 9.8 Newton. Express the value of 1 kilogram weight in Newton, 9.8 Newton. Okay? 1 kilogram weight is the force of attraction exerted by an object of mass 1 kilogram by Earth on an object. കിട്ടിയില്ലേ? എളുപ്പമാണ്. Which of the following can be measured using spring balance? Wait. At which part of the earth should a body be placed so that it will experience maximum gravitational force? At poles. G maximum ആണ്. എഴുതി വെക്കാം. നേരത്തെ പറഞ്ഞാണ്. What will be the weight of an object at the center? 0. ഇത് തന്നെ പല ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. Okay? Yes. മറക്കരുത്. What is the weight of a body of mass 10 kilogram? W is equal to mg, which is equal to 10 into 9.8. എത്ര കിട്ടും?
ഇവിടെ ജി തന്നിട്ടില്ല. അൽമിര ജി തന്നിട്ടില്ലെങ്കിൽ 9.8 ആയിട്ട് തന്നെ എടുക്കണം. അപ്പൊ 98 ന്യൂട്ടൺ കിട്ടും. ജി തന്നിട്ടില്ലെങ്കിൽ 98 ന്യൂട്ടൺ കിട്ടും. 9.88 തന്നെ എടുക്കാം. Observe the devices A and B. Which device is used to measure weight? Device B. ഇത് മാസ് ആണ്. Observe the figure related to coin and feather experiment. തൂവലും നാണയം പരീക്ഷണം conducted by Newton. Evacuated ട്യൂബിനെ കാണിക്കുന്നത് ഏതാണ്? എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് തൂവൽ മെല്ലെ എത്തുകയും കോയിൻ വേഗം എത്തുകയും ചെയ്തത്. എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിലോ രണ്ടും ഒരേ സമയത്തും. സോ ഫിഗർ 2 ആണ് എന്തിനെ കാണിക്കുന്നത്? വാക്വം ട്യൂബ്, ഇവാക്യുവേറ്റഡ് ട്യൂബിനെ കാണിക്കും. എയർ ഇല്ല, അപ്പൊ തടസ്സമില്ല, രണ്ടും ഒരേ സമയം താഴെ എത്തും. ക്ലിയർ? 2 metal spheres of mass 100 gram and 200 gram are allowed to free fall from same height. Which one will reach the ground first? Why? Both of them reaches the ground first. എന്തുകൊണ്ടാ? Because രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് എത്തും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് G is equal to Gm/r² ആണ്. അവിടെ മാസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റിന്റെ മാസിന് 10 എടുക്കണ്ടെന്ന് വെച്ചാൽ മിസ് പറഞ്ഞു നേരത്തെ ചോദ്യത്തിൽ 10 ആണെന്ന് തന്നത് കൊണ്ടാ 10 എടുത്തത്. ഇപ്പത്തെ ചോദ്യത്തിൽ 10 തന്നിട്ടില്ലായിരുന്നു മോളെ. എവിടെ നേരത്തെ ചോദ്യം? ഇതില് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തന്നെ തന്നു. Take G as 10 meter/second². G തന്നില്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ G 9.8 ആയിട്ട് എടുക്കണം. വർക്ക് എനർജി പവറിൽ പ്രോബ്ലം വലിയ പ്രോബ്ലം ആയിട്ട് 10 എടുത്ത് ചെയ്യാം. യെസ്, മനസ്സിലായോ മിൻഹ? രണ്ടും ഒരേ സമയം താഴെ. പക്ഷെ സ്റ്റോൺ 2 ഒരേ സമയം താഴെ എത്തും. പക്ഷെ ഒരു പേപ്പർ സ്റ്റോണും ആണെങ്കിലോ വാക്വം ഒന്നല്ല, എയറിലാണ്. അപ്പൊ പേപ്പർ സ്റ്റോണും ആണെങ്കിൽ ആരാ ആദ്യം എത്താ? ഏതാ ട്രൂ? സ്റ്റോൺ റീച്ചസ് ഫസ്റ്റ്. സ്റ്റോൺ അല്ലേ ആദ്യം എത്താ മക്കളെ? സ്റ്റോൺ അല്ലേടാ ആദ്യം എത്താ. പേപ്പർ എയർ റെസിസ്റ്റൻസ് വഴി സർഫസ് കൂടുതലാണ്, അപ്പം ഇങ്ങനെ എത്തുന്ന ആനിമേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. Motion of different objects are listed below. Stone falling free from a height. Motion of ball. Which one indicates free fall? Free fall നെ കാണിക്കുന്നത് ഏതാണ്? 1, 2, 3. ഏതാ ഫ്രീ ഫോളിനെ കാണിക്കുന്നത്? 1 ആണ്. വെരി ഗുഡ്. നിങ്ങളുടെ ബേസിക് കോൺസെപ്റ്റ്സിൽ 1 മതി. വലിയ ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് അപ്വാർഡിലേക്ക് എറിഞ്ഞതോ അതാന്നൊക്കെ പറയാനൊന്നും എടുക്കണ്ട. 1 നിങ്ങളോട് ചോദിക്കുമ്പോൾ 1 എഴുതാം. What will be the weight of an object while in free fall? 0. ഫ്രീ ഫോളിന്റെ സമയത്ത് വെയിറ്റ് 0 ആണ്. അവിടെ there is no റിയാക്ഷൻ ഫോഴ്സ് ഒന്നും കൊടുക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. റിയാക്ഷൻ ഫോഴ്സ് 0 ആയിരിക്കും. അല്ലെങ്കിൽ മൊത്തമായിട്ട് ആക്സിലറേഷന് വേണ്ടി ആ ഫോഴ്സ് ഉപയോഗിച്ചു എന്നൊക്കെ പറയാം. അടുത്ത ചോദ്യം, കിലോഗ്രാം വെയിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് വെയിറ്റ് ആണ്. എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് 1 കിലോഗ്രാം വെയിറ്റ് ഇൻ ന്യൂട്ടൺ. 9.8 ന്യൂട്ടൺ. Which device is used to measure weight? Spring balance. അല്ലെ, എത്രയോ തവണ ഇത് കണ്ടു. സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, യെസ്, ഇവിടെ ആൻസർ ഉണ്ട്. യെസ്, ഇത് നമ്മൾ ചെയ്താണ്. കുറച്ച് ചോദ്യം കൂടെ ലെറ്റസ് എസ്എസിലെ ചോദ്യങ്ങളാണ്. എ ബോഡി ഓഫ് മാസ് ആൻഡ് വെയിറ്റ് ഓഫ് വിച്ച് വെയർ ഓൾറെഡി ഡിറ്റർമൈൻഡ് അറ്റ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ വെച്ച് മാസും വെയിറ്റും കണ്ടുപിടിച്ചു വെച്ച ആളെ ഇനി നമ്മൾ പോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരി? മാസും വെയിറ്റും കണ്ടുപിടിച്ചത് ഇക്വേറ്ററിലാണ്. അപ്പോൾ പോൾസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ വെയിറ്റ് മാക്സിമം ആയിരിക്കും. എ ഈസ് ദ കറക്റ്റ് ആൻസർ. എ ഈസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാസ് ഡസ് നോട്ട് ചേഞ്ച് ആണ്, പക്ഷെ വെയിറ്റ് മാക്സിമം ആയിരിക്കും പോൾസിൽ. അടുത്തത് ചോദ്യം ഉത്തരം കാണിച്ചു തരാം. ചെയ്യുന്ന രീതി പറഞ്ഞുതരാം, ബാക്കി സ്ക്രീൻഷോട്ട് എടുക്കാം. മാസ് ഓഫ് എർത്തും തന്നിട്ടുണ്ട്, മാസ് ഓഫ് മൂണും തന്നിട്ടുണ്ട്, പിന്നെയോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൂൺ ആൻഡ് എർത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കൂ. എത്രയാ മക്കളെ? ഇക്വേഷൻ എഴുതാം. F = G × m1 m2/d² ആണ്.
ഓക്കെ, ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ജി 6.67 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 6.7 ആയിട്ട് എടുത്തോളൂ, കുഴപ്പമില്ല. എല്ലാ ക്വാണ്ടിറ്റീസും ഇവിടെ ഉണ്ട്. ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. കിട്ടുന്ന ഉത്തരം ഇത്രയായിരിക്കും. ഇത് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെയ്ത് നോക്കുക ക്ലാസ് കഴിഞ്ഞിട്ട്. ഇവിടെ ഉണ്ട്, ചെയ്ത എല്ലാ സ്റ്റെപ്പുകളും ഉണ്ട്. ക്ലാസ് കഴിയുമ്പോൾ ഇത്രയും കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഇത്രയും വലിയ ചോദ്യങ്ങൾ വരില്ലായിരിക്കും. എങ്ങാനും വരികയാണെങ്കിൽ ചെയ്യേണ്ട രീതി സ്റ്റെപ്പുകളൊന്ന് ഓർത്തിരിക്കുക. What is mean by mass and weight? Are they vector or scalar? Why? Mass scalar ആണ്, mass scalar ആണ്, weight vector ആണ്. Weight force ആണ്, force vector അല്ലേ, force vector അല്ലേ, അപ്പൊ അത് ദിശ പറയേണ്ട അളവാണ്. The mass of body is 30 kilogram. What is its weight on earth? 30 into 9.8. What is the weight on moon? 30 into 1.62. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കേ. കണ്ടോ, ഇവിടെ തന്നിട്ടുണ്ട്. മാസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, വെയിറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെയിറ്റ് ഓൺ എർത്ത് എന്ന് പറയുന്നത് m into g ആണ്. 294 ന്യൂട്ടൺ കിട്ടി. പിന്നെ വെയിറ്റ് ഇൻ മൂൺ എന്ന് പറയുന്നത് 30 into 1.62 ആണ്. 48.6 കിട്ടി. 48.6 ന്യൂട്ടൺ. ഇതൊക്കെ എളുപ്പല്ലേടാ. m into g വെറുതെ ഗുണിച്ചാ മതി. W is equal to mg. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓർത്തിരിക്കും. കിട്ടിയോ? ഇതുവരെ കിട്ടിയോ മക്കളെ? സെറ്റായോ? യെസ്. അടുത്തത്, if a body of mass 40 kilogram is kept at a distance of 0.5 meter from a body of mass 60 kilogram. 60 കിലോഗ്രാമും 40 കിലോഗ്രാമുള്ള വസ്തുക്കൾ തമ്മിലുള്ള ദൂരം 0.5 മീറ്റർ ആണെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിച്ചാൽ ഇത്രയുമാണ് നിങ്ങൾക്ക് ഗുണിച്ചാൽ കിട്ടേണ്ടത്. ഇത്രയും വലിയ ചോദ്യങ്ങൾ ചോദിക്കില്ലായിരിക്കും. ഇതിന്റെ ആൻസർ ഒന്ന് നോക്കി വെച്ചിട്ട് ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോവാം. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും വലുത് ചോദിക്കില്ല എന്ന് വിചാരിക്കാം. എങ്ങാനും ചോദിച്ചാൽ ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. തന്ന വാല്യൂസ് എല്ലാം അതേപടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കുക. ഇവിടെ നോക്കാം. ലെറ്റസ് എസ്എസിലെ 6ാമത്തെ ചോദ്യമാണ്. ഇവിടെ 30 കിലോഗ്രാം, ഇവിടെ 60 കിലോ. സാർ പേരൊന്ന് മാറ്റണേ. ഇവിടെ 30 കിലോഗ്രാം, ഇവിടെ 60 കിലോഗ്രാം. അപ്പൊ ബിയും സിയും തമ്മിലുള്ള കണ്ടുപിടിച്ച് നോക്കൂ. ബി സി എത്രയാണ്ടാ? എഫ് ഇസിക്കൽ ടു ജി അതേപോലെ വെക്കട്ടെ. m1 30, m2 60 ബൈ d സ്ക്വയർ 15 സ്ക്വയർ എത്ര കിട്ടും? 1800 ബൈ 15 സ്ക്വയർ 225. എത്ര കിട്ടും നോക്കൂ? 8g ആണോ? 8g കിട്ടും. 8g. യെസ്, g into 8 അല്ലെങ്കിൽ 8g കിട്ടും. എയും ബിയും തമ്മിൽ ചെയ്ത് നോക്കൂ. എയും ബിയും 20 into g into 20 into 30 ബൈ 10 സ്ക്വയർ. അതുപോലെ സിയും എയും ഡിയും തമ്മിൽ ചെയ്ത് നോക്കൂ. എയും സിയും തമ്മിൽ ചെയ്ത് നോക്കൂ. 20 into 60 into g ബൈ 20 സ്ക്വയർ. ഇങ്ങനെ എന്ത് ചെയ്താലും ഈ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കുക. ഈ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കുക. ലെറ്റസ് എസ്എസിലെ ചോദ്യമാണ്. ആൻസേഴ്സ് എല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വെറുതെ ഗുണിച്ച് നോക്കുക, ഹരിച്ചു നോക്കുക. ഓക്കെ അല്ലേ മക്കളെ? വെറുതെ ഗുണിക്കുക, ഹരിക്കുക. ഓക്കെ ആണോ? ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ചോദ്യം ഇത്. Assume that an object of mass 10 kilogram is placed on different places of earth. What is the weight of the object at the center? 0. From where it will experience maximum weight? Porcelain. Where on the surface of it will experience minimum weight? Equator. What is the reason for all this? G is maximum at poles, G is minimum at equator. ഇതാണ് റീസൺ. വെയിറ്റ് മാറാനുള്ള റീസൺ എന്താണ്? ജി കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ജി കൂടുകയും കുറയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്ത ചോദ്യം നമ്മൾ ക്ലാസ്സിൽ കുറേ തവണ ചെയ്തതാണ്. ബോഡി ഓഫ് മാസ് 42 കിലോഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സസ്പെൻഡഡ് ഫ്രം എ സ്പ്രിംഗ് ബാലൻസ്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓൺ ജൂപ്പിറ്റർ, സൺ മൂൺ ആൻഡ് എർത്ത്. എർത്തിലെ വെയിറ്റ് mg. പിന്നെയോ മൂണിലതോ
എത്രയാടാ? 42 × 1.62 ഗുണിച്ചു നോക്കാം. ഇനി ജൂപ്പിറ്ററിന്റെ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ജൂപ്പിറ്ററിൽ എത്രയാണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു mg എന്ന് പറഞ്ഞാൽ m42 × 23.1. ഇത് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഗുണിച്ച എല്ലാ ആൻസേഴ്സും ഇവിടെ എഴുതിയിട്ടുണ്ട് മക്കളെ. ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. ഗുണിച്ച ആൻസേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. യെസ്, കിട്ടുന്നുണ്ടോ നോക്കാം. ആൻസേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. വീണ്ടും ക്ലാസ് കാണാം. അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ. വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു ദ ഫോഴ്സ് വെൻ ദ വാല്യൂ ഓഫ് m1 m2 dr ഡബിൾഡ്? എടാ m1 ഡബിൾ ആക്കി, m2 ഡബിൾ ആക്കി. അപ്പൊ ഫോഴ്സ് എത്ര മടങ്ങായി? ഫോഴ്സ് 4 ടൈംസ് ആയിട്ട് കൂടി. അതേസമയം ഡിസ്റ്റൻസ് എന്താക്കി? ഡിസ്റ്റൻസും ഡബിൾ ആക്കി. ഡിസ്റ്റൻസ് ഡബിൾ ആക്കിയാൽ ഫോഴ്സ് 1/4 ആയി കുറഞ്ഞു. സോ മുകളിൽ 4 ടൈംസ് കൂടി, ഇവിടെ 4 ടൈംസ് കുറഞ്ഞു. നോ ചേഞ്ച് ആയിരിക്കും. നോ ചേഞ്ച്, നോ ചേഞ്ച്. ചെയ്ത് നോക്കാം. മാസ് ഡബിൾ ആക്കി, രണ്ടിന്റെ മാസ് ഡബിൾ ആക്കാം, ഡിസ്റ്റൻസ് ഇരട്ടിയാക്കാം. ഡിസ്റ്റൻസും ഡബിൾ ആക്കി. എന്താ സംഭവിക്കുന്നത്? 4 ഇരട്ടി കൂടിയ 4 ഇരട്ടി കുറഞ്ഞു. ദർ ഇസ് നോ ചേഞ്ച്. ദർ ഇസ് നോ ചേഞ്ച്. യെസ്. അടുത്ത ചോദ്യം. ദ വാല്യൂ ഓഫ് g ഓൺ എർത്ത് ആൻഡ് മൂൺ ആർ ഡിഫറെന്റ്. കമ്പയർ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഹാവിംഗ് 100 കിലോഗ്രാം ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആൻഡ് മൂൺ. വാല്യൂ ഓഫ് g ഓൺ എർത്ത് തന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് g ഓൺ മൂൺ തന്നിട്ടുണ്ട്. ഒന്നുമില്ല മക്കളെ, കമ്പയർ എന്ന് പറഞ്ഞാൽ വെറുതെ mg കണ്ടുപിടിക്കാം. കമ്പയർ എന്ന വാക്ക് കണ്ടാൽ വെറുതെ രണ്ടിലെയും mg കണ്ടുപിടിക്കാം. രണ്ടിലെയും വെയിറ്റ് കണ്ടുപിടിക്കാം. mg mg. A body of mass 10,000 kilogram and another body of 4,000 kilogram are separated by a distance of 2 meter. What is the force of attraction? മക്കളെ ഇവിടെ തന്നിട്ടുണ്ട്. ഗുണിക്കാൻ എളുപ്പമാണ്. ഗുണിച്ചിട്ട് ഈ സംഖ്യ കിട്ടുന്നുണ്ടോ നോക്കാട്ടോ. 6.67 × 10⁻11 വരും. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയുമെങ്കിലും എഴുതുക. അവസാനം വരുന്ന ആൻസർ കിട്ടിയില്ലെങ്കിലും ഇത്രയെങ്കിലും നിങ്ങൾ എഴുതുക. m1 m2 by d square ചെയ്താൽ മതി. ഓക്കെ. A spring balance with a body suspended from it is allowed to fall. What is the reading? 0. What do you mean by free fall? When a body is allowed to fall from a certain height, it falls to earth due to force of gravity. ഒരു വസ്തുവിനെ മുകളിൽ നിന്നും താഴേക്ക് വീഴാൻ അനുവദിക്കുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം മാത്രം താഴേക്ക് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഫോൾ. യെസ്. ഇതൊന്ന് നോക്കി വെക്ക. 40 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളുടെ മൂണിലെ വെയിറ്റ് എത്രയാ മക്കളെ? ഇങ്ങനെ ചെയ്യണമെന്നില്ല, 40/6 ചെയ്താൽ മതി. മൂണിലെ വെയിറ്റ് എത്രയായിരിക്കും മക്കളെ? എർത്തിലുള്ളതിന്റെ 1/6 ആയിരിക്കും. 1/6 ടൈംസ് ആയിട്ട് കുറയും. അപ്പൊ എർത്തിലുള്ള ഭാരത്തിന്റെ 1/6 കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എർത്തിലുള്ളതിന്റെ 1/6 കണ്ടുപിടിച്ചാൽ 6.6 കിട്ടും. 6.6 കിട്ടുന്നുണ്ടോ നോക്കാം. 40/6 6 36 അല്ലെ ശിഷ്ടം 40. വീണ്ടും ഒരു 6 വരും. 6.6 വരും. ഫോർ എ ബോഡി ഓഫ് മാസ് 60 കിലോഗ്രാം വാട്ട് ഈസ് ദ വെയിറ്റ് ഓൺ എർത്ത്? വെയിറ്റ് ഓൺ എർത്ത് കിട്ടിയില്ലേ? 588 ന്യൂട്ടൺ. ഇനി അതിനെ കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റാൻ പഠിച്ചോളൂ. പേര് മാറ്റണേ. വെയിറ്റ് ഓൺ എർത്ത് എന്ന് പറഞ്ഞാൽ 500 എത്ര ന്യൂട്ടൺ ആണ്? എളുപ്പത്തിൽ പഠിച്ചു വെച്ചോളൂ. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ. അപ്പൊ എത്ര ന്യൂട്ടൺ കിട്ടിയാലും അതിനെ കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ പഠിച്ചു വെച്ചോളൂ 9.8. എത്ര ന്യൂട്ടൺ കിട്ടിയാലും അതിനെ കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 9.8. എത്ര കിട്ടും? 60 കിലോഗ്രാം വെയിറ്റ്. ഏത് തന്നാലും ന്യൂട്ടണിൽ കിട്ടിയതിനെ കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റാൻ ഡിവൈഡ് ബൈ 60 ഡിവൈഡ് ബൈ 9.8. ഇനി മൂണിലെ ആണെങ്കിലോ? മൂണിലെ ഇതുപോലെ തന്നെയാണ്. കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മൂണില് കിട്ടിയത് ഡിവൈഡ് ബൈ 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എർത്തിലുള്ളത് കണ്ടുപിടിക്കുക. 9.8 കൊണ്ട്
യെസ്, ഡിവൈഡ് ചെയ്യാം. ഇനി ഇക്വേഷൻസ് ഒന്ന് പഠിക്കണേ. S equal to ut, v is equal to u plus at, s equal to ut plus half at square, v square is equal to u square plus 2as. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ഇന്നലെ നമ്മൾ ചെയ്തതാണ്. അതുപോലത്തെ ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കും. എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് 2 സെക്കൻഡ് എടുത്തു, u 0 ആയിരുന്നു. ആക്സിലറേഷൻ അറിഞ്ഞൂടാ. ആക്സിലറേഷൻ എത്രയാ? ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ഭൂമിയിൽ എവിടെയാണ് നടന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. s equal to ut plus half at square എടുക്കുക, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 9.83 ആയിരിക്കും. ഇത് എവിടെയായിരിക്കും? പോളിലായിരിക്കും. എവിടെയാ നടക്കുക? പോളിലായിരിക്കും. വാല്യൂ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യാൻ പഠിച്ചിരുന്നു. ഈ ആൻസേഴ്സ് ഒന്ന് നോക്കുക. ക്ലാസ്സിലെല്ലാം ചെയ്തതാണ്. ഇത്തരം ടേബിൾ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എത്ര ടൈംസ് ഓഫ് ജി വരും? ഈ ടേബിൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിച്ചാൽ മതി. ടെക്സ്റ്റിലെല്ലാം തന്നിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട് നോട്ടിൽ. ഇത് ചെയ്യാൻ പഠിക്കാം. ഒന്നുമില്ല. m1 m2 by g into g അതേപോലെ വെക്കുക. m1 m2 by d സ്ക്വയർ ചെയ്യാം. ഈ ആൻസേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കും. മാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ ആണ്, യൂണിറ്റ് കിലോഗ്രാം ആണ്. മെഷേർഡ് യൂസിങ് കോമൺ ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചാണ് വെയിറ്റ് അളക്കുന്നത്. ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. യൂണിറ്റ് ന്യൂട്ടൺ ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. വാല്യൂ ഓഫ് ജി അറ്റ് പോൾസ് എത്രയാണ്? 9.83 ആണ്. ഇക്വേറ്ററിൽ 9.78 ആണ്. പിന്നെയോ എർത്തിന്റെ സർഫസിൽ 9.8 ആണ്. എർത്തിന്റെ സർഫസിലുള്ള ജിയുടെ വാല്യൂ 9.8 ആണ്. ഇതൊക്കെ കേട്ട് പോകാനാണ്. മൂണിലെ വാല്യൂ കാണാതെ പഠിച്ചു വെക്കണം. 1.62 മീറ്റർ പെർ സെക്കൻഡ്. The weight of a freely falling body is 0. Why? What do you mean by free fall? ഇത് പറഞ്ഞു കഴിഞ്ഞാണ്. ഇതും 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്. A coconut gets detached from a coconut tree and hits the ground in 1 second. അല്ലെ, കോക്കനറ്റ് 1 സെക്കൻഡിൽ താഴെ എത്തുന്നതാണ്. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി. വെലോസിറ്റി എത്രയാ മക്കളെ? v equal to u plus at. പേടിക്കേണ്ട കാണുമ്പോ കോക്കനറ്റ് അല്ലെ. നെഗ്ലക്റ്റിംഗ് എയർ റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാ ഫ്രീ ഫോളിന് 0 ആവുന്നത്? വേറെ ഒരു ഫോഴ്സസും വരുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും വരുന്നില്ല. ദർ ഇസ് നോ അതർ എക്സ്റ്റേണൽ ഫോഴ്സസ്. പിന്നെയോ മൂവിങ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ഓൺലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഫോൾ. When a mass of 2 bodies is doubled, 2 ബോഡീസിന്റെ one of the 2 bodies അല്ലെ, ഏതെങ്കിലും ഒരു ബോഡി one of the 2 m1 2m1 ആക്കി. അപ്പം ഫോഴ്സ് എത്ര മടങ്ങ് കൂടും? ഡബിൾ ആവും. m1 2m1 ആക്കുമ്പോൾ ഫോഴ്സ് ഡബിൾ ആവും. യെസ് മിൻഹ. നെയിം ആൻഡ് ടാബ്ലേറ്റ് ദ ഫോളോയിങ്. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ മാസ് ആണ്. കിലോഗ്രാം വെയിറ്റ് യൂണിറ്റ് ഉള്ളത് വെയിറ്റിനെയാണ്, വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. സ്കേലാർ ക്വാണ്ടിറ്റി മാസ് ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെയിറ്റ് ആണ്. സോ ഇത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. യെസ്. An object of mass 10 gram falling from a height with constant velocity, net force എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ഫ്രീ ഫോൾ അല്ലേ? ഫ്രീ ഫോളിൽ കണ്ട് പേടിക്കണ്ട. 0 ന്യൂട്ടൺ. എത്ര ഗ്രാം ആയിക്കോട്ടെ 0 ന്യൂട്ടൺ ആയിരിക്കും. ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, 0 ന്യൂട്ടൺ. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചതാണിത്. വിച്ച് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ മാസ്? കോമൺ ബാലൻസ് അല്ലെ. ഏതാണ്? പി ആണ്. പി. An object of mass 5 kg is hung on the instrument Q. When the arrangement is taken to poles, reading on the instrument increases. Explain the reason. അറിയാലോ അല്ലേ? ഇൻസ്ട്രുമെന്റ് Q ആണ്. Q. P ആണെങ്കിൽ നോട്ട് ചേഞ്ച് അല്ലെ, നോട്ട് ചേഞ്ച്. പിയില് മാസ് ആണ്, മാറ്റം വരില്ല. എയില് മാക്സിമം ആയിരിക്കും അറ്റ് ദ പോൾസ്. യെസ്. വെയിറ്റ് ഓഫ് ദ ബോഡി ആണ്. സോ വെയിറ്റ് എന്തിരിക്കും? പോളിന് കൂടുതലും ഇക്വേറ്ററിൽ കുറവായിരിക്കും. ഡിറൈവ് ആൻ ഇക്വേഷൻ. മക്കളെ, ഭൂമിയുടെ സർഫസിൽ m മാസ് ഉള്ള ഒരു വസ്തുവിനെ വെച്ചു. ക്യാപിറ്റൽ M എന്ന് പറയുന്ന ഭൂമിയുടെ മാസ് ആണ്. റേഡിയസ് r ആണെങ്കിൽ കണ്ടുപിടിക്കുക മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? g ഇൻറ്റു m1 m2 ബൈ r സ്ക്വയർ. ശരിക്കും d സ്ക്വയർ ആണ്. g m1 m2 by d square.
ഡി സ്ക്വയർ. ഇത് ഡിറൈവ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതാണേ. അപ്പം ഏതൊരു വസ്തുവിലും ഉണ്ടാകുന്ന ഫോഴ്സ് എം ഇൻറ്റു ജി ആയിരിക്കും. അത് എത്രയായിരിക്കും? ജി ഇൻറ്റു M1 എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മാസ്, M2 എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ മാസ് ഡിവൈഡ് ബൈ റേഡിയസ് ആയിരിക്കും. സോ ഈ എം വെട്ടിയാൽ G is equal to Gm/r² കിട്ടും. ഇത് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ചെയ്തിട്ട് പോണേ, ക്ലാസ് ഒക്കെ എടുത്ത് തന്നാണ്. യെസ്, ഒന്നുമില്ല. ഏതൊരു വസ്തുവിലും ഉണ്ടാകുന്ന ഫോഴ്സ് ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അത് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. അപ്പൊ G എന്ന് പറഞ്ഞാൽ M കട്ട് ചെയ്താൽ Gm/r² കിട്ടും. ഇതാണ് ഡെറിവേഷൻ. ഇതാണ് നിങ്ങൾ ചോദിച്ച സർ. ഇത് കഴിഞ്ഞ അടുത്ത പിപിടി ആണ്. ദ മാസ് ഓഫ്, അഞ്ചാമത്തെ ചാപ്റ്റർ, ദ മാസ് ഓഫ് ലാൻഡർ മൊഡ്യൂൾ ഓഫ് ചന്ദ്രയാൻ 3 ഈസ്. എന്തിനാ മക്കളെ ഇത് കണ്ട് പേടിച്ചത്? ഫൈൻഡ് ദ വെയിറ്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഈ തന്നിരിക്കുന്നത് എന്താണ്? മാസ് കിലോഗ്രാം. കിലോഗ്രാമിലാണോ തന്നിരിക്കുന്നത്? കിലോഗ്രാമിലല്ലല്ലോ തരേണ്ടത്. ആണ്, മാസ് കിലോഗ്രാമിലാണ് തരേണ്ടത്. മാസ് തന്നിട്ടുണ്ട് മക്കളെ. അപ്പൊ M ഇൻറ്റു G തന്നാ വെയിറ്റ് കണ്ടുപിടിച്ചൂടെ? ഈ ചോദ്യത്തില് ചന്ദ്രയാനോ കുന്തമോ എന്തെങ്കിലും ചോദിച്ചോട്ടെ, ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ, എന്ത് ചോദിച്ചാലും നമുക്കറിയാവുന്ന ഒരൊറ്റ ഇക്വേഷൻ W = mg. 3 എത്തിക്കഴിഞ്ഞാൽ എത്രയാന്ന് വെച്ചാൽ W = mg ഓൺ 3 എഴുതി. വെരി ഗുഡ് അശ്വിൻ. ഇത് 3 അത് എർത്തിലെയാണ്. അത്രേ വ്യത്യാസമുള്ളൂ. നേരത്തെ ചെയ്ത സെയിം രീതി തന്നെ. മാസ് ഇൻറ്റു ജി ചെയ്താൽ കിട്ടുന്ന ഉത്തരം എഴുതുക. അതായിരിക്കും ഉത്തരം. ഒരു പ്രശ്നമില്ല. എന്ത് പേരിട്ട് വിളിച്ചാലും പേടിക്കരുത്. മൊത്തം മാസ് തന്നിട്ടുണ്ടെങ്കിൽ മാസ് ഇൻറ്റു ജി ചെയ്തേക്കാം. എന്ത് പേര് വിളിച്ചാലും മാസ് ഇൻറ്റു ജി. ഓക്കെ, കുറെ പേര് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. M ഇൻറ്റു ജി ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ന്യൂട്ടണിൽ എഴുതി വെക്കാം യൂണിറ്റ്. യെസ്. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കൂടെ കിടക്കാം മക്കളെ. അതില് വർക്ക് എനർജി ആൻഡ് പവർ കൂടെ എനിക്ക് ഓടിച്ചൊന്ന് പറഞ്ഞു തരാം. വരുന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. മിസ് 8 മണിക്ക് നിർത്തുന്നില്ല, ഒരു ഇച്ചിരി സമയം അധികം എടുക്കും. പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? ആ ചാപ്റ്റർ തീർക്കാതെ പോകാൻ പറ്റില്ല. പ്രശ്നമുണ്ടോ? അതിലെ ഇന്ന് ഈ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടിയില്ലേ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? മാക്സിമം നേരത്തെ നിർത്താം. ഞാനൊന്ന് സ്പീഡിൽ പറഞ്ഞു തീർക്കാം. വർക്ക് എനർജി ആൻഡ് പവർ കൂടെ ഒരു ഇച്ചിരി സമയം അധികം എടുക്കും. ഓക്കെ, വെള്ളം കുടിക്കണമെങ്കിൽ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വന്നോളൂ. വെള്ളം കുടിക്കേണ്ട ഒരു ബ്രേക്ക് ഒന്നുമില്ല, വേഗം പോയി വെള്ളം കുടിച്ചിട്ട് വന്നോ. വെള്ളം കുടിക്കണം അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ. ബ്രേക്ക് ഇല്ല മക്കളെ, ഓടി പോവരുത്, നിർത്തി പോവരുത്. വെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് കുടിച്ചിട്ട് ഓടി വരാം. മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഓടി വരാം. ഈ ഒരു ചാപ്റ്ററോട് കൂടി നിർത്തും. വേഗം എടുത്ത് തീർക്കാട്ടോ സാർ. 5ാമത്തെ വേഗം എടുക്കൂ ടീച്ചർ. 9 മുന്നേ നിർത്താം. ഷുവർ. യെസ്, 8:30 എന്റെ ഒരു ആഗ്രഹമുണ്ട്. അൽമിറ, ഞാൻ മാക്സിമം വേഗം എടുക്കും. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നിർത്ത് ചോദിക്കേണ്ട. എന്റെ മാക്സിമം ഞാൻ എടുക്കാം. ഇതുവരെ എടുത്തത് കൊണ്ട് യൂസ്ഫുൾ ആയി എന്നല്ലേ തോന്നുള്ളൂ. നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. താങ്ക് യു പറയാനായിട്ടില്ല. വേഗം എടുക്കൂ ടീച്ചർ. അമൃത പറഞ്ഞോ, നാളെ എക്സാം എന്നിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ 9 മണിക്ക് ബിഗ് ബോസ് തുടങ്ങും. ശരിയാക്കി തരാം അമൃത, ശരിയാക്കി തരാട്ടാ ഞാൻ. വർക്ക് എനർജി ആൻഡ് പവർ വേഗം നമ്മൾ പറയാൻ പോവാണ്. സ്പീഡില് ഓടിക്കും ഞാന്, വേഗം കേട്ടിരുന്നോളാം. മിസ്സും പോയി ഞാൻ കാണുന്നില്ല. വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഒരു വസ്തുവിന് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അത് എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും സെയിം ഡയറക്ഷനിലാണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും സെയിം ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് വർക്ക്. ഫോഴ്സിന്റെ ഓപ്പോസിറ്റിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ നെഗറ്റീവ് വർക്ക്. സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ സീറോ വർക്ക്.
W is equal to F into S എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ എ ചൈൽഡ് റേസ്ഡ് എ ബുക്ക് ഫ്രം ദ ഗ്രൗണ്ട് ടു ദ ടോപ്പ് ഓഫ് എ ടേബിൾ. താഴെ ഇരിക്കുന്ന ബുക്ക് ടേബിളിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഫോഴ്സും അല്ലെ, എഫ് ഇസ് ഇക്വൽ ടു അല്ലെ എഫ് ഇൻറ്റു എസ് ആണ്. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആണ് ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ യൂണിറ്റ് ഓഫ് വർക്ക്? ന്യൂട്ടൺ മീറ്റർ. ഒരു യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്, അടുത്ത യൂണിറ്റ് ജൂൾ ആണ്. സോ ജൂൾ ഈസ് ദ SI യൂണിറ്റ്. വർക്കിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ ആണ്. ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ് വേർ വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ. ബോൾ ഈസ് പുഷ്ഡ് ബൈ എ ചൈൽഡ്, നോ വർക്ക്. ക്രിക്കറ്റ് ബോൾ മൂവ്സ് ഫോർവേഡ്, ഹിറ്റ് ബൈ എ ബാറ്റ്. ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് ബോൾ അടിക്കുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിംഗ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്, വർക്ക് ചെയ്തിട്ടില്ല. എ ട്രോളി ഈസ് ബീങ് പുഷ്ഡ്, ഈസ് ബീങ് മൂവ്ഡ്, യെസ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. യെസ്, വർക്ക് ചെയ്തത് ഏതാ, ചെയ്യാത്ത ഏതായിട്ട്. ഉയരം കൂടുന്തോറും ചായക്ക് മധുരം കൂടുമല്ല, ഉയരം കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും എന്നുള്ള ഇക്വേഷനും വർക്ക് ഡൺ കൂടും എന്നുള്ള ഇക്വേഷനും പഠിച്ചു വെക്കണം. അതിനാണ് ഈ ചിത്രം ഓർക്കാൻ വേണ്ടി എടുത്തു തന്നത്. W is equal to mgh. A child raised a body of mass 250 kilogram. 250 gram ആണ്. 250 ഗ്രാമിൽ തന്നതിനെ 1000 കൊണ്ട് ഹരിച്ചാൽ കിലോഗ്രാമിലേക്ക് മാറും. എത്ര കിലോഗ്രാമാ? 0.25 കിലോഗ്രാം. മാസിനെ കിലോഗ്രാമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. W കണ്ടുപിടിക്കണം. W is equal to mgh. ഈ ചാപ്റ്ററിൽ G എത്രയായിട്ട് എടുത്തോളൂ? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുത്തോളൂ. അപ്പോൾ mgh ചെയ്താൽ നമുക്ക് m ഇൻറ്റു g ഇൻറ്റു h എന്ന് പറയുന്നത് 2.5 ജൂൾ എന്ന് കിട്ടും. ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആണ്, മാരത്തണിന് മുന്നേ ചെയ്ത പ്രോബ്ലം ആണ്. ക്രിസ്മസ് എക്സാം കിട്ടിയോ? യെസ്. അടുത്ത ചോദ്യം. സം സിറ്റുവേഷൻസ് ആർ ഗിവൺ ബിലോ. എ മാൻ ക്ലൈംബിംഗ് അപ്പ് എ ലാഡർ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. തലയിൽ ഭാരം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ മുകളിലേക്ക് ഏണി കയറുകയാണ്. എ ബോയ് പുഷിംഗ് എ സ്ട്രോങ് ബോൾ. ബോളിനെ തള്ളുകയാണ്. എ മാൻ ക്യാരീസ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ഒരു മനുഷ്യൻ തലയിൽ ഭാരവുമായി നിൽക്കുന്നു അല്ലെ. എ ബോയ് വാക്കിംഗ് അലോങ് ദ ഗ്രൗണ്ട് വിത്ത് എ ബാഗ് ഓഫ് മാസ്. ഗ്രൗണ്ടിലൂടെ ഇങ്ങോട്ടാണ് നടക്കുന്നത്. മാസ് എത്രയാണ്? 10 കിലോഗ്രാം താഴേക്ക്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ് വേർ വർക്ക് ഈസ് നോട്ട് ഡൺ. വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഏതാണ്? ഒരു എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. നോ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നോ? ഐഡന്റിഫൈ ദ സിറ്റുവേഷൻ വർക്ക് ഈസ് നോട്ട് ഡൺ. ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഏണി കയറുകയാണ് ലോഡ് ചുമന്നുകൊണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക്, അതിന് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്തിട്ട്. എ ബോയ്സ് പുഷിംഗ് എ വോൾ, നോ, അവിടെ വർക്കേ ഇല്ല. എ മാൻ ക്യാരീസ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്, വർക്ക് ഉണ്ടോ? ഇല്ല, നടക്കുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. എ ബോയ് വാക്കിംഗ് അലോങ്, ഇതിലൂടെയാണ് കുട്ടി നടക്കുന്നത് ഒരു ബാഗും ചുമന്നിട്ട്, 10 കിലോഗ്രാം ചുമന്നിട്ട്. പക്ഷേ ഗ്രാവിറ്റി താഴേക്കാണ്, അപ്പോൾ അവിടെ വർക്ക് ഉണ്ടോ? ഇല്ല. എഗെയിൻസ്റ്റ് ആയിട്ട് വർക്കില്ല. ഇവന്മാര് തമ്മിൽ 90 ഡിഗ്രിയിലാണ്, അതിന്റെ ഡയറക്ഷനിൽ വർക്കില്ല. ജസ്റ്റിഫൈ ദ ആൻസർ എന്ന് പറഞ്ഞാൽ നോ ഡിസ്പ്ലേസ്മെന്റ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി അല്ലെ. എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ്. 2 ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. മെക്കാനിക്കൽ എനർജി ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജി ഉണ്ട്. 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജീസ് ആർ ദ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ അല്ലെ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിക്കണം. എനർജി പോസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ആണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? 12 mv² ആണ്. ഇക്വേഷൻ പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിട്ട്. ഇനി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ്. മക്കളെ കൈനറ്റിക് എനർജി 12 mv² ആണ്. ഓക്കെ, 12 mv² ആണ്. അപ്പം വെലോസിറ്റി ഡബിൾ ആക്കി, അപ്പൊ 2v ആക്കി. അപ്പോൾ എത്ര മടങ്ങാകും? സ്ക്വയറിനനുസരിച്ചാ മാറുന്നേ. ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ. വെലോസിറ്റിയുടെ സ്ക്വയർ എടുത്താൽ മതി, സ്ക്വയറിനനുസരിച്ച് മാറും. അപ്പോൾ എത്രയായിരിക്കും?
4 times ആയിരിക്കും ആൻസർ. പഠിച്ചു വെച്ചോളൂ. വെലോസിറ്റി ഇത്ര മടങ്ങാക്കി, കൈനറ്റിക് എനർജി എത്ര മാറുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റിയുടെ സ്ക്വയറിനനുസരിച്ചാണ് മാറുന്നത്. v സ്ക്വയർ ഡബിൾ ആക്കി അപ്പൊ 2 സ്ക്വയർ, ഡബിൾ ആക്കിയാൽ 2 സ്ക്വയർ 4. വർക്ക് എനർജി പ്രിൻസിപ്പിൾ പഠിച്ചു വെക്കണം. W is equal to ഫൈനൽ. ലോവിസ് മാമിന്റെ ബിരിയാണി കഴിക്കുന്നൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. പണ്ട് ഞാൻ പറഞ്ഞ കഥയൊക്കെ ഓർമ്മയുണ്ട്. വർക്ക് എനർജി പ്രിൻസിപ്പിൾ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് mv സ്ക്വയർ മൈനസ് ഹാഫ് mu സ്ക്വയർ ആണ്. ഹാഫ് mv സ്ക്വയർ മൈനസ് ഹാഫ് mu സ്ക്വയർ ആണ്. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അടുത്ത ചോദ്യം. When the velocity of a moving object increases, its kinetic energy also increases. Velocity കൂടിയാൽ kinetic energy കൂടും. Write another factor on which kinetic energy of an object depends. Kinetic energy depend ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്താണ് മക്കളെ? Mass of the object അല്ലേ? Yes. A child of mass 30 kilogram, mass 30 kilogram is riding a bicycle of 2 with a velocity 2 meter per second. ബൈസിക്കിളിന്റെ മാസ് 10 കിലോഗ്രാം ആണ്, m2. സോ ടോട്ടൽ മാസ് എത്രയാണ് കിട്ടി? കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചോളൂ. ഹാഫ് mv സ്ക്വയർ ഹാഫ് ഇൻറ്റു 40 ഇൻറ്റു v ഈസ് 2 ഇൻറ്റു 2. എത്ര കിട്ടും മക്കളെ? കണ്ടുപിടിച്ചോളൂ. ആൻസർ വിൽ ബി 80 ജൂൾ. ക്ലിയർ? എല്ലാ സ്റ്റെപ്പും കൂടെ എഴുതിയിട്ടുണ്ട്. ഹാഫ് mv സ്ക്വയർ ചെയ്യുക 4 2 8 80 ജൂൾ. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. 80 ജൂൾ എന്ന് കിട്ടും. കിട്ടിയല്ലോ? എത്ര പേർക്ക് കിട്ടി? ഹാഫ് mv സ്ക്വയർ എല്ലാം തന്നിട്ടുണ്ട് മക്കളെ. ശ്രദ്ധിക്കേണ്ടത് സൈക്കിളിന്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പം വസ്തുവും ഒരു മനുഷ്യൻ ബൈസിക്കിളിലാണെങ്കിലും കാറിലാണെങ്കിലും ജീപ്പിലാണെങ്കിലും ഒക്കെ കയറി പോകുമ്പോൾ അയാളുടെ മാസും ബസിന്റെ മാസും കൂട്ടണം. ഇത്രയേ ഉള്ളൂ. കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ദ എനർജി പോസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്തൊക്കെയാണ്? പേര് മാറ്റണം. കോക്കനറ്റിനെ കോക്കനട്ട് ട്രീ, തേങ്ങാ മരത്തിലിരിക്കുന്ന തേങ്ങ അല്ലെ തെങ്ങിലിരിക്കുന്ന തേങ്ങ, വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം, പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ലാഡർ, ഏണിയിൽ ഏന്തി വലിഞ്ഞിരിക്കുന്ന മനുഷ്യൻ. ഇതെല്ലാം പൊട്ടൻഷ്യൽ എനർജിക്ക് കാണിക്കുന്ന സിറ്റുവേഷൻ എക്സാമ്പിൾ ആണ്. ഐഡന്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗണ്ണോ കൈനറ്റിക് എനർജി അല്ലേടാ. വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ കൈനറ്റിക് എനർജിക്ക് എക്സാമ്പിൾ ആണ്. ദ വർക്ക് ഡൺ ഓൺ സ്പ്രിംഗ് ടു ചേഞ്ച് ഇറ്റ് ഷേപ്പ്. ഒരു സ്പ്രിങ്ങിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു വസ്തുവിനെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. Examples for potential energy due to strain. A stretched bow, കുലച്ചു വെച്ച വില്ല്, വലിച്ചു വെച്ചിരിക്കുന്ന റബ്ബർ ബാൻഡ്, കംപ്രസ്ഡ് സ്പ്രിംഗ്, കംപ്രസ് ചെയ്തിരിക്കുന്ന സ്പ്രിങ്, സ്ട്രെച്ച് വലിച്ചു വെച്ചിരിക്കുന്ന സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കവണയോ ചവണയോ ഒക്കെ ഉണ്ടാവില്ലേ അത്. ശ്രാവണയെ കുറച്ചു നേരം കൂടെ ഇടാം. Correct the mistake if any in the following statement by modifying the underlined words. If in an electric generator, ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി ആയിട്ടാണോ മാറുന്നത്? അല്ല, ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഇത് റോങ് ആണ് അല്ലെ? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാനല്ലേ ജനറേറ്റർ ഉപയോഗിക്കുന്നത്? The energy possessed by a body by virtue of its strain is called kinetic energy. No, that is called potential energy due to strain. അല്ലേ? Potential energy due to strain എന്നാണ് വിളിക്കുന്നത്. കൈനറ്റിക് എനർജി എന്നല്ല, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ റോങ് ആയിട്ടുള്ള തിരുത്താം. Is it possible for an object to possess energy without momentum? മൊമെന്റം ഉണ്ടാവുക എപ്പോഴാണ്? മൂവ് ചെയ്യുമ്പോഴാണ് മൊമെന്റം ഉണ്ടാവുക. മൂവ് ചെയ്താൽ മൊമെന്റം ഉണ്ടാവും, മൂവ് ചെയ്തില്ലെങ്കിൽ മൊമെന്റം ഇല്ല. പക്ഷെ മൂവ് ചെയ്യാത്ത കേസിൽ എനർജി ഉണ്ടാവും, ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഏതിലാ? കോക്കനറ്റ് ഇൻ എ ട്രീ.
കോക്കനട്ട് ട്രീയിലിരിക്കുന്ന കോക്കനട്ട് എനർജി ഇല്ലേ? ഉണ്ട്. പക്ഷെ കൈനറ്റിക് ആവണമെന്നില്ല, എനർജി ഉണ്ട്, മൊമെന്റ് ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. A body can attain potential energy by various ways, or one is due to position, such as another method. ഇപ്പൊ പറഞ്ഞ എല്ലാമാണ് എക്സാമ്പിൾസ്. ഇങ്ങനെ ചോദ്യം മാറ്റി ചോദിക്കും. എന്താണ്? ഒരു വസ്തുവിന് പല രീതിയിൽ എനർജി കിട്ടാം, പൊട്ടൻഷ്യൽ എനർജി കിട്ടാം. ഒന്ന് പൊസിഷൻ ആണെങ്കിൽ രണ്ടാമത് സ്ട്രെയിൻ കാരണമുള്ള എനർജിയാണ്. ഇപ്പൊ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും. Thus, 3 situations related to work are given. Pushing an object of mass 10 kilogram across horizontal floor. ഒരു ഫ്ലോറിലൂടെ 10 കിലോഗ്രാമിനെ തള്ളുകയാണ് ഒരാള്. ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട് ടു എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ. 5 മീറ്ററിലേക്ക് ഒരാള് ഒരു വസ്തുവിനെ ഉയർത്താണ്. എ ബോയ് സ്റ്റാൻഡിങ് സ്റ്റിൽ വിത്ത് ആൻ ഒബ്ജക്ട് ഓൺ ഹിസ് ഹെഡ്. വർക്ക് ചെയ്യാത്തത് എവിടെയൊക്കെയാണ്? ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട് വർക്ക് ചെയ്തിട്ടില്ലേ? ഇല്ലേ? എ ബോയ് സ്റ്റാൻഡിങ് സ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വർക്ക് ചെയ്തിട്ടില്ല. 3 വർക്ക് ചെയ്തിട്ടില്ല. 3 വർക്ക് ചെയ്തിട്ടില്ല. In which situation does a change in kinetic energy take place without potential energy change? Potential energy change ചെയ്തിട്ടില്ല. ഇതില് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതില് എനർജി ചേഞ്ച് ചെയ്യാൻ അവിടെ വർക്കേ ഇല്ല. ഇവിടെ നോക്കൂ, ഹൊറിസോണ്ടൽ ഫ്ലോറിലൂടെയാണ് വസ്തുവിനെ നീക്കുന്നത്. അവിടെ ഹൈറ്റ് മാറുന്നില്ല. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആണ്. സോ 1 ആയിരിക്കും ആൻസർ. 1 ആയിരിക്കും ഇതിന്റെ ആൻസർ. റീസൺ എന്താ? There is no change in height. No change in height. Change in height ഇല്ല അല്ലേ? റീസൺ കിട്ടിയോ വൈക? എയുടെ റീസൺ എന്താ? നോ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അപ്പൊ വർക്ക് ഉണ്ടോ? ഇല്ല. കിട്ടിയില്ലേ വൈക? കിട്ടിയെന്ന് വിചാരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒന്ന് പഠിച്ചു വെക്കണം. എനർജി കൺസർവേഷൻ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. എനർജി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഒരു ഇതിൽ നിന്നും വേറൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാം. എ ഫ്ലവർ പോട്ട് അതിന്റെ എക്സാമ്പിൾ ആണ്. ഒരു ഫ്ലവർ പോട്ടിന്റെ കാൽക്കുലേഷൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 20 കിലോഗ്രാം മാസ് ഉണ്ട്. അതൊരു സൺഷെയ്ഡിന് മുകളിൽ വെച്ചിരിക്കുന്നു. സൺഷെയ്ഡിന്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? U is equal to mgh. M എത്രയാ? 20 കിലോഗ്രാം. G എത്രയാ? 10. ഈ ചാപ്റ്ററിൽ G 10 ആയിട്ട് എടുത്തോളൂ. H എത്രയാ? 5 മീറ്റർ. mgh ചെയ്താൽ 1000 ജൂൾ കിട്ടും. ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ഫ്ലവർ പോട്ട് മുകളിൽ നിന്നും താഴേക്ക് തട്ടി വീണ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RIP ഫ്ലവർ പോട്ട് കഥകളൊക്കെ. ഹാഫ് mv² കണ്ടുപിടിക്കണം. V അറിഞ്ഞൂടാ. അപ്പൊ v² കിട്ടാനുള്ള വഴി ആദ്യം ചെയ്യാ u² + 2as. ഇത്തരം പ്രോബ്ലത്തിൽ ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ ചോദ്യം വന്നാൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള വഴി വെലോസിറ്റിയുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി കൈനറ്റിക് എനർജി കിട്ടാൻ. v² = u² + 2as. u² 0 ആണ്. നിശ്ചലാവസ്ഥയിലായിരുന്നു. 2 × a × s എത്രയാ മക്കളെ? 5 മീറ്റർ. എത്ര ഉയരമാണോ അത്. ഓക്കെ, സോ 100 കിട്ടി. അത് കൈനറ്റിക് എനർജിയിൽ ഇട്ട് കൊടുത്താൽ ഹാഫ് mv² കിട്ടി. മിൻഹ അൺപ്രഡിക്റ്റബിൾ. ഓക്കെ, ഹാഫ് mv², 1000 ജൂൾ കിട്ടി. വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ? പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജി ആയിട്ട് മാറും. മുകളിലിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, പിന്നെ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു, കൈനറ്റിക് എനർജി കൂടുന്നു അല്ലെ, പിന്നെ 0 ആവുന്നു. മനസ്സിലായോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കമന്റ് ചെയ്തേ. മിൻഹ കുറച്ചു നേരം കൂടെ കിട്ടിയോ? കമന്റ് ചെയ്തേ. എല്ലാരും ചെയ്ത് കഴിഞ്ഞ ചോദ്യമായിരുന്നു. എ സ്റ്റോൺ ഓഫ് മാസ് 50 ഗ്രാം. 50 ഗ്രാമിനെ മാറ്റാൻ വേണ്ടി 1000 കൊണ്ട് ഹരിക്കണം. അപ്പൊ അത്രയും കിലോഗ്രാം കിട്ടും. 50/1000 എന്ന് പറഞ്ഞാൽ 0.05. ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ട്, നോക്കാം. ടെറസിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് പോസസ്ഡ് ബൈ സ്റ്റോൺ? പൊട്ടൻഷ്യൽ എനർജി. കാൽക്കുലേറ്റ് ദ എനർജി. 5 ജൂൾ ആണ് കിട്ടിയത്.
mgh. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻ ടേക്കിംഗ് പ്ലേസ്? പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജി. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ സ്റ്റോൺ? ഹാഫ് mv² ആണ്. ഹാഫ് mv². v² നേരത്തെ പോലെ കണ്ടുപിടിക്കുക, അത് ഇട്ട് കൊടുക്കുക, ഹാഫ് mv² ചെയ്യുക. സിമിലർ ചോദ്യം. വെരി ഗുഡ് അർച്ചന. 5 joule is the correct answer. Archana, very good. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി പോസസ്ഡ് ബൈ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. സ്ട്രക്ചർഡ് സ്ട്രിംഗ്, പൊട്ടൻഷ്യൽ എനർജി. ബുള്ളറ്റ് is fired from a gun, kinetic energy. Water stored in a dam, potential energy. Bird flying, kinetic energy plus potential energy. ഒരു ഹൈറ്റിലൂടെ പക്ഷി പറക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അടിച്ചു വെക്കണേടാ അതൊക്കെ. പവറിനെ കുറിച്ച് പഠിക്കണം. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ് പവർ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് പവർ. പവർ കണ്ടുപിടിക്കാൻ വേണ്ടി W/T ചെയ്താൽ മതി. വർക്ക് ബൈ ടൈം ആണ് പവർ. വർക്ക് ബൈ ടൈം ആണ് പവർ. കിട്ടിയല്ലോ? വർക്ക് ബൈ ടൈം. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ യൂണിറ്റ്? വാട്ട്സ് ആർ. ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ? ധർമ്മജന ഓർമ്മയുണ്ടല്ലോ? എ ബോയ് ഓഫ് മാസ് 50 കിലോഗ്രാം ക്യാൻ ക്ലൈംബ് എ മൗണ്ടെയിൻ ഓഫ് ഹൈറ്റ് 30 മീറ്റർ ഇൻ 5 minutes. വാട്ട് വിൽ ബി ഹിസ് പവർ? പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാ? മാസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ടൈമിനെ മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. ഇന്നലെ മാറ്റിയതാണ് മക്കളെ. 5 minutes എന്ന് പറഞ്ഞാൽ 5 × 60 300 സെക്കൻഡ് ആയിരിക്കും. 1 minute എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. U = mgh ചെയ്യാ മക്കളെ. പവർ കണ്ടുപിടിക്കാൻ ആദ്യം വർക്ക് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ പവർ ആയി. പവർ കണ്ടുപിടിക്കാൻ വർക്ക് കണ്ടുപിടിക്കുക, mgh ഉപയോഗിച്ചിട്ട് വർക്ക് കിട്ടും. അതിനെ 300 കൊണ്ട് ഹരിച്ചാൽ 50 വാട്ട് കിട്ടും. 50 വാട്ട് ആയിരിക്കും കറക്റ്റ് ആൻസർ. പവർ കണ്ടുപിടിക്കാൻ എനർജി കണ്ടുപിടിക്കുക, ഹരിക്കണം സമയം. എനർജി ബൈ ടൈം ആണ് പവർ. എനർജി ബൈ ടൈം അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം. മനസ്സിലായോ? ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയെങ്കിൽ കമന്റ് ഇട്ട് എല്ലാരും. വെറുതെ മനസ്സിലാവാതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായി? ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. പവർ വാട്ട് ആണെങ്കിൽ എനർജിയുടെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ J ആണ്. ഇത് W ആണ്. ഓക്കെ. ഐഡന്റിഫൈ ദ റിലേഷൻ ദ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. വർക്ക് ജൂൾ ആണ്. സോറി, സെയിം ആണ്. അടുത്ത ചോദ്യം, എ പേഴ്സൺ A ആൻഡ് B ലിഫ്റ്റ്സ് 5 bricks. 5 ഇഷ്ടികകൾ രണ്ടുപേരും പൊക്കുന്നുണ്ട്. ഓരോന്നും 2 കിലോഗ്രാം ആണ്. ടു ദ ടെറസ് ഓഫ് ഹൈറ്റ്. H എത്രയാണ്? 9 മീറ്റർ. മാസ് എത്രയാണ്? 2 കിലോഗ്രാം. G എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടുപിടിച്ചോളൂ വർക്ക്. mgh ആണ്. പക്ഷേ 5 കട്ടകളുണ്ട്. ഒരു കട്ടയ്ക്ക് 2 കിലോഗ്രാം. അപ്പോൾ 5 കട്ടയ്ക്ക് 5 × 2 അല്ലേ? അപ്പൊ 5 × mgh. 5 × mgh എത്രയാ? 5 × 2 × 10 × h 9. എത്ര കിട്ടും? 900 ആണോ? 900 ജൂളാണോ? യെസ്. പവർ കണ്ടുപിടിക്കണം. W/time. പവർ കണ്ടുപിടിച്ചോളൂ മക്കളെ. സമയം ഇവിടെ എഴുതിയിട്ടുണ്ട്. എയുടെ പവറാ കണ്ടുപിടിക്കണ്ടേ. എയുടെ പവർ കിട്ടണം. എയുടെ പവർ കിട്ടാൻ 900 / സമയം. അല്ല സോറി 30. 900 / 30 എത്രയാ? 3 അല്ലെ? എത്രയാ കിട്ടുക? 30 വാട്ട് ആണോ? 900 / 30 30 വാട്ട്. 30 × 30 ആണ് 900. 30 വാട്ട് കിട്ടി. വാട്ടിനെ കിലോ വാട്ടിലേക്ക് മാറ്റണം മക്കളെ. ഇത്രയും കിട്ടിയതിൽ 30 വാട്ട് കിട്ടി. കിലോ വാട്ടിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുക. വാട്ടിനെ കിലോ വാട്ടിലേക്ക് മാറ്റാൻ 30 വാട്ടിനെ കിലോ വാട്ടിലേക്ക് മാറ്റാൻ 30/1000 കിലോ വാട്ട്. എത്ര സ്ഥാനം ഇടത്തേക്ക് മാറ്റണം? 1 2 3 സ്ഥാനം മാറ്റണം. അപ്പൊ 0.030 കിട്ടും.
മനസ്സിലായോ? ഇത്രയും KW ആയിരിക്കും, KW കിലോ വാട്ട്. അപ്പൊ 0.03 കിലോ വാട്ട് ആണോ? ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്. ഇത്തരത്തിൽ പവർ കണ്ടുപിടിക്കുന്ന ചോദ്യം പഠിച്ചിട്ടുണ്ടാവണം. ക്ലിയർ? ക്ലിയർ? യെസ്. അടുത്ത ചോദ്യം. An electric toy car of mass 100 gram moves with a velocity. Calculate the kinetic energy. Kinetic energy കണ്ടുപിടിച്ചൂടെ? ഹാഫ് mv². 100 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 100 ഹരിക്കണം 1000 കിലോഗ്രാം, 0.1 കിലോഗ്രാം കിട്ടും. അതിനെ കൊണ്ട് m ഇൻറ്റു v ഇൻറ്റു v², ഹാഫ് mv², 0.2 ജൂള് കിട്ടും. പിന്നെയോ ഇലക്ട്രിക് മോട്ടോറിൽ നടക്കുന്നത്. വീട്ടിൽ മോട്ടോർ അടിക്കണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് വെള്ളം വരുന്നത്. ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. ഇലക്ട്രിക്കൽ എനർജി കൊടുത്തുകൊണ്ട് കറങ്ങുക. സാബിത് വേഗം എടുത്ത് തീർക്കാൻ നോക്കാട്ടോ. ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ ആണ്. അപ്പം ഇതുപോലെ ഇതേ എനർജി കൺവേർഷൻ വരുന്ന വീട്ടില് സ്വിച്ച് ഇടുമ്പോ കറങ്ങുന്ന ആൾക്കാർ ആരൊക്കെയാ? ഇലക്ട്രിക് ഫാൻ കറങ്ങും, മിക്സി കറങ്ങും, ഗ്രൈൻഡർ കറങ്ങും. ഇതിലൊക്കെ സെയിം എനർജി കൺവേർഷൻ ആണ്, ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. യെസ്. അടുത്ത ചോദ്യം. A stone of mass 100 gram is dropped from the top of a tower. It takes 2 seconds to reach the ground. Calculate the height. അറിയാലോ നിങ്ങൾക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ. S equal to ut plus s. u എത്രയാ? 0. 0 into t, 0. ഹാഫ് into t എത്രയാ മക്കളെ? 2². എത്ര കിട്ടും? എത്ര കിട്ടും? 20 ജൂൾ. അല്ല സോറി, 20 മീറ്റർ. 20 മീറ്റർ കിട്ടും. ശരിയാണോ? 20 മീറ്റർ. യെസ്. ഇനി ഇവാലുവേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി പോസസ്ഡ് ബൈ ദ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടവർ. മക്കളെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചോ? mgh. m എത്രയാ? 100 ഗ്രാം, 0.1 ഇൻറ്റു g എത്രയാ? 10. h എത്രയാ? 20. എത്ര കിട്ടും? mgh ചെയ്യാ. ഇപ്പൊ കിട്ടി. h എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹൈറ്റ് കിട്ടി, h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യോ? 20 ജൂളാണോ കിട്ടുക? യെസ്, 20 ജൂളാണ് കിട്ടുക. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം മക്കളെ. കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചോളോ. v² is equal to u² plus 2s. v² is equal to u² എത്രയാ? 0. 2 into s എത്രയാ? 20. എത്രയാ? അപ്പൊ എത്രയാ കിട്ടുക? 400 കിട്ടും. v² 400 കിട്ടി. v² കണ്ടുപിടിച്ചിട്ട് ഹാഫ് mv² ചെയ്യാം. ഹാഫ് ഇൻറ്റു 0.1 ഇൻറ്റു 400 എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു 0.1 ഇൻറ്റു 400 20 കിട്ടും. 20 ആണോ? 20 ജൂൾ തന്നെ കിട്ടും. 20 ജൂൾ തന്നെ കിട്ടും. സോ എല്ലാ സ്റ്റെപ്പും കൂടെ എഴുതിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം ഇവിടെ ഉണ്ട് സ്റ്റെപ്പുകള്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ചെയ്ത പോലത്തെ ചോദ്യമാണ്. mgh മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഹാഫ് mv² mgh. കിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആൻഡ് എക്സ്പ്രസ് ഇറ്റ് മാത്തമാറ്റിക്കലി. ഹാഫ് mv² മൈനസ് ഹാഫ് mu². നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് വർക്ക് ഡൺ. സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞു. യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ദ ഫോളോയിങ് സിറ്റുവേഷൻ. മക്കളെ ഫോഴ്സ് 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. മാസ് 2 കിലോഗ്രാം ആണ്. അറ്റ് റെസ്റ്റ് ഫോർ 10 സെക്കൻഡ്. ടൈം എത്രയാ? 10 സെക്കൻഡ്. 10 സെക്കൻഡില് റെസ്റ്റിൽ ഉണ്ടായിരുന്ന ആള് യു എത്രയാ? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി അറിഞ്ഞൂടാ, സർട്ടൻ വെലോസിറ്റി എത്തി അല്ലേ? ഇപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? വർക്ക് ഡൺ. വർക്ക് ഡൺ കണ്ടുപിടിച്ചോളൂ. വർക്ക് ഡൺ കണ്ടുപിടിച്ചോളൂ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. എഫ് 5 ന്യൂട്ടൺ ആണ്. നിങ്ങൾക്ക് അറിയോ വർക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഹാഫ് mv² മൈനസ് ഹാഫ് mu² കിട്ടണം. ഇവിടെ യു അറിയാം, വി അറിഞ്ഞൂടാ. വി അറിയാൻ എന്താ വഴി?
ഫോഴ്സ് അറിയാം, മാസ് അറിയാമെങ്കിൽ ആക്സിലറേഷൻ കിട്ടിക്കൂടെ? ആണോ? ആക്സിലറേഷൻ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് v = u + at ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് v കിട്ടും. ശ്രദ്ധിച്ചിരുന്നോളൂ. ഒന്നും കൂടെ പറയാം. ഇത്രയും സാധനങ്ങൾ കിട്ടി. ഇവിടെ മാസ് തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ കിട്ടാൻ F/m ചെയ്യാം. അപ്പൊ കിട്ടുന്ന ആക്സിലറേഷന്റെ വാല്യൂ എടുത്തിട്ട് v = u + at ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് v കിട്ടും. ആ v ഉപയോഗിച്ചിട്ട് 12 mv² ചെയ്താൽ എനർജി കിട്ടും. മനസ്സിലായോ? എഫും എമ്മും തന്നെ എ കിട്ടിയില്ലെങ്കിൽ എ കണ്ടുപിടിക്കുക. ആ എ എടുത്ത് v = u + at കൊടുക്കുക. എന്നിട്ട് 12 mv² - 12 mu. ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണിത്. ഓക്കെ, സ്റ്റെപ്സ് എല്ലാം ഇവിടെ ഉണ്ട്. എന്തിനാ അർച്ചന ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നേ? എസ് ഒക്കെ ഉണ്ട് അവിടെ. എസ് ഇല്ലാണ്ട് ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ മക്കളെ? തന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വി അല്ലേ കണ്ടുപിടിക്കേണ്ടത് ഡയറക്റ്റ്. എങ്ങനെ കണ്ടുപിടിച്ചൂടെ? ഇത് നമ്മൾ പറഞ്ഞാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. എ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം, പൊട്ടൻഷ്യൽ എനർജി ആണ്. കാർ റണ്ണിങ് ഓൺ എ റോഡ്, കൈനറ്റിക് എനർജി ആണ്. ബേർഡ് ഫ്ലൈങ് അറ്റ് എ ഹൈറ്റ്, പൊട്ടൻഷ്യൽ എനർജി. കോക്കനറ്റിന്റെ കോക്കനട്ട് ട്രീ ഏതായിരിക്കും? ഒരു റോഡിലൂടെ പോകുന്ന ആൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. സോ കാർ റണ്ണിങ് ഓൺ എ റോഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ. കാർ റണ്ണിങ് ഓൺ എ റോഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ. യെസ്, ഓക്കെ. അടുത്തത്, എ ബോഡി ഓഫ് മാസ് 1 kilogram ഈസ് falling freely from the top of a tower of height 10 meter. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ടോപ്പിൽ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. സിമിലർ സ്റ്റെപ്പ് ആണ്. കൈനറ്റിക് എനർജിയും 10 മീറ്റർ ആണ് ഉയരം. അപ്പൊ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? 10 മീറ്റർ ഉയരമുള്ള ടവർ ആണെങ്കിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? 5 മീറ്ററിൽ വെച്ചിട്ടായിരിക്കും. 5 മീറ്ററിൽ വെച്ചിട്ടായിരിക്കും. യെസ്. ഇനി നമുക്ക് കൈനറ്റിക് എനർജി നേരത്തെ പോലെ തന്നെ കണ്ടുപിടിക്കണം. v² കണ്ടുപിടിക്കുക, എന്നിട്ട് 12 mv² ഇട്ട് കൊടുക്കുക. 12 mv² ഇട്ട് കൊടുക്കുക. കൈനറ്റിക് എനർജി കിട്ടും. യെസ്, ആൻസേഴ്സ് ഇവിടെ ഉണ്ട്. കൈനറ്റിക് എനർജി 12 mv² ആണ്. 12 × 1 × v² ചെയ്യുക, 100 ജൂൾ കിട്ടും. If the velocity of an object is increased 2 times without changing mass, kinetic energy becomes 4 times. നേരത്തെ പറഞ്ഞാണല്ലേ. Identify the relation between the first pair. Water stored in a dam, potential energy. ഇതെന്താണ്? kinetic energy ആണ്. Bullet fired from a gun, kinetic energy. A body can attain potential energy by various ways. Yes, ഇത് നമ്മൾ പറഞ്ഞാണല്ലേ. എങ്ങനെയാണ്? വേരിയസ് വേസ്. സ്ട്രെയിൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി. എ സ്റ്റോൺ ഓഫ് മാസ് 2 kilogram ഈസ് ത്രോൺ അപ്വേർഡ്സ് ഫ്രം എ ഗ്രൗണ്ട് വിത്ത് വെലോസിറ്റി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ്. ഹൈറ്റിലെത്തുമ്പോൾ, മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പം v² = u² + 2as എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. bക്ക് 0 കൊടുക്കുക. u എന്ന് പറഞ്ഞാൽ 3² ആണ്. 2 × a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. പക്ഷെ പ്രത്യേകതയുണ്ട്. എത്രയാണ്? -10. മുകളിലേക്ക് എറിയുമ്പോൾ മൈനസ് എടുക്കണം. ശ്രദ്ധിച്ചോളൂ. ആദ്യം v² = u² + 2as എന്ന ഇക്വേഷൻ എടുക്കുക. ഇവിടെ 0 കൊടുക്കുക. u എന്ന് പറഞ്ഞാൽ 2² ആണ്. -2 × 10 × s. എന്നിട്ട് 0 = 4 - 20s ആണോ കിട്ടുക? സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 3² ആണ്. 3². അപ്പൊ 9 - 20s കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് s കണ്ടുപിടിക്കാം. s കണ്ടുപിടിച്ചാൽ mgh ഉപയോഗിച്ച് വർക്ക് പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാം. മുകളിലേക്ക് പോകുമ്പോൾ, ഒരു വസ്തു മുകളിലേക്ക് പോയാൽ g നെഗറ്റീവ് ആണ്. ഒന്ന് ഓർത്തു വെച്ചോ.
മുകളിലേക്ക് പോയാൽ ജി നെഗറ്റീവ്, മുകളിലേക്ക് പോയാൽ ജി നെഗറ്റീവ്. യെസ്. A roller weighing 1 ton is being dragged along a road. What is the work done against gravity? Why? Work done against gravity 0 ആയിരിക്കും. കാരണം ഗ്രാവിറ്റി താഴേക്കാണ്, ഹൊറിസോണ്ടൽ ഫ്ലോറിലൂടെയാണ് ഇവരെ വലിക്കുന്നത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഗ്രാവിറ്റിക്ക് അഗേൻസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. സോ വർക്ക് ഡൺ 0 ആയിരിക്കും. വർക്ക് ഡൺ 0 ആയിരിക്കും. വർക്ക് ഈസ് ഡൺ അഗേൻസ്റ്റ് ഗ്രാവിറ്റി ഏതിലൊക്കെയാ? എ മാൻ സ്റ്റാൻഡിങ് സ്റ്റിൽ വർക്ക് ഇല്ല. A man climbing a ladder with a load വർക്ക് ഉണ്ട്. A man walking on a horizontal ഇല്ല. പിന്നെയോ ഡ്രോയിങ് വാട്ടർ ഫ്രം എ പുള്ളി ഇല്ലേ, വെള്ളം കോരുന്നതുണ്ട്. സോ ബി ആൻഡ് ഡി അല്ലേ, ബി ആൻഡ് ഡി അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. An object of mass 1000 kilogram is traveling with a velocity. മക്കളെ ഇത് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. എന്താക്കണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയേക്കാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. എന്നിട്ട് റെസ്റ്റിലെത്തി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു കണ്ടുപിടിക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, എത്ര ഉത്തരം കിട്ടും? യു എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. യെസ്, തീരാറായി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡബ്ല്യു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ കിട്ടും. കിട്ടുന്നുണ്ടോ നോക്കാം. യെസ്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ, റൈറ്റ് ദ റീസൺ. എ സ്ട്രെച്ച്ഡ് ബോ, റബ്ബർ, കംപ്രസ്ഡ് സ്ട്രിംഗ്, വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം. ഏതൊക്കെയാണ് ഇത്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ബാക്കിയെല്ലാം പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ ആണ്. അപ്പം ഓഡ് വൺ ഏതാണ്? ഇത്. ഇതൊന്ന് പഠിച്ചു വെക്കണം. എനർജി ചേഞ്ച്, മാച്ച് ദ ഫോളോയിങ് പഠിച്ചു വെക്കണം. ഇലക്ട്രിക് അയൺ ബോക്സിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ ടു ഹീറ്റ് ആണ്. ഇലക്ട്രിക് ബൾബിൽ ഇലക്ട്രിക്കൽ ടു ലൈറ്റ് ആണ്. ഫാനിൽ ഇലക്ട്രിക് ടു മെക്കാനിക്കൽ ആണ്. ജനറേറ്ററിൽ മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക് മോട്ടോറിൽ നേരത്തെ നമ്മൾ പറഞ്ഞു സ്വിച്ച് ഓൺ ചെയ്യുന്നു, മോട്ടോർ കറങ്ങുന്നു. ഇത് പഠിച്ചു വെക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. VVIP ആണ്, പഠിക്കണം. യെസ്, കിട്ടിയല്ലോ? എനർജി ചേഞ്ച് കിട്ടിയല്ലോ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എ സ്റ്റോൺ ഓഫ് മാസ് 10 കിലോഗ്രാം ഈസ് ലിഫ്റ്റഡ് ടു ഹൈറ്റ് ഓഫ് 5 മീറ്റർ. H 5 മീറ്റർ ആയിരുന്നു, 5 മീറ്ററിലേക്ക് ഉയർത്തി ഗ്രൗണ്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ തേർഡ് ഫ്ലോറിലേക്ക് ഉയർത്തി. അപ്പൊ H1 5 മീറ്റർ, H2 3 മീറ്റർ. അപ്പൊ മൊത്തം H എത്രയായി നോക്കുക? 5ഉം 3ഉം 8 മീറ്ററിലേക്ക് ഉയർത്തി. മാസ് എത്രയാണ്? 10 കിലോഗ്രാം ആണ്. അതിനെ 8 മീറ്ററിലേക്ക് ഇപ്പൊ ഉയർത്തി. അപ്പോൾ W is equal to mgh അല്ലെങ്കിൽ U is equal to mgh ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചൂടെ? ആ ചോദ്യം മര്യാദയ്ക്ക് വായിച്ചാൽ മതി. 2 ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ 2 കൂടെ കൂട്ടണം. ഇവിടെ 2 കൂടെ കൂട്ടണം. കുറച്ചു എന്നല്ല പറഞ്ഞ, താഴത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കുറയ്ക്കണം. മുകളിലേക്ക് വീണ്ടും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ 2 കൂടെ കൂട്ടിയാൽ മതി. ഈ സ്റ്റെപ്പാണ് നിങ്ങൾ ഓർക്കേണ്ടത്. 2 കൂടെ കൂട്ടി. യെസ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി 2 ടൈപ്സ് ഓഫ് എനർജിയാണ്. ഏത് സിറ്റുവേഷനിലാണ് മോർ എനർജി ഉണ്ടാവുക? 4 കിലോഗ്രാം മാസ് ഉള്ള വസ്തു 2 മീറ്ററിൽ വെക്കുമ്പോൾ എത്ര എനർജി ഉണ്ട് നോക്കാം. അതേ വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോകുമ്പോൾ എത്ര കൈനറ്റിക് എനർജി ഉണ്ട് നോക്കാം. ഇതിന് രണ്ടിലും ഏതാ കൂടുതൽ നോക്കൂ. ഇപ്പൊ തീരും ക്ലാസ് കേട്ടോ. ഒരു 3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മാക്സിമം നിർത്താം. 5 മിനിറ്റ് മാക്സിമം ഇപ്പൊ തീരും. മനസ്സിലായോ? ഇതിന്റെ ഉത്തരങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. നമ്മളോട് ചോദിച്ചു ഇതിൽ ഏതാ കൂടുതലെന്ന്. ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം സെന്റൻസ് ആക്കി ചോദിച്ചു. ഏതാ കൂടുതല് കണ്ടുപിടിച്ചിട്ട് ഏതിനാ കൂടുതൽ വാല്യൂ? പൊട്ടൻഷ്യൽ എനർജിക്ക് അല്ലേ? അപ്പൊ 2 മീറ്റർ ഉയരത്തിൽ ഒരു 4 കിലോഗ്രാം വസ്തുവിനെ വെക്കുമ്പോഴാണ് അത് മൂവ് ചെയ്യുന്നതിനേക്കാളും എനർജി കിട്ടുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? യെസ്.
യെസ്, ഒരു രണ്ട് മൂന്ന് ചോദ്യം കൂടി. ഇതൊന്ന് പഠിക്കണേ. ഇലക്ട്രിക് മോട്ടോറില് 1 HP എന്ന് എഴുതി കാണാം. 1 ഹോഴ്സ് പവർ എന്നാണ് അർത്ഥം. ഒരു കുതിര ശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചേക്കാം. 1 HP is equal to 746 watt. 746 watt. ഓക്കെ, യെസ്. ഈ ഒരു ചോദ്യം വലിയ ചോദ്യമാണ്, കാണുമ്പോൾ പേടിക്കണ്ട. ഒരൊറ്റ ചോദ്യത്തോടു കൂടി നിർത്താട്ടോ. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഓൺലി വെൻ ദ ഒബ്ജക്ട് അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. SI യൂണിറ്റ് ഓഫ് വർക്ക് നമ്മൾ പറഞ്ഞതാണ്, ജൂളാണ്. എ ചൈൽഡ് ഈസ് സ്റ്റാൻഡിംഗ് വിത്ത് എ ബാഗ് ഓഫ് 5 കിലോഗ്രാം. 5 കിലോഗ്രാം ബാഗുമായി ഒരു കുട്ടി നിൽക്കുവാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് വർക്ക് ഉണ്ടോ? നോ വർക്ക്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ വർക്ക് ഇല്ല. സെയിം ബാഗ് ഈസ് ലിഫ്റ്റഡ് ടു പ്ലേസ് above an almirah of height 2 meter by the child. Calculate the work done. U is equal to mgh. M എത്രയാണ് മക്കളെ? mgh ഉപയോഗിച്ച് ചെയ്തൂടെ? ചെയ്യാം. mgh 5 into 10 into 2. Okay. Find out the work done in the following situation. Gravitational force in freely falling body പോസിറ്റീവ് ആണ്. Work done by frictional force നെഗറ്റീവ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ അതേ ഡയറക്ഷനിലാണ് ഗ്രാവിറ്റി, സോ പോസിറ്റീവ് ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷെ ഇത്രയും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ പേടിയാവും. അതിന് തന്നെയാണ് ഒറ്റ സ്ലൈഡ് ഇട്ടത്. എല്ലാത്തിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ എഴുതും. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. Which among the following is a vector quantity? വർക്ക് വെക്ടർ അല്ല, പവർ വെക്ടർ അല്ല, എനർജി അല്ല. മൊമെന്റം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു മാസ് ആണല്ലേ, അത് വെക്ടർ ആണ്. സോ മൊമെന്റം ആണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ചോദിച്ചാൽ എഴുതേണ്ടത്. മൊബൈല് ചാർജ് ചെയ്യുന്ന സമയത്തുള്ള എനർജി ചേഞ്ച് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ടാണ് മാറ്റുന്നത്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്തു, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി പോയിട്ട് ബാറ്ററിയിലാണ് സേവ് ചെയ്യുന്നത്. അത് കെമിക്കൽ ആയിട്ടാണ് സേവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, കെമിക്കൽ ആയിട്ടാണ് സേവ് ചെയ്യപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. Heavy object on a floor is dragged to a certain distance. Identify the positive work. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് മനുഷ്യൻ അപ്ലൈ ചെയ്തത് പോസിറ്റീവ് വർക്കും, ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ, അത് നെഗറ്റീവ്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, യെസ്. ഫ്രിക്ഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആയിരിക്കും. യെസ്, ഒരു മിനിറ്റ് സർ. താഴെ തന്നിരിക്കുന്ന കുറെ സാധനങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കോ വെറുതെ. സ്ട്രെച്ച്ഡ് ബോ, എയറോപ്ലെയിൻ ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ്, വാണ്ട് സ്പ്രിംഗ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പോസസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി? മക്കളെ, ഒരു ഉയരത്തിൽ പറക്കുന്ന എയറോപ്ലെയിനിന് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. സോ ദിസ് ഈസ് ദ ആൻസർ. റൈറ്റ് ഡൗൺ ദ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി പോസസ്ഡ് ബൈ അതർ ടു. അത് നമ്മളോട് പറഞ്ഞു തന്നാണ്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രെയിൻ. ഇത് നോക്കൂ, നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ സിമിലർ ചോദ്യമാണ്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതൊന്ന് കാണാം. നമ്മൾ ചെയ്ത സെയിം ആണ്. പൊട്ടൻഷ്യൽ എനർജി വാല്യൂ മാത്രം വ്യത്യാസപ്പെട്ടുള്ള പല ചോദ്യങ്ങളാണ്. പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ടർ ടു കൈനറ്റിക് എനർജി ടൈപ്പ് ചോദ്യമാണ്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ½ mv² ചെയ്യുക. തന്നിരിക്കുന്ന വാല്യൂല് മാത്രമേ മാറ്റമുള്ളൂ. അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉള്ള തരം ചോദ്യം. പിന്നെ നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തതെന്നൊക്കെ ടെക്സ്റ്റിൽ കുറെ ചെയ്തിട്ടുള്ള ടേബിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് പറയുന്നത്. ടെക്സ്റ്റിലെ ടേബിളുകളൊന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ വർക്കിന്റെ ഡെഫിനിഷൻ ചോദിക്കും, അതൊന്ന് പഠിച്ചിട്ട് പോവാ. ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കാൻ ഫോഴ്സ് 50 ന്യൂട്ടൺ ആണ്. 50 ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ ആണെങ്കിൽ F × S ആണ് വർക്ക്. കണ്ടുപിടിച്ചൂടെ? 50 × 2 100 ജൂൾ ആയിരിക്കും വർക്ക്. അങ്ങനത്തെ കണക്കുകൾ, സിമ്പിൾ കണക്കുകൾ. പിന്നെ ഫ്രിക്ഷന്റെ കാര്യം പറഞ്ഞു. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഫ്ലോറിലൂടെ വലിക്കുമ്പോൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. യെസ്, ഇത്രയും ഒക്കെ നോക്കിയിട്ട് വേണം എല്ലാവരും പോകാൻ വേണ്ടിയിട്ട്. ഇത് മറക്കരുത്. സ്ലൈഡ് എന്താ മാറാത്തത്? സ്ലൈഡിന് എന്തോ പറ്റും. നോക്കട്ടെ.
യെസ്, ഇതൊന്നും ഓർത്ത് വൈറ്റ് ആയി എന്താണെന്നറിയില്ല. കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റവും തമ്മിലുള്ള ബന്ധം ഒന്ന് പഠിച്ചു വെക്കണം. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ p²/2. p എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്, p²/2. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചിട്ട് പോവാം. യെസ്, ഇത്രയും ചോദ്യം. ഒരു മിനിറ്റ് മക്കളെ, നിർത്തുകയാണ്. ഒരു മിനിറ്റോട് നിർത്തുകയാണ് കേട്ടാ. ഇത്രയും മനസ്സിലായോ? ഈക്വേഷൻ ഒന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അവസാന നിമിഷത്തിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടിയതാണ്. പേടിക്കണം. ഈക്വേഷൻ എന്ന് പഠിച്ചേ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൊമെന്റത്തിന്റെ സ്ക്വയർ/2. അപ്പൊ ഇന്നത്തോടു കൂടി നമ്മുടെ അവസാനത്തെ ക്ലാസ് ആണ്. ഇപ്പൊ നിർത്താം. ശരി, ഇതുവരെ എടുത്തതൊക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ചുമ്മാ ഇരുന്ന് ഫയർ ഇടുന്ന ആരുടെ? ആരാത്? അർച്ചന. അർച്ചനയുടെ ഫയറിൽ ഞാനങ്ങ് കരിഞ്ഞില്ലാതായി. അമല അൺമ്യൂട്ട് ചെയ്താൽ നല്ല വാക്ക് പറയിപ്പിക്കാൻ. ഇൻസ്റ്റയില് പറഞ്ഞ പോരെ അമല? ഫാത്തിമ ഉണ്ടായിരുന്നു, ഉണ്ടോന്നറിയില്ല. സർ ടൈം ഈസ് ഗോയിങ് ആൻഡ് ഗോയിങ്. നോ, എനിക്ക് ആ സ്ലൈഡ് കിട്ടില്ല, പറയാൻ പറ്റില്ല. മക്കളെ പോലെ ഒരു കാര്യം കൂടെ അവസാനം വെച്ചിട്ട് 2-3 കാര്യം കൂടെ പറഞ്ഞു. എന്താ പറയാ? അല്ല, അതല്ല ലാസ്റ്റ് സ്ലൈഡിലേക്ക്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ലാസ്റ്റ് എടുക്കണം. എനിക്കൊരു സത്യം പറയാനുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിന്റെ മാരത്തൺ എടുത്തപ്പോഴും ഇതുപോലെ പല വികാസങ്ങളും അരങ്ങേറിയതാണ്. പക്ഷെ അവരുടെ എക്സാം വളരെ ഈസി ആയിരുന്നു. നിങ്ങൾ കണ്ടായിരിക്കും വീഡിയോസ് ഒക്കെ. അതേ ക്വസ്റ്റ്യൻസ് തന്നെ വന്നത്. അതുപോലെ നിങ്ങളുടെ എക്സാമും അതേ ക്വസ്റ്റ്യൻസ് വരാൻ മിസ് പ്രാർത്ഥിക്കുന്നുണ്ട്, വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നന്നായിട്ടിരുന്ന് പഠിക്കാം. ഒരു അവസാന വാക്ക് കൂടെ പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ആ സ്ലൈഡ് കാണിച്ചു തരുന്നില്ല. എന്ത് ചെയ്യാനാടാ? ആ സ്ലൈഡിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതൊന്നുമില്ല. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 വാട്ടാണ്. കിലോ എന്ന് കേട്ടാൽ ഒന്ന് മനസ്സിൽ ഓർത്തോളാ, 1000 വാട്ടാണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞോ, വേഗം. മിസ്, ഞാൻ 10 ആകുമ്പോൾ മിസ് എന്നെ മറക്കുവോ? അമൃത, ഞാൻ 10 ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവസാനമായിട്ട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്? അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് വെറും ഒരു E*A+Z എന്നുള്ള കാര്യമാണ്. അത് നാളത്തേക്ക് നിങ്ങൾ സെറ്റ് ആക്കുന്ന എനിക്കറിയാം. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, പോവരുത്. യെസ്, ഈ കാര്യമാണ് വർക്ക് ഡൺ. ഇത് മറക്കരുത്. ജൂൾ/സെക്കൻഡ് ആണ് ശരിക്കും പവറിന്റെ യൂണിറ്റ് അല്ലെ? വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ ജൂൾ/സെക്കൻഡ് ആയിരുന്നു. അതിന്റെ മറ്റൊരു പേരാണ് വാട്ട്. അപ്പൊ വാട്ട് ഈസ് ദ SI യൂണിറ്റ്. പിന്നെ മറക്കരുത് 1 കിലോ വാട്ട്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. അപ്പൊ ഇത്രയും പറയുന്നുള്ളൂ. ഓക്കെ, ശ്വേതാ മിസ്, നിരഞ്ജൻ അങ്ങനെ പറയുന്നു എനിക്കറിയാം. ശ്വേതാ മിസ്സിനോട് പറയാട്ടോ വരാൻ. ശ്വേതാ മിസ്സിന് മതിയെങ്കിൽ ശ്വേതാ മിസ്സിനോട് വരാൻ പറയേ. നമ്മുടെ നിരഞ്ജന് ശ്വേതാ മിസ്സിന് വേണം. മിസ്സിന് വേണ്ടി പറയാൻ ആരും ഇല്ലേടാ അവിടെ. എന്താണ്? ആരാ? ബ്ലെസ്സി. എനിക്ക് ഫിസിക്സിന്റെ ടോപ്പിക്കിനും ആദ്യം പറയാനുള്ളത് നാളത്തെ എക്സാം എല്ലാവരും നന്നായിട്ട് ഉച്ചവരെ ഇരുന്ന് പഠിക്കുക. എന്നിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇന്നലെ എടുത്തതും ഇന്നെടുത്തതും ഗ്രാഫ് വരയ്ക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് വരയ്ക്കാൻ മറക്കരുത്. നന്നായിട്ട് ഗ്രാഫ് പേപ്പറിൽ വരച്ച് തന്നെ പഠിക്കണം. പിന്നെ ഇന്ന് തന്ന പ്രോബ്ലംസ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് 4ാമത്തെ ചാപ്റ്റർ നോക്കണേ.
മൂന്നാമത്തെ ചാപ്റ്റർ നോക്കണം. പിന്നെ ഫസ്റ്റിൽ കുറേ ചോദ്യമുണ്ട്. 1, 4, 3 നന്നായിട്ട് നോക്കിക്കോളൂ. ഓക്കെ, അതുകൊണ്ടാണ് അത് ഇന്ന് എടുക്കാൻ വേണ്ടി വെച്ചത്. പിന്നെ 5ാമത്തെ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നോക്കണം. ഓക്കെ, എല്ലാം നോക്കണം. ഏറ്റവും പ്രധാനമായിട്ട് 3, 4 ഒന്നും വിട്ടു പോകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നെ ആരോ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അമല ഉണ്ടാവും അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ അതാരാണ് ഞാനുണ്ടെന്ന് പറഞ്ഞ സർ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് അവസാനം വരെ ക്ലാസ്സിലിരുന്നു. അപ്പൊ എനിക്ക് A+ എന്ന് പറഞ്ഞിട്ട് നാളെ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കണം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.